നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും അമ്മ വിളിക്കുന്നത് വരെ പുറത്ത് മഴയത്തും മണ്ണിലും കളിച്ചു നടന്നിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരിക്കും. ഗ്ലൂട്ടനെ പറ്റിയോ ലാക്ടോസിനെ പറ്റിയോ പേടിക്കാതെ ഭക്ഷണം കഴിച്ച ഒരു കാലം. തീർച്ചയായിട്ടും ആസ്മയോ അലർജിയോ നമ്മളെ അലട്ടിയിരുന്നില്ല. അധികം മരുന്നുകളോ ആശുപത്രി സന്ദർശനങ്ങളോ ഇല്ലാതിരുന്ന ഇങ്ങനെ ഒരു കുട്ടിക്കാലം നമ്മൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മളുടെ വയസ്സ് 35-ന് മുകളിലാവും. The road to health is paved with good intestines, said Sherry Erogers. A very good afternoon and a warm welcome to the John Marian's medical webinar on gut microbes, the controller of wellness and disease. ഈ വെബിനാറിൽ ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, നാട്ടിലും വിദേശത്തുമുള്ള ഒത്തിരിയേറെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ 3000-ലേറെ ആളുകൾ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇതിൽ കയറാൻ സാധിക്കാത്തവർക്ക് ഡോക്ടർ മനോജ് ജോൺസൺ എന്ന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ലൈവായി ടെലികാസ്റ്റ് ആകുന്നുണ്ട്. അതിന്റെ ലിങ്ക് നമ്മുടെ വെബിനാറിൽ ജോയിൻ ചെയ്ത വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ മരിയൻ ജോർജ്, ഡയറക്ടർ, ജോൺ മരിയൻസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്. നമ്മുടെ കുടലിനകത്ത് ജീവിക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. കുടലിനകത്തെ ബാക്ടീരിയ നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലവിധ രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട്. നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ജീവിതശൈലി. നമ്മുടെ പരിസ്ഥിതി, ഭക്ഷണക്രമം, ജനനം സിസേറിയൻ വഴിയാണോ എന്നതടക്കമുള്ള ഘടകങ്ങളും നമ്മുടെ കുടലിലെ സൂക്ഷ്മാണു ഘടനയെ നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ എല്ലാ ഘടകങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മാണുക്കളുടെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതുകൊണ്ടായിരിക്കാം 2500 വർഷങ്ങൾക്ക് മുമ്പ് ദ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞത്, ഓൾ ഡിസീസ് ബിഗിൻസ് ഇൻ ദ ഗട്ട്. ഇപ്പോ 2500 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അത് പ്രൂവ് ചെയ്യുന്നു എന്ന് മാത്രം. ഗട്ട് മൈക്രോബയോട്ട എന്ന വിഷയത്തെക്കുറിച്ച് ഈ മേഖലയിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ അവരുടെ പഠനങ്ങളും എക്സ്പീരിയൻസും പൊതുജനങ്ങളുടെ അറിവിലേക്ക് നൽകുന്നതാണ്. ഇതിൽ ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ഡോക്ടർ വിഷ്ണു സതീഷ്, നാച്ചുറോപ്പതിക് ആൻഡ് ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷണർ, ഡോക്ടർ ഫെബിൻ റോണി, നാച്ചുറോപ്പതി ഫിസിഷ്യൻ, ഡോക്ടർ ഗൗരൻ രമേശ്, ഗ്യാസ്ട്രോ സർജൻ, ഡോക്ടർ ഉഷി മോഹൻദാസ്, ന്യൂറോ സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സെഷൻസ് ഉണ്ടാകും. പൊതുവെ ഇതേപോലത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ ഡോക്ടേഴ്സിനും മറ്റു മെഡിക്കൽ പ്രൊഫഷണൽസും മാത്രമായിട്ടാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ജോൺ മരിയൻസിൽ വിസിറ്റ് ചെയ്ത 5 ലക്ഷത്തിലധികം ആളുകളുമായി ഇടപെട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിനെക്കുറിച്ചുള്ള അറിവിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഒത്തിരിയേറെ രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനും പല ചികിത്സകൾ ഫലപ്രദമാക്കാനും സാധിക്കുമെന്നത്. ഡോക്ടർ മനോജ് ജോൺസന്റെ നേതൃത്വത്തിൽ ജോൺ മരിയൻസ് വെൽനസ് ക്ലിനിക്കുകൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും സേവനം അനുഷ്ഠിക്കുന്നു. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് മുതലായ സോഷ്യൽ മീഡിയാസിലൂടെ നിരന്തരമായി ആരോഗ്യ മേഖലയിൽ മലയാള സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ജോൺ മരിയൻസ് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി പൊതുജനങ്ങൾക്കായി അവതരിപ്പിക്കുന്ന വെബിനാറാണിത്. പങ്കെടുക്കുന്നവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഈ വിഷയവുമായി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓരോ സെഷന്റെയും അവസാനം തന്നിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്ന് കഴിയുന്നത്ര സംശയങ്ങൾക്കുള്ള മറുപടി തരുന്നതായിരിക്കും. സോ മൂവിംഗ് ഓൺ വിത്ത് അവർ ഫസ്റ്റ് സെഷൻ. നമുക്ക് വന്നിരിക്കുന്നത് ജോൺ മരിയൻസിലെ മെഡിക്കൽ ഡയറക്ടറും ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനും നാച്ചുറോപ്പതിയിൽ ബിരുദവും ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനിൽ ബിരുദാനന്തര ബിരുദവും അതുപോലെ ഗട്ട് മൈക്രോബ്സിൽ ഗവേഷണവും നടത്തുന്ന ഡോക്ടർ മനോജ് ജോൺസൺ ആണ്. സർ, മേ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു പ്രൊസീഡ് വിത്ത് ദ സെഷൻ. ഹലോ എവ്രിവൺ. നമ്മുടെ സൂമിൽ ഇപ്പം ഓൾമോസ്റ്റ് ആളുകളായി. അപ്പം നമ്മുടെ ലൈവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോകുന്നുണ്ട്. അപ്പം ഡോക്ടർ മരിയൻ ജോർജ് പറഞ്ഞ പോലെ തന്നെ
ഇത് മെയിനായിട്ടും ഡോക്ടേഴ്സിനും മെഡിക്കൽ പ്രൊഫഷണൽസിനുമാണ് പൊതുവെ നമ്മൾ ഇങ്ങനത്തെ ഒരു കോൺഫറൻസ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ആദ്യത്തെ ചികിത്സാ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യം നമ്മൾ വെരിക്കോസ് ചികിത്സിക്കുകയും പ്രമേഹത്തിൽ വരികയും അത് കഴിഞ്ഞിട്ട് വെയിറ്റ് കുറയാനുള്ള ചികിത്സകൾ നടത്തുകയും അതേപോലെ തൈറോയ്ഡ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ചികിത്സിക്കുക, ഇങ്ങനെ ചികിത്സിച്ച് വന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് പലതരം പ്രശ്നങ്ങൾ നമ്മൾ വയറുമായിട്ട് കുടലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു എന്നും. അങ്ങനെയാണ് നമ്മൾ അവസാനം കുടൽ പ്രശ്നങ്ങൾ, വയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചികിത്സിക്കാൻ തുടങ്ങിയപ്പോഴാണ് യാതൊരു ബന്ധമില്ല എന്ന് നമുക്ക് തോന്നുന്ന പല പ്രശ്നങ്ങളും മാറി വരുന്നത്. അപ്പൊ അങ്ങനെ മാറി വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളത് PhD ഭാഗമായിട്ട് പോവുകയും അതിന്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ പുതിയതല്ല പഴയത് തന്നെയാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ഡോക്ടേഴ്സിന് സ്ഥിരമായി നമ്മൾ ഇതേ രീതിയിലുള്ള വർക്ക്ഷോപ്പും ട്രെയിനിങ്ങും എടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെയാണ് മനസ്സിലായത്, ഒത്തിരിയേറെ ആളുകളെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറയാണ്, ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നല്ലോ, ഞങ്ങളോട് ആരും ഇത് പറഞ്ഞില്ല എന്ന രീതിയിലുള്ള കുറേ രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോഴാണ് യൂട്യൂബ് വീഡിയോയും അതേപോലെ തന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നോർമൽ ആളുകളെ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരല്ല, അതുകൊണ്ടാണ് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്കത് ക്ലിയർ ആക്കാൻ സാധിക്കും, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുവാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ്, നമ്മൾ ഒരു വെബിനാർ, ഒരു കോൺഫറൻസ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ആമുഖമായിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുവാണ്. ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ദ ഗട്ട് മൈക്രോബ്സ്, ദ കൺട്രോളർ ഓഫ് വെൽനെസ് ആൻഡ് ഡിസീസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല. നമ്മുടെ ആയുർവേദത്തിലൊക്കെ വളരെ പണ്ടേ 3000-5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മുടെ വയറാണ് കാരണം, ആമാശയമാണ് കാരണം എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത രീതികളോ മനസ്സിലാകാത്ത രീതികളോ എന്തോന്നും അറിയില്ല, അത് നമ്മൾ കൂടുതൽ പിന്നെ അങ്ങനെ അങ്ങ് ഫോക്കസ് ചെയ്ത് പോയില്ല. അതേപോലെ തന്നെ ഈ ഗ്രീസിലൊക്കെ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ എടുത്തു നോക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, ഈ പറയുന്ന ബ്ലാക്ക് ബൈൽ എന്നാണ് പറയുന്നത്. അതായത് കുടലിലുള്ള ബ്ലാക്ക് ബൈലാണ് ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ ഈ ചൈനീസ് മെഡിസിനിൽ, അതായത് ഒരു 3000-5000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചികിത്സാ രീതികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അന്നേരമെല്ലാം അവർ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഏത് പ്രശ്നം വന്നാലും. പക്ഷെ അത് പുതിയ രീതിയിലേക്കായി വന്നപ്പോൾ ഓരോ രോഗത്തിനും ഓരോ മരുന്നുകൾ എന്ന രീതിയിലായി. അതുകൊണ്ട് നമ്മൾ ഭൂരിഭാഗം ആളുകളും പലതരം മരുന്നുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് മനസ്സിലാകുന്നത്, മൈഗ്രെയിനിനെ നമ്മൾ വയറിനെ ചികിത്സിക്കുമ്പോൾ മൈഗ്രെയിൻ കുറയാറുണ്ട്. അതേപോലെ തന്നെ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സ്കിന്നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരണം ലോകം ഭയങ്കരമായിട്ടും മുന്നോട്ട് പോകുമെങ്കിലും നമ്മളിപ്പോഴും ഒരു എക്സിമ വന്നാലും സോറിയാസിസ് വന്നാലും സെബോറിക് ഡെർമറ്റൈറ്റിസ്, താരൻ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലയോട്ടിൽ പൊളിഞ്ഞു വരുന്ന കണ്ടീഷൻ, ഇപ്പോഴും ആ ഭാഗത്തുള്ള പ്രശ്നമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചികിത്സകളൊക്കെ നടക്കുന്നത്. ശരിക്കും ഈ ഒരു വെബിനാറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വൽ ആയിട്ടുള്ള കാരണം. ഇപ്പോഴും സൈക്കാട്രി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സൈക്കാട്രി റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മളിത് എല്ലാം ഇത് തന്നെ എന്നുള്ളതല്ല പറയുന്നത്, എന്നാലും ഒരു 80% നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ കുടലിലെ കണ്ടീഷൻ തന്നെയാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡാമേജ് വരാം. അപ്പൊ അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നും ആദ്യത്തെ 1-2 സ്ലൈഡ്, എന്നാലും റിപ്പീറ്റ് ചെയ്യാതെ അതിനൊരു ബേസിക് ആയിട്ട് തുടങ്ങിയേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളമാണ് നമ്മളുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതില് 50%, അതായത് 50% ഹ്യൂമൻ എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മളെക്കാളും കൂടുതൽ മറ്റു ആളുകളാണ്. ആ ആളുകൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമ്മളുടെ ശരീരം നിലനിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ആളുകൾ തന്നെയാണ് നമ്മുടെ ശരീരത്തെ ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇതാണ് മെയിനായിട്ടും ഉദ്ദേശിച്ചത്. അപ്പൊ അതിനകത്ത്
ശരിക്കും നമ്മൾ മനസ്സിലാക്കാൻ മതി. ഈ ജീനം ഓഫ് ബാക്ടീരിയ ആൻഡ് ജീനം ഓഫ് ഹ്യൂമൻസ് 25,000 ഹ്യൂമൻ ജീൻ ആണ് ഉള്ളത്. അതേപോലെ 5 മില്യൺ ആണ് ബാക്ടീരിയൽ ജീൻ ഉള്ളത്. 30 ട്രില്യൺ ആണ് ഹ്യൂമൻ സെൽസ് ഉള്ളത്. പക്ഷേ ബാക്ടീരിയൽ സെൽസ് 40 ട്രില്യൺ ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീന്, നമ്മുടെ സെൽസ് ഒക്കെ എത്രയുണ്ട്? ബാക്ടീരിയൽ ജീന് അല്ലെങ്കിൽ ഗട്ട് മൈക്രോബ്സ്, മറ്റ് സെൽസ് എത്ര അളവിലുണ്ട്? അതായത് നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ളത് മറ്റാളുകളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അവരെയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആർക്കാണ്? ഹ്യൂമൻ സെൽസിനാണ്. അപ്പൊ ഹ്യൂമൻ സെൽസില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു ഭക്ഷണത്തിൽ എന്താ വരുന്നത്? നമുക്കറിയാം, അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങള്, മധുരം, ബേക്കറി സാധനങ്ങള്, ഇറച്ചി, മീൻ, മുട്ട, നട്ട്സ്, അതേപോലെ ഈ വൈറ്റമിൻസും മിനറൽസും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. അതിനകത്ത് ഈ പ്രത്യേകിച്ച് ഈ കോമ്പിനേഷൻസ് ആണ് നമ്മളുടെ ഭൂരിഭാഗം ആളുകൾ ഫോക്കസ് ചെയ്തത്. കാരണം നമ്മളുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ശരിക്കും 100% കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആക്കി എടുക്കുന്നതും നമ്മുടെ സെൽസ് അല്ല, അത് നമ്മുടെ കൂടെയുള്ള ഗട്ട് മൈക്രോബ്സ് ആണ്. ആ ഗട്ട് മൈക്രോബ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ് നമ്മളിൽ ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് 2 തരം ബ്രെയിൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ശരിക്കും ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പം ന്യൂറോൺസ്, ഏറ്റവും കൂടുതൽ ന്യൂറോൺസ് ആണല്ലോ ബ്രെയിനിലും, നെർവ് സിസ്റ്റം ആണല്ലോ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 85 ബില്യൺ ന്യൂറോൺസ് ആണ് നമ്മുടെ ബ്രെയിനിലുണ്ടെങ്കിൽ 500 മില്യൺ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഗട്ടിലുണ്ട്, സ്റ്റൊമക്കില്. അതായത് അവിടെയും ഈ ന്യൂറോൺസ് ഉണ്ട്. അതേപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മുടെ ഇമ്പൾസസ് പാസ് ചെയ്യുന്നതും പല ഫംഗ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെയാണ്. 100 ബ്രെയിനിലുള്ളതെങ്കിൽ 40 ആണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ളത്. അതായത് 50% നമ്മുടെ അറിയാം, നമ്മുടെ ഡോപ്പമൈൻ, നമ്മുടെ ഒരു ഡോപ്പമൈൻ റഷ് എന്നൊക്കെ പറയില്ലേ, സഡൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷങ്ങളൊക്കെ ഡോപ്പമൈനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ 50% പ്രൊഡ്യൂസ് ആകുന്നത് ബ്രെയിനിലാണ്, ബാക്കി 50% പ്രൊഡ്യൂസ് ആകുന്നത് നമ്മുടെ കുടലിലാണ്. അതേപോലെ സെറട്ടോണിൻ ആണ് നമ്മുടെ ഡോപ്പമൈനായിട്ട് കൺവേർട്ട് ആവുന്നത്, മെലറ്റോണിനായിട്ട് കൺവേർട്ട് ആവുന്നത്. എല്ലാത്തിനും നമ്മുടെ മെയിൻ ആയിട്ട് വേണ്ടത് മെലറ്റോണിൻ എന്ന് പറയുന്ന ഉറക്കം കിട്ടാനായിട്ട് ആവശ്യമുള്ള ഒരെണ്ണമാണ്. ഡോപ്പമൈൻ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം കിട്ടാൻ ആവശ്യമുള്ള ഒരെണ്ണമാണ്. അപ്പൊ ഇതിനെല്ലാത്തിന്റെയും ഭൂരിഭാഗം ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നതാണ് സെറട്ടോണിൻ. ഈ സെറട്ടോണിൻ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിലുള്ളത് 5% ആണ്. അപ്പം നോക്കി 95% ആണ് നമ്മുടെ കുടലിലുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ കുടലോ വയറോ അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ ആ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സൂയിസൈഡൽ ടെൻഡൻസി, ഡിപ്രഷൻസ്, ആങ്സൈറ്റി, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ബ്രെയിന്, ന്യൂറോൺസ്, നെർവ്സ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന് മുമ്പ് അതിന്റെ ബേസിക് ആയിട്ട് കിടക്കുന്ന അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈൻ ആണ്. ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല. ഇതിൽ ഞാനിപ്പം കാണിക്കാൻ പോകുന്ന ഭൂരിഭാഗം സ്ലൈഡുകളും എവിഡൻസ് ബേസ്ഡ് ആണ്, നമ്മുടെ റിസർച്ചിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ. ഈ റിസർച്ചിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഡിപ്രഷൻ ആൻഡ് ഗട്ട് ഹെൽത്ത്, ഇതാണ് നമ്മൾ ആദ്യം ഫോക്കസ്. ഇതിനെക്കുറിച്ച് ഞാൻ എല്ലാത്തിനെ കുറിച്ച് ഒരു സൂപ്പർഫിഷ്യൽ ഐഡിയ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനിയുള്ള 3-4 സെഷനുകളിൽ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വരും. അതുകൊണ്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് തെളിവുകൾ, കാരണം ഭൂരിഭാഗം ആൾക്കാർ ചുമ്മാ അതെങ്ങനെ പറഞ്ഞാൽ പോരാ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ പറഞ്ഞ കാര്യം നടക്കുമോ, ഇതിന് തെളിവുണ്ടോ എന്നൊക്കെയാണ് ഭൂരിഭാഗം ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പം തെളിവോടുകൂടിയാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ ഈ ഡിപ്രഷൻ ആൻഡ് ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാലും റഫായിട്ട് ഇതിനെ ഉദ്ദേശിക്കുന്നത് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് പറയുന്നത്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ കുടലിന്റെ എന്ത് ചേഞ്ചസ് ആണ് നമ്മുടെ ബ്രെയിനിലേക്ക് എങ്ങനെയാണ് ഇത് വരുന്നത്, അവിടെ എന്ത് ചേഞ്ചസ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുടലില് സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോൺ ഉണ്ടെന്ന് വെച്ചു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഈ ഹോർമോണിന്റെ സെറട്ടോണിൻ എന്ന് പറയുന്നത് കുടലിലുള്ള നല്ല ബാക്ടീരിയകളാണ് റിലീസ് ചെയ്യേണ്ടത്. ഈ റിലീസ് ചെയ്തിട്ട് ഈ സെറട്ടോണിന് അവിടെ കുടലിന്റെ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, അതായത് കുടലിന്റെ മൂവ്മെന്റുകൾ ക്ലിയർ ആക്കുക. അപ്പൊ മോഷൻ ഒക്കെ ക്ലിയർ ആയി പുറത്തേക്ക് പോകുന്ന, ഇതാണ് ശരിക്കും പറഞ്ഞ ഈ സെറട്ടോണിന്റെ കുടലിലുള്ള ഫംഗ്ഷൻ. ഈ സെയിം സെറട്ടോണിൻ എന്ത് ചെയ്യും, പിന്നെ നമ്മുടെ വേഗസ് നെർവ് വഴി ഇത് ബ്രെയിനിലേക്ക് എത്തുകയാണ്. ബ്രെയിനിലേക്ക് എത്തിയിട്ട് അവിടെയാണ് സെറട്ടോണിന് ഡോപ്പമൈനായിട്ടും അങ്ങനത്തെ ഒരു ഹാപ്പി ഹോർമോൺ ആയിട്ട് കൺവേർട്ട് ആകുന്നത്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ഡിപ്രഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സെറട്ടോണിൻ ലെവല് കുടലിൽ കുറഞ്ഞു കഴിയുമ്പോൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, കുടലിന്റെ മൂവ്മെന്റ് കുറയും. കുടലിന്റെ മൂവ്മെന്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ
അവിടെ കോൺസ്റ്റിപ്പേഷൻ ആവും, മലബന്ധവും. സെറട്ടോണിൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കൂടും, അതായത് കുടലിന്റെ മൂവ്മെന്റ് കൂടും. അന്നേരം എന്താവുന്നത്? ഡയറിയ ആവും. അപ്പോൾ വയർ അയഞ്ഞു പോകുന്നതും മുറുകി പോകുന്നതും, ചിലർക്ക് അയഞ്ഞു പോകും, ചിലർക്ക് ഇടയ്ക്ക് മുറുകുകയും അയഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ മോഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തികളില് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ്. ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഹേവിയറൽ ബ്രെയിൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു ജേർണലില് സെറട്ടോണിൻ, ട്രിപ്റ്റോഫാൻ, അതായത് ഗട്ട് ബ്രെയിൻ ആക്സിസ്, ഹൗ ബാക്ടീരിയ ഇൻ യുവർ ബെല്ലി ആർ മെസ്സിംഗ് വിത്ത് യുവർ മൈൻഡ്. അതായത് ഇതിന്റെ കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, എന്നാലും നമ്മൾ താഴെ ജസ്റ്റ് വായിച്ചാൽ, ആൾദോ നമ്മുടെ സെറട്ടോണിൻ ഈസ് വെൽ നോൺ ആസ് ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 90% ഓഫ് ദ ബോഡി സെറട്ടോണിൻ ഈസ് മെയ്ഡ് ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. അപ്പൊ ഒന്ന് മനസ്സിലായല്ലോ. ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിൽ എന്ത് ഫങ്ഷൻസ് നടക്കുന്നത്, അവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടലാണ്. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഓൾറെഡി 2015 വന്ന ഒരു സ്റ്റഡി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. സയന്റിഫിക് അമേരിക്കനിൽ വന്നതാണ്. മെന്റൽ ഹെൽത്ത് മേ ഡിപ്പെൻഡ് ഓൺ ക്രിയേച്ചർ ഇൻ ഗട്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഭൂരിഭാഗം കുടലിലെ കണ്ടീഷനാണ് ഇത് വരുന്നത്, അതായത് റിസർച്ച് കാണിക്കുന്നതേ ഉള്ളൂ. സിസോഫേനിയ റിസർച്ച് എന്ന് പറയുന്ന ഒരു ജേർണലിൽ വന്നതാണ്, ദ റോൾ ഓഫ് ഗട്ട് മൈക്രോബ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സിസോഫേനിയ. അതായത് ഇത് റിസർച്ചുകളിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം മാനസിക പ്രശ്നങ്ങൾ, അതായത് ഒരളവിൽ കൂടുതലായിട്ട് നമുക്ക് വരുമ്പോഴാണ് നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലാകുന്നത്. അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ മാനസിക ആശുപത്രികളിലും അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിലെ ഗട്ട് ബാക്ടീരിയാസ്, അതായത് അത് നമ്മുടെ സ്റ്റഡിയിൽ വരുമ്പോൾ നോർമൽ ആളുകൾ, അതായത് നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എലികളിലും ഒക്കെയാണ് അതിന് സ്റ്റഡി നടത്തുന്നത്. അപ്പം നോർമൽ ആയിട്ട് ആ ഒരു ഈ പറയുന്ന ഗട്ട് ഡിസ്ബയോസിസ്, അത് ഗട്ടിന്റെ പ്രശ്നമുള്ള ബാക്ടീരിയകളെ എടുത്ത് നോർമൽ സ്പീഷീസിൽ ഇടുമ്പോൾ ആ നോർമൽ സ്പീഷീസിലും ഈ പറയുന്ന സെയിം മാനസിക ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഈ സ്റ്റഡികളൊക്കെയാണ് ഞാനത് പറഞ്ഞത്. റോൾ ഓഫ് കൈനോറെനിൻ മെറ്റബോളിസം പാത്വേ ആക്ടിവേഷൻ ഇൻ മേജർ ഡിപ്രസീവ് ഡിസോർഡർ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒന്നാണ് സെറട്ടോണിൻ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അതിന് മെയിൻ ആയിട്ട് ആവശ്യം എന്താണ്? ഗട്ട് ബാക്ടീരിയ. അപ്പൊ ഈ ട്രിപ്റ്റോഫാന് ഈ ഗട്ട് ബാക്ടീരിയ ഇല്ല, അളവ് കുറയുവാണെങ്കിൽ കൈനോറെനിൻ എന്ന് പറയുന്ന ഒരു കോമ്പനന്റ് ആയിട്ട് മാറുകയും ഇതാണ് നമ്മുടെ ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ സ്റ്റഡിയിലുള്ളതാണ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് അടുത്ത സ്ലൈഡിൽ പോകുമ്പോൾ, ഇത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് ഓട്ടിസ്റ്റിക് ചേഞ്ചസ് ഉള്ള ബിഹേവിയർ ഉള്ള കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഓട്ടിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഓട്ടിസം മാത്രമല്ല, നമ്മുടെ കുട്ടികളിൽ ശ്രദ്ധിച്ചാൽ മതി, ചിലരിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഒരു മിനിറ്റ് പോലും ഒരിടത്ത് ഇരിക്കത്തില്ല. ചിലർ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും, സാധനങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കുക, ബഹളം വെക്കുക, ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസ് കാണിക്കുന്നവരായിരിക്കും. ചില കുട്ടികൾ എന്ന് പറയുന്നത് അവരിങ്ങനെ പറയുന്നത് തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ഇതില് വേറെ ഒന്നുമില്ല, നമ്മൾ എന്ത് പറയുന്നു അതൊന്നും അവർ കേൾക്കത്തേയില്ല. അവരുടെ രീതി, അവരുടെ കാര്യങ്ങൾ, അത് മാത്രമേ ഉള്ളൂ. എത്ര വഴക്ക് പറഞ്ഞാലും, ബഹളം വെച്ചാലും, അടിച്ചാലും, എന്ത് റെസ്ട്രിക്ഷൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അപ്പം ചില കുട്ടികളിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഓവർ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് കാണിക്കുകയും, ചില കുട്ടികൾ അവര് ഈ ഐ കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ മറ്റാളുകളുമായിട്ട് ഇടപെടാതെ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് വരുന്നവർ. അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നം വരുന്നത് ഗട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അവരിൽ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ മോഷൻ ക്ലിയർ ആയിരിക്കത്തില്ല, അവർക്ക് സ്കിന്നിന്റെ പ്രശ്നങ്ങൾ കാണും, ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കാണിക്കും, അവരുടെ ഫുഡ് വളരെ മോശമായിരിക്കും, അവർക്ക് വെറും ഇഷ്ടം ഈ ബിസ്ക്കറ്റും റസ്കും അതേപോലെ ചോക്ലേറ്റുകളും, ഇത് മാത്രം, ജങ്ക് ഫുഡുകൾ മാത്രമേ ഇഷ്ടമുള്ളൂ. അവർ നോർമൽ ഫുഡ് കഴിക്കാൻ അവർക്ക് താല്പര്യം കാണത്തില്ല. അപ്പോ ഇത് എവിടുന്നാണ് ഇത് വരുന്നത് വെച്ചാൽ, മെഡിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ജേർണലിൽ വന്നതാണ്, ഓട്ടിസം ആൻഡ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഇതൊരു സ്റ്റഡിയാണ്. ഞാൻ ജസ്റ്റ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റഫായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇത് ബന്ധമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഈ ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയകളിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയകൾ, അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ പറയുന്ന ബാക്ടീരിയകളാണ് ബ്രെയിനിലുള്ള ന്യൂറോൺസിനെ ഡാമേജ് ചെയ്യുന്നത്. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ,
ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ ഇപ്പം 4 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഓട്ടിസ്റ്റിക് ആണ്, ബാക്കി 3 പേര് നോർമൽ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റൂളും ഈ നോർമൽ ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുടെ സ്റ്റൂളും എക്സാമിൻ ചെയ്തേച്ച് അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഓട്ടിസ്റ്റിക് കുട്ടികളിലാണ്, അതായത് ഒരേ വീട്ടിൽ താമസിക്കുന്നു, ഒരേ ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ഒരേ കാര്യങ്ങളാണെങ്കിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുടെ സ്റ്റൂൾ മാപ്പിംഗിൽ സ്റ്റൂൾ എക്സാമിൻ ചെയ്തതിനകത്താണ് ഏറ്റവും കൂടുതലായിട്ട് ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇതൊരു കഞ്ചാവിന്റെ സ്ട്രക്ചർ ഉള്ളവരണമാണ്. ഈ സെയിം കാര്യമാണ് നമ്മുടെ ന്യൂറോൺസിനെ ഡാമേജ് ചെയ്യുകയും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഒരു സുപ്രഭാതത്തില് അവര് ഓട്ടിസ്റ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയില്ലേ, ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ കുഞ്ഞിന്, ഒരു 3 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെയാണ് മൊത്തം പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാര്യമാണ്. പക്ഷെ അവരുടെ ആദ്യത്തെ പ്രശ്നം എന്താ, ബ്ലോട്ടിങ്ങോ സ്കിൻ ഇഷ്യൂസോ അലർജിയോ അങ്ങനെ എന്തെങ്കിലും ആകും. അതേപോലെ ഈ ഗട്ട് ബ്രെയിൻ ആക്സിസിൽ കൂടുതലായിട്ട് അറിയേണ്ടത് ഈ ഗട്ട് ബാക്ടീരിയാസ് ന്യൂറോൺസിനെ ഡാമേജ് ചെയ്ത് പോകുന്നതനുസരിച്ച് നമുക്ക് അൾസിമേഴ്സും ഡിമെൻഷ്യ എന്നുള്ളതാണ് വേണ്ടത്. അപ്പം ഈ പറയുന്ന പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് വരുന്നതാണ്. അതേപോലെ ദ ഗട്ട് മൈക്രോബ്സ് ആൻഡ് ആൽസിമസ് സ്റ്റഡീസ്, ആൽസിമസ് ഡിസീസ്, ഇത് മെയിൻ ആയിട്ടും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏജിംഗിൽ വന്ന ഒരു സ്റ്റഡിയാണ്. ജസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് കാണിക്കുന്നതേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതൊക്കെ ഉള്ളതാണോ അല്ല ചുമ്മാതെ പറയുന്നതാണോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ സീനസ് ന്യൂറോ സയൻസ് ആൻഡ് തെറപ്പറ്റിക്കിൽ വന്നേക്കുന്നതാണ് ഗട്ട് ബാക്ടീരിയൽ പ്രൊഫൈൽസ് ഇൻ പാർക്കിൻസൺസ് ഡിസീസ്, എ സിസ്റ്റമാറ്റിക് റിവ്യൂ. ഓക്കെ, ഒരു പാർക്കിൻസൺസ് ആയിക്കോട്ടെ, ഡിമെൻഷ്യ ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ഓട്ടിസം ആയിക്കോട്ടെ, ഹൈപ്പർ ആക്ടിവിറ്റി ആയിക്കോട്ടെ, സ്കിസോഫേനിയ, ബൈപോളാർ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോസിസ് കണ്ടീഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഭൂരിഭാഗ കാര്യങ്ങളിലും ഗട്ടാണ് കണക്റ്റഡ്. ഇതെല്ലാം റിസർച്ചുകളിൽ പറയുന്ന കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഡിമെൻഷ്യ, നമ്മുടെ മറവിയുടെ കാര്യങ്ങളിൽ ഗട്ട് മൈക്രോബയോട്ട ഇൻ ഡിമെൻഷ്യ, ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് നോവൽ ഫൈൻഡിങ്സ് ആൻഡ് ദെയർ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻ. ഇത് വന്നേക്കുന്നത് പ്രോഗ്രസ് ഇൻ ന്യൂറോ സൈക്കോ ഫാർമക്കോളജി ആൻഡ് ബയോളജിക്കൽ സൈക്കാട്രിയിലാണ്. അതേപോലെ ക്ലിനിക്കൽ ആൻഡ് ട്രാൻസ്ലേഷണൽ ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ വന്നതാണ് ബ്രെയിൻ ഫോഗിനെസ്, ഗ്യാസ് ആൻഡ് ബ്ലോട്ടിംഗ്, എ ലിങ്ക് ബിറ്റ്വീൻ സിബോ, പ്രോബയോട്ടിക് ആൻഡ് മെറ്റബോളിക് അസിഡോസിസ്. അതായത് പലരും പറയാറില്ലേ, അവർക്ക് വേറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ കാര്യങ്ങൾ ഒരു കുഴപ്പമില്ല, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ അവർക്ക് ഒന്നിനോടും താല്പര്യമില്ല. ചിലർ പറയാണ് എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ആകും, ചിലർ പറയാണ് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ആങ്സൈറ്റി കൂടുന്ന പോലെ ആകും, ടെൻഷൻ ആകും, കുറച്ച് ടെൻഷൻ ആകുമ്പോഴത്തേനും ഗ്യാസ് നിറയുന്ന പ്രശ്നങ്ങൾ വരും, ഗ്യാസ് നിറഞ്ഞാൽ ടെൻഷൻ കൂടും, ടെൻഷൻ കൂടിയ ഗ്യാസ് നിറയും, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ. ഇതൊക്കെ ഗട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടലും ബ്രെയിനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് വരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ പേരാണ് ഈസ്ട്രോജൻ ഡോമിനൻസ്. എന്ന് വെച്ചാൽ ഈ ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ഇത് ഒരു കണ്ടീഷൻ മാത്രമല്ല. പലരും പറയാറുണ്ട് എനിക്ക് PCOD ഉണ്ട്, വെയിറ്റ് കൂടുന്നുണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, ബ്ലീഡിങ്ങിന്റെ പ്രശ്നമുണ്ട്, പീരിയഡ്സിന് സമയത്തുള്ള ഡിസ്മെനോറിയ, പെയിൻഫുൾ കണ്ടീഷൻസ് ഉണ്ട്, മൂഡ് സ്വിങ്സ് വരാറുണ്ട്, ഫേഷ്യൽ ഗ്രോത്ത് ഉണ്ടാകാറുണ്ട്, ഹെയർ ഗ്രോത്ത് ഉണ്ടാകാറുണ്ട്, ഹെയർ ഫോൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരം വരുമ്പോൾ ഞങ്ങളിപ്പം ജോൺ മെഡിസിനിൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഗട്ടാണ്. അപ്പം ഈയിടയ്ക്ക് നമുക്ക് മറ്റ് ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ കളിയാക്കി പറയാറുണ്ട്, ജോൺ മെഡിസിനിൽ പോയ ആ ലോകത്തുള്ള എല്ലാ രോഗങ്ങൾക്കും അവിടെ മരുന്നുണ്ട്, ഇത് എവിടെ നീ മരുന്ന് തരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു സീക്രട്ട്. ഇവിടെ ആരും ഓരോന്നിനെടുത്ത് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ബേസിക് സീക്രട്ട് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എന്താ പറയാ, ഈ ഒരു ട്രിക്ക്, ഈ ഒരു സീക്രട്ട് ഞങ്ങൾക്ക് മനസ്സിലായതോടു കൂടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത്, ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. കാരണം ഇപ്പോഴും ഗ്യാസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ഈ കുടലിന്റെ ബാക്ടീരിയകളാണ് ഇതിന്റെ കാര്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. ഈസ്ട്രോജൻ ഡോമിനൻസിൽ സംഭവിക്കുന്ന എന്താണെന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന കുടലില് നല്ല, അതായത് ലിവറാണ് നമ്മുടെ ഈസ്ട്രോജനെ ഒക്കെ ഒരു ഇനാക്റ്റീവ് ചെയ്ത് ഡീടോക്സിഫൈ ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയാനായിട്ട് ഇത് ഇന്റസ്റ്റൈനിലേക്ക് പറഞ്ഞു വിടും. പക്ഷെ ഇന്റസ്റ്റൈനിൽ ഈ ബാഡ് ബാക്ടീരിയയും കാര്യങ്ങളെല്ലാം കിടക്കുന്നത് കൊണ്ട് അവിടെ ഇത് തിരിച്ച് റീഅബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡിലേക്ക് വിടും.
അപ്പൊ എന്താ, ഓൾറെഡി ബോഡിയിൽ ഈസ്ട്രോജൻ ഉണ്ട്, കളഞ്ഞ ഈസ്ട്രോജനെ വീണ്ടും കയറ്റിയിട്ട് ബ്ലഡിലേക്ക് കയറ്റും. അങ്ങനെയാണ് ഈസ്ട്രോജൻ ഡോമിനൻസ് വളരെ കോമൺ ആയിട്ട് ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കണ്ടുവരുന്നത്. ആ ഒരു മെക്കാനിസമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇതൊരു നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ വന്നേക്കുന്ന ഒരു സ്റ്റഡിയാണ്, ഈസ്ട്രോജൻ ദ ഗട്ട് മൈക്രോബയോം ആക്സിസ്, ഫിസിയോളജിക്കൽ ആൻഡ് ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻസ്. അതിനൊരു മെക്കാനിസം ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിവറിൽ നിന്ന് ഇൻറ്റസ്റ്റിനിലേക്ക് വിടും. അപ്പൊ അവിടെ ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം എന്ത് ചെയ്യും, അത് നമ്മുടെ പ്രോപ്പറായിട്ട് ഗട്ട് ബാക്ടീരിയകൾ ഫംഗ്ഷനിങ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആയിട്ട് അത് തിരിച്ച് ഈ ഈസ്ട്രോജനെ തിരിച്ച് ബ്ലഡിലേക്ക് കയറ്റിവിടും. അങ്ങനെയാണ് ഭൂരിഭാഗം സ്ത്രീകളിലും അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെയിറ്റ് കൂടും. അവര് എത്ര ശ്രദ്ധിച്ചാലും PCOD പ്രശ്നങ്ങൾ, ഈ PCOD എന്തുകൊണ്ടാണ് മാറാത്തതെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് നോക്കിയാൽ മതി. ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ടാകുന്ന PCODകൾ അത് മാറില്ല, കാരണം വയറ് ശരിയാകാതെ ഈസ്ട്രോജൻ ഡോമിനൻസ് ക്ലിയർ ആവില്ല. കാരണം ഏറ്റവും കൂടുതൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു കണ്ടീഷനിലാണ്. അതേപോലെ തന്നെ ഈ ബ്ലഡ് വെസൽ ഡാമേജ് ഉണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ ഈ എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാ, സെയിം ഈ നേരത്തെ പറഞ്ഞ മെക്കാനിസം തന്നെയാണ്. അതായത് ലീക്ക് കെട്ടെന്ന് പറയും, കുടലിലെ ഇന്നർ ലൈനിങ് അത് ഗ്യാപ്പ് കൂടുന്നു, അതിനകത്ത് ലീക്ക് ആയിട്ട് ഈ കെമിക്കൽസ് ഒക്കെ ബ്ലഡിലേക്ക് കയറുമ്പോൾ ഇത് എല്ലാം കയറിയിട്ട് ലിവറിലേക്ക് വരും. ലിവറിന് ഇതൊരു ഹെവി ലോഡ് ആവും. അപ്പൊ അതിനെയാണ് ലിവർ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഈ ഹെവി ലോഡ് ആയി കഴിയുമ്പോൾ ഒരു പരിധി കൂടുതലൊന്നും ഈ ലിവർ ഇതിനെ ക്ലിയർ ആക്കാനായിട്ട് നോക്കത്തില്ല. അത് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് കയറും. അപ്പൊ ബ്ലഡിലേക്ക് കയറി ബ്ലഡ് വെസൽസിലേക്ക് കയറും. അങ്ങനെ ബ്ലഡ് വെസൽസിലേക്ക് കയറുമ്പോൾ പ്രോപ്പർ ആയിട്ട് മെറ്റബോളൈസ് ചെയ്യാത്ത കെമിക്കൽസ്, പ്രോട്ടീൻസ്, ഇതൊക്കെ ബ്ലഡിൽ രക്തക്കൊഴലിന് ഉള്ളിലെ ലെയറിനെ ഡാമേജ് ചെയ്യും. അങ്ങനെ ഡാമേജ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ പോയി കഴിയുമ്പോൾ അവിടെ ആ വെയിൻ ബൾജാകുകയും അത് അവിടെ കട്ടി കുറയുകയും തുള വീഴുകയും അവിടെ നിന്ന് ബ്ലഡ് പുറത്തേക്ക് ചെന്നേച്ച് സ്കിന്നിന് ടച്ച് ആയിട്ട് കാലൊക്കെ കറക്കാൻ തുടങ്ങും, എന്നിട്ട് ചൊറിയാൻ തുടങ്ങും, എന്നിട്ട് കാല് പൊട്ടി ബ്ലഡ് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വയറ്റിലേക്ക് എന്ത് ഇടുന്നു അത് കാലിലെ വ്രണം ഉണ്ടാക്കും, വ്രണം കരിയത്തില്ല, വീണ്ടും വീണ്ടും പൊട്ടിയെടുക്കും. നമ്മുടെ കോൺഫറൻസിൽ വരുന്നവരോട് നമ്മുടെ ഡോക്ടേഴ്സ് പറയാറുണ്ട്, അതേ വെരിക്കോസ് അൾസറില്ലേ, വെരിക്കോസ് വെയിന്, കാലൊക്കെ കറുത്ത് വന്നിട്ടില്ലേ, നീര് വെക്കുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ പാല് കുടിക്കരുത്, അയല, ചൂരയൊന്നും കഴിക്കരുത് എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോട്ടീൻ സത്യം പറഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന നമ്മുടെ ഉള്ളിലെ ലെയറിനെ ഡാമേജ് ചെയ്യും, അതിനെ തുളച്ച് പുറത്ത് ചാടി അവിടെ ബ്ലഡ് ലീക്കായി കാല് കറുത്ത് ചൊറിഞ്ഞു വരും. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് ചായ കുടിക്കണ്ട, ഒരു സിപ്പ് ചായ കുടിച്ചാൽ മതി പാലൊഴിച്ച്, അവർക്ക് കാല് ചൊറിഞ്ഞ് പൊട്ടി ഒലിക്കും. അതേപോലെ പലതരം പ്രോട്ടീനുകൾ പറ്റത്തില്ല. ഇതാണ് അതിന്റെ ആക്ച്വൽ റീസൺ. അല്ലാതെ നമ്മൾ ചുമ്മാതെ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്ന് പറയുന്നതല്ല. ഇതെല്ലാം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ച് കാണത്തില്ലായിരിക്കും. അതിനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് നമ്മൾ പാല് മാറ്റിവെക്കാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഗ്ലൂട്ടൻ മാറ്റിവെക്കാൻ പറയുന്നത് വെച്ചാൽ ഈ കാര്യം. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അപ്പൊ അതിന്റെ ഒരു മെക്കാനിസമാണ് നമ്മളിത് ജസ്റ്റ് പറഞ്ഞതാണ്. ഇതിന്റെ ഒരു സ്ലൈഡ് കാണിച്ചതാണ്. ഇത് തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. രക്തക്കൊഴലിനുള്ളില് കൊഴുപ്പ് അടിഞ്ഞുകൂടുക, സോഡിയം അടിഞ്ഞുകൂടുക, കാൽസ്യം അടിഞ്ഞുകൂടുക, അത് കഴിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുക, അറ്റാക്ക് വരിക, സ്ട്രോക്ക് ഉണ്ടാകുക, അതേപോലെ പുരുഷന്മാരിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇതെല്ലാം അങ്ങനെയാണ്. അതായത് IBSനെ കുറിച്ച് നമുക്ക് അടുത്തൊരു സെഷൻ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയില്ല. ചില ആളുകളിൽ മോഷൻ അയഞ്ഞു പോകും, ചില ആളുകളിൽ മോഷൻ മുറുകിപ്പോകും. ഈ അയഞ്ഞു പോകുന്ന ആളുകളിൽ IBS പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. അതേപോലെ ഒരു ദിവസം തന്നെ 3-4 തവണ പോവുക, ചിലരുടെ 10-15 തവണ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവരിൽ ചില സമയങ്ങളിൽ അത് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആകും, ചില സമയങ്ങളിൽ അത് ഡയറിയ ആയിട്ട് പോകും. ഈ IBS ഉള്ള ആളുകൾക്ക് ശരീരമൊക്കെ മെലിഞ്ഞു വരും, സ്കിന്നിന് പ്രശ്നം ഉണ്ടാകും, അവരുടെ കോൺഫിഡൻസ് കുറയും, ഉറക്കമില്ലാതാകും, വണ്ണം കുറയും, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സിബോ ആണ്, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയും. അതായത് നമ്മുടെ കുടലില് ബാലൻസ് ആണ്. അതായത് ബാക്ടീരിയകൾ, ഗട്ട് ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹെൽത്തി ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയകളും വേണം. അപ്പൊ ഹെൽത്തി ബാക്ടീരിയകൾ ഒരു 85%, ബാഡ് ബാക്ടീരിയ ഒരു 15% ആയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഈ പറയുന്ന 85% നമ്മൾ ഒരു 100% ആയിട്ട് എടുത്താൽ, നമ്മൾ ടോട്ടൽ ബാക്ടീരിയകളെ നമ്മൾ ഒരു 100% ആയിട്ട് എടുത്താൽ, അതിനകത്ത് 95% ബാക്ടീരിയകളും മൈക്രോബയോംസും നിൽക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് വൻകുടലിലാണ്. ഒരു 5% ചെറുകുടലിലാണ് വരേണ്ടത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ആവേണ്ടത്. പക്ഷേ ഈ പറയുന്ന പല നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകാം, ഭക്ഷണ രീതികളാവാം, മരുന്നുകളാകാം, വൈറൽ ഇൻഫെക്ഷൻ ആകാം, പല കാരണങ്ങളാവാം.
അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന വൻകുടലിലുള്ള ബാക്ടീരിയകളൊക്കെ ചെറുകുടലിലേക്ക് കയറി വരുന്നൊരു അവസ്ഥ, അതിനെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓഫീസിൽ സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുകയാണ്. ആ സെക്യൂരിറ്റി ഗാർഡ് അവിടെ ഇരുന്ന് അവൻ നല്ല രീതിയിൽ അവന്റെ പണി ജോലികൾ ചെയ്യുന്നു. പക്ഷേ അവൻ വന്നേച്ച് മാനേജറിന്റെ കസേര കയറി ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? മാനേജറിന്റെ കസേര കയറി ഇരുന്ന് ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്ത് ജോലി ചെയ്യാണ്? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാനേജറിന്റെ കസേര ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ അവസ്ഥ എന്താണ്? ഇത് തന്നെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയകൾ വൻകുടലുണ്ടെങ്കിൽ നല്ലത്, പക്ഷെ ചെറുകുടലിൽ വരുമ്പോഴാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെറുകുടലിലുള്ള ബാക്ടീരിയൽ ഓവർഗ്രോത്തിനെയാണ് നമ്മളത് ക്ലിയർ ആക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത്. നോക്കിയേ, ദ അമേരിക്കൻ ജേർണൽ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയിലാണ് വന്നേക്കുന്ന ഒരു സ്റ്റഡിയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ഇൻ ഇറിറ്റേബിൾ ബവൽ സിൻഡ്രോം. ഇത് ഞാൻ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തത് ഇതാണെന്നേ ഉള്ളൂ. ദ റോൾ ഓഫ് ഗട്ട് മൈക്രോബയോട്ട ഇൻ ഇമ്മ്യൂൺ ഹോമിയോസ്റ്റാസിസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. അതായത് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഭൂരിഭാഗം. ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഏരിയ. കാരണം നമ്മുടെ ക്ലിനിക്കുകളിൽ വളരെ കോമൺ ആയിട്ട് വരുന്നത് അതിന്റെ മരുന്നുകൾ ഇല്ലല്ലോ. അത് പൊതുവെ ഒരു വൈദ്യശാസ്ത്രത്തിലും അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് ഉദാഹരണത്തില് നമ്മളിപ്പോ ഒരു അലർജി പറയാണ്. അതായത് അലർജിക് റിയാക്ഷൻസ് കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു 10 പ്രാവശ്യം തുമ്മാതെ നമ്മുടെ അലർജി കണ്ടീഷൻ ക്ലിയർ ആവില്ല. അതേപോലെ അതിന് നമ്മൾ മരുന്നെടുക്കുന്നു, കുറയുന്നു, മരുന്ന് നിർത്തുന്നു, വീണ്ടും അലർജി ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗ സമയങ്ങളിൽ. അതേപോലെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദ കണ്ടീഷൻ. ഈ ആമവാദത്തിൽ എങ്ങനെയാണ്? നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകൾ തന്നെയാണ്, അതായത് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി തന്നെയാണ് ഈ ബാക്ടീരിയ, അതായത് ക്ലോട്ടെല്ല കോപ്പറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. അതിന്റെ ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് ഇതിനെ കൊല്ലാനായിട്ട് ശരീരം ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആന്റിബോഡീസ് എന്ത് ചെയ്യും? സെയിം ഈ ജോയിന്റ്സിന് ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെയാണ് ജോയിന്റ്സിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. പണ്ട് ആയുർവേദത്തിൽ പറയാറല്ലേ, ആമവാദം എന്ന് പറഞ്ഞാൽ ഈ വയറ് സംബന്ധമായിട്ടാണ്. ആമ എന്ന് പറഞ്ഞാൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്, അവിടുത്തെ ഒരു ഹെൽത്ത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വാദപ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ചും ജോയിന്റ്സിൽ നീർക്കെട്ടുണ്ടാകുന്നത്. ഇത് ജസ്റ്റ് ആയുർവേദത്തിൽ പറഞ്ഞു എന്നതേ ഉള്ളൂ. റിസർച്ചുകൾ ആയപ്പോഴാണല്ലോ പറഞ്ഞത്, ഇത് ഏത് ബാക്ടീരിയ ആണ്, എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം, എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെയാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്, ഈ ആന്റിബോഡീസ് ആണല്ലോ ജോയിന്റ്സ് ഇൻഫ്ലമേഷൻ വരുന്നത്, ഇതെല്ലാം വന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ വിറ്റിലിഗോ, വെള്ളപ്പാണ്ട്, അത് നമുക്കൊരു എന്താ പറയാ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ്. ലൈക്കൻ പ്ലാനസ്, അതേപോലെ SLE, അതേപോലെ നമ്മുടെ കിഡ്നിയുടെ കുറിച്ചുള്ള ഒരു IgA-നെഫ്രോപ്പതി, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ഇതിനൊന്നും മെഡിസിൻ ഇല്ല. നമ്മളെ ചുമ്മാതെ ഇങ്ങനെ ഇമ്മ്യൂണോ സപ്രസൻസും അതേപോലെ തന്നെ SCQയും അങ്ങനത്തെ സപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സിവിയർ ആകാതെ പോകുന്നത്. അല്ലാതെ ഒരു പ്രശ്നവും ഇവിടെ മാറുന്നില്ല. അപ്പോ നമ്മളിപ്പം അലർജി എന്ന് പറയുന്ന ഒരു കണ്ടീഷന് വളരെ കോമൺ ആയതുകൊണ്ട് അതും ഗട്ടുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് ഇതിന്റെ ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ വന്ന ഒരു സ്റ്റഡിയാണ്. റോൾ ഓഫ് ഗട്ട് സ്കിൻ ആക്സിസ് ഇൻ IgE മീഡിയേറ്റഡ് ഫുഡ് അലർജി ആൻഡ് എക്ടോപിക് ഡിസീസസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് അലർജി വരും എന്ന് പറഞ്ഞാൽ തുമ്മല് അല്ലെങ്കിൽ ശ്വാസം മുട്ടല് എന്ന് മാത്രമല്ല, നമ്മുടെ താരൻ ഉണ്ടാകാം, മുടികൊഴിച്ചിൽ ഉണ്ടാകാം, എക്സിമ ഉണ്ടാകാം, സോറിയാസിസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാം. അതായത് സ്കിന്നിലെ ചൊറിച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ അയല കഴിച്ചു എന്റെ ശരീരം ചൊറിഞ്ഞു, ഞാൻ പാല് കുടിച്ചു എന്റെ ശരീരം ചൊറിഞ്ഞു, എനിക്ക് ബീഫ് കഴിച്ചു എന്റെ ശരീരം ചൊറിഞ്ഞു, എനിക്ക് പ്രോൺസ് എനിക്ക് പറ്റത്തില്ല, അത് അലർജിയാണ്. അങ്ങനെ പല അലർജികൾ നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് വെച്ചാൽ, ഈ ഗട്ട് ബാക്ടീരിയകൾ ഈ പറയുന്ന പ്രോട്ടീൻസിനെ ഒന്നും പ്രോപ്പറായിട്ട് മെറ്റബോളൈസ് ചെയ്ത് ക്ലിയർ ആക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഇത് സ്കിന്നിലേക്ക് വരുന്നത്. ഇതിനെയാണ് ഗട്ട് സ്കിൻ ആക്സിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസ് മാറാത്തത്. നമ്മളിങ്ങനെ ഓയിൻമെന്റ് തൂക്കും, ഇടത്തെ കയ്യിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ വലത്തെ കൈക്ക് വരും എന്നുള്ളതല്ലാതെ ആ പ്രശ്നം മാറുന്നില്ല. നമ്മളിപ്പോ നെറ്റിയിൽ പാടുകൾ വരുന്നു, നമ്മൾ ഇവിടെ കടന്ന് ലേസറും ചെയ്ത് നമ്മുടെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ പലതരം കാര്യങ്ങൾ ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്നിട്ട് പറയാണ്, എന്റെ ഫുൾ ഫേസ് ഡാർക്ക് ആയിരുന്നു, ഞാൻ ലേസർ ചെയ്തു, 2 ആഴ്ചത്തേക്ക് എന്റെ ഫുൾ ക്ലിയർ ആയിരുന്നു, അത് കഴിഞ്ഞ് അതിന്റെ ഇരട്ടി എന്റെ ഫുൾ മുഖം പ്രശ്നമായി. അതായത് നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇത് എന്ത് കാരണം കൊണ്ടാണ് ഈ കുടലിലെ പ്രശ്നം എങ്ങനെയാണ് നമ്മൾ പുറത്ത് സ്കിന്നിന് ട്രീറ്റ് ചെയ്താൽ മാറുന്നത്? അതൊന്നും മാറത്തില്ല. അപ്പൊ നമ്മളൊരു ആശ്വാസത്തിന് വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതൊക്കെ ഇത് ജോൺ ഹോപ്കിൻസ്, ഇത് എല്ലാവർക്കും അറിയാം. ജോൺ ഹോപ്കിൻസ് മെഡിസിനിൽ നമ്മുടെ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഒത്തിരി റിസർച്ചുകൾ നടത്തുന്ന ഒരു സ്ഥലമാണ്.
ദ ഗട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേർ ദ ബാക്ടീരിയ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം മീറ്റ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ കുടലാണ്, ഗട്ട്. അതെങ്ങനെയാണ്? വളരെ സിമ്പിൾ. ഇപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ നാട്ടില് കുറച്ച് പോലീസുകാരുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, കുറച്ച് പോലീസുകാരുണ്ട്. ആ നാട്ടിലെ ക്രമസമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ പോലീസുകാർ ആവശ്യമുണ്ട്. ഈ പോലീസുകാരെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയേണ്ടത്. ഓക്കെ, അതായത് ഇമ്മ്യൂൺ സെൽസ്, അതായത് കോശങ്ങളാണ്. ഈ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പല പ്രതിരോധ രീതിയിൽ പുറത്തുനിന്ന് ആൾക്കാരെ വരുമ്പോൾ ആന്റിജൻസ്, വൈറസ്, ബാക്ടീരിയകളൊക്കെ വരുമ്പോൾ ഫൈറ്റ് ചെയ്ത് ക്ലിയർ ആക്കാനായിട്ട് ഉള്ള ഒരാളാണ് ഇമ്മ്യൂൺ സെൽസ് എന്ന് വെച്ചത്. അതേപോലെ തീവ്രവാദികൾ വന്നാലും കള്ളന്മാർ വന്നാലും വഴക്കുണ്ടാക്കുന്ന ആൾക്കാരായാലും ആരെയാണേലും നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് അവരെ ഒന്ന് പ്രതിരോധിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നാടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ. ഇത് ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന പോലീസുകാരെ എങ്ങനെയാണ് ഒരു സുപ്രഭാതി പോലീസ് ആവുമല്ലോ. ഇവര് റിട്ടേൺ എക്സാം എഴുതി ഇവര് പോലീസ് അക്കാഡമിയിൽ വന്ന് അവിടെ പഠിച്ച് അവിടുത്തെ ഫാക്കൽറ്റി ഉണ്ട്, കുറെ ആൾക്കാർ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഗട്ട് ബാക്ടീരിയകൾ. ഈ പറയുന്ന അക്കാഡമി എന്ന് പറയുന്നതാണ് നമ്മുടെ ഗട്ട്. അപ്പൊ നോക്കിക്കേ, ഈ അക്കാഡമിയിൽ വന്ന് ഈ ഫാക്കൽറ്റീസ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഇവര് പുറത്ത് വന്ന് ഓരോ സ്ഥലത്ത് പോസ്റ്റിംഗ് ആയി ഇവരുടെ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ഈ അക്കാഡമിയിലെ ഫാക്കൽറ്റികൾ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവര് പുറത്ത് വന്നേച്ച് ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പം ചിലപ്പോൾ കള്ളന്മാരെ അഴിച്ചുവിടാം, നല്ല ആൾക്കാരെ പിടിച്ച് ലോക്കപ്പിൽ ഇടാൻ പല പ്രശ്നങ്ങളുണ്ടാവും. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, എന്ത് മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ, ഏറ്റവും കൂടുതൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഭൂരിഭാഗം നമുക്കൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഗട്ടിനാണ്. അപ്പം ഈ പറയുന്ന അക്കാഡമി ശരിയില്ല, ആ അക്കാഡമിയിലുള്ള ഫാക്കൽറ്റി ശരിയില്ല, പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരെ ശരിയാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് ഗട്ട് ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെല്ലാം വൃത്തിയുള്ള ആൾക്കാരാണ്, ഭയങ്കര വൃത്തിക്കാരാണ്. ബാംഗ്ലൂരിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അലർജി ഉള്ളത്. നമ്മുടെ നാട്ടിൽ അത്ര അലർജി ഇല്ല. കാരണം എന്താ? അവരെല്ലാം ഫ്ലാറ്റിൽ നിന്ന് ഭയങ്കര വൃത്തിയും ക്ലീനും ഒക്കെ ആയിട്ട് നടന്ന് ആ ഇമ്മ്യൂണിറ്റിക്ക് പണിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മണ്ണിലൊക്കെ കളിക്കണം, വെയിലത്ത് പോകണം, അതേപോലെ മഴയത്ത് കളിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് നിന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്കൊരു എന്താ പറയാ ഇമ്മ്യൂണിറ്റി വരുന്നത്. നമ്മൾ ഇതിന്നല്ല മാറി നിന്ന് ചെറിയ പ്രായത്തിൽ തൊട്ടേ ആന്റിബയോട്ടിക്കുകളും കാര്യങ്ങളും എല്ലാം എടുത്തേച്ച് ഉള്ള ഇമ്മ്യൂണിറ്റിയും പോയി, അതായത് ഗട്ട് ഡാമേജ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അക്കാഡമി ഡാമേജ് ആയല്ലോ, അപ്പൊ ഫാക്കൽറ്റി ഡാമേജ് ആയി. അപ്പൊ പിന്നെ എങ്ങനെയാണ് നല്ലൊരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്? ഇതേപോലെ തന്നെയാണ് എപ്പോഴും നമ്മൾ അറിയേണ്ടത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ വേണം. അപ്പം ചെറുതായിട്ട് മൂക്കൊലിക്കണം, നമുക്ക് ജലദോഷം വരണം, പനി വരണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആവണം. അന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആവുള്ളൂ. അല്ലെങ്കിൽ വൃത്തി എന്ന് പറഞ്ഞ് മൊത്തം പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ വീക്ക് ആകുകയും നമുക്ക് പെട്ടെന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അതായത് നോക്കി വീട്ടിൽ ഒന്നാണ് correlation between early life regulation of the immune system by microbiota and allergy development. അതായത് ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടലിലെ മൈക്രോബയോട്ട, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസ് ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ളത് കൂടി ആവശ്യമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അലർജി പ്രശ്നങ്ങൾ കൂടുകയും അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ വയറുമായിട്ട് ബന്ധമുണ്ട്. അപ്പം വയറിൽ തന്നെ ഡാമേജ് വരും. നമുക്ക് എപ്പോഴും പറയുന്നുണ്ട് വയറ്റിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് കുറച്ച് ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചരിച്ചില്, പുളിച്ചില കെട്ടല്, അല്ലെങ്കിൽ മലബന്ധം, അല്ലെങ്കിൽ അയഞ്ഞു പോവുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ കുടലിലെ പ്രശ്നം എന്ന് മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ ഇപ്പൊ മനസ്സിലായല്ലോ, ഇത് ഞാൻ പകുതി തീർന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ, ഈ പകുതിയിൽ തന്നെ മനസ്സിലായി ശരീരത്തിന്റെ ഭൂരിഭാഗ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് കുടലാണ്. അപ്പം വെറുതെ ഗ്യാസിന് മാത്രം മരുന്നെടുത്തുകൊണ്ടിരുന്ന പ്രശ്നം മാറില്ല. നമ്മളെ കുറെ കാലങ്ങളായിട്ട് ഗ്യാസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആയിട്ടും സ്കിൻ പ്രശ്നങ്ങളായിട്ടും ഡിപ്രഷൻ ആയിട്ടും സൂയിസൈഡൽ ടെൻഡൻസി ആയിട്ടൊക്കെ മാറുന്നതാണ്. അപ്പോൾ എച്ച് പൈലോറി എന്ന് പറയുന്നൊരു ബാക്ടീരിയയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുടലിനകത്ത്, നമ്മുടെ ആമാശയത്തിൽ, വയറിനകത്ത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. അത് അൾസർ ഉണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും, പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത് ക്ലിയർ ആകാനുള്ള കോമ്പിനേഷൻ ഞാൻ അവസാനം പറയാം. അങ്ങനെ അതായത് നമുക്ക് ഓരോ ബാഡ് ബാക്ടീരിയസ് ഓരോന്ന് പറയുന്നത് ക്ലിയർ ആയി പോകണം. അപ്പൊ നമ്മൾ കൂടുതൽ ഉപ്പ് കഴിക്കുമ്പോൾ ഇത് വളരും, കൂടുതൽ മധുര സാധനങ്ങൾ കഴിക്കുമ്പോൾ ഇത് വളരും. അപ്പൊ എന്തായി, ഒരിക്കലും നമ്മൾ ഇത് ശരിയാക്കുന്നില്ല. നമ്മൾ ചുമ്മാ ഗ്യാസ് ഗുളിക കഴിച്ച് നടക്കും എന്നുള്ളതല്ലാതെ ശരിയാക്കുന്നില്ല.
അതേപോലെ ഇപ്പോഴും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ, ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാത്തതുകൊണ്ടാ എന്നെ മലം മുറുകുന്നത്, കോൺസ്റ്റിപ്പേഷൻ ആകുന്നത്, ഞാൻ എന്താ പറയാ എന്റെ ഫുഡ് ഇതിനകത്ത് ഞാൻ കൂടുതൽ ഇത് കഴിക്കുന്നു അത് കഴിക്കുന്നു അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു ബാക്ടീരിയലാണ്. ഇതിനെയാണ് മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. കുടലിനകത്ത് മെത്തനോജനിക് ബാക്ടീരിയകൾ കൂടുന്നതനുസരിച്ച് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, അതിന്റെ എന്താ വൺ ആൻഡ് ഓൺലി സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗട്ട് ക്ലിയർ ആക്കുക. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് എല്ലായിടത്തും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റിസൾട്ട് വരാൻ കാരണം. ഈ സീക്രട്ട് ആണ് നമ്മൾ ഈ പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് എല്ലാത്തിനും ചികിത്സിക്കുക. എങ്ങനെ ഈ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമായിരുന്നു. ഓക്കെ, മീഥേൻ ഇത് എവിടെ വന്നത്, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് ലിവർ ഫിസിയോളജിയിൽ, അതായത് അമേരിക്കൻ ജേർണൽ ഓഫ് ഫിസിയോളജിയിൽ വന്നൊരു സ്റ്റഡിയാണ്. മീഥേൻ, ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻറ്ററിക് ബാക്ടീരിയ, സ്ലോസ് intestinal transit and augments small intestinal contractile activity. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സമയം നമുക്ക് പരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് 240 ആയി. ഇതിൽ ഗട്ട് ആൻഡ് ലിവർ ആക്സിസ് എന്ന് പറയുന്നത് ലിവറിന്റെ ഫാറ്റ് ലിവർ, അതേപോലെ തന്നെ നമ്മളിപ്പം മദ്യമോ കാര്യങ്ങളോ കുടിക്കുന്ന അനുസരിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, തലച്ചോറിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഹെവിനെസ് വരുന്നത്, ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു. നമ്മുടെ IgA നെഫ്രോപ്പതി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഉണ്ട്, ക്രോണിക് കിഡ്നി ഡിസീസ് കണ്ടീഷൻ ഉണ്ട്, ക്രിയാറ്റിൻ ലെവൽ കൂടുക, യൂറിയ കൂടുക, യൂറിക് ആസിഡ് കൂടുക. യൂറിക് ആസിഡ് എന്തോ ഒരു മരുന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട്. യൂറിക് ആസിഡ് മരുന്ന് എടുക്കുമ്പോൾ കുറയും, നിർത്തുമ്പോൾ വീണ്ടും ഉണ്ടാവും. കാരണം ഇത് ഗട്ടുമായിട്ട് നല്ല കണക്റ്റഡ് ആണ്. നമ്മളിവിടെ ജോൺ മരീസിൽ എന്താ ചെയ്യുന്നത് അറിയോ, യൂറിക് ആസിഡ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കും, വെയിറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കും, ഗട്ട് മൈക്രോബ്സ് കുടലിലുള്ള കണ്ടീഷൻ ക്ലിയർ ആക്കും. ഇത്ര ആക്കുമ്പോൾ തന്നെ യൂറിക് ആസിഡ് കൺട്രോൾ വരും. ഇതിന് പകരം ബീഫ് കഴിക്കുന്നില്ല, പോർക്ക് കഴിക്കുന്നില്ല, മട്ടൻ കഴിക്കുന്നില്ല, പയറുപരിപ്പ് കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, എന്നിട്ട് യൂറിക് ആസിഡിന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കിയാൽ എന്തോ. അങ്ങനെയാണെങ്കിൽ ബീഫ് കഴിച്ചിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നതെങ്കിൽ ഈ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നിട്ട് എത്ര കൊല്ലങ്ങളുണ്ട്, 10-20 കൊല്ലമായിട്ട് നമ്മൾ ബീഫ് കഴിച്ചേച്ച് 21ാമത്തെ കൊല്ലം നമുക്ക് പറയുകയാണ് അയ്യോ യൂറിക് ആസിഡ് ബീഫ് കഴിച്ചിട്ടാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നേ? അതല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അത്രയും കാലം കുഴപ്പമില്ലാത്ത ഇപ്പൊ കുഴപ്പം വന്നേ? അതാണ് നമ്മൾ അറിയേണ്ടത്. ഇതൊരു ഫ്രോണ്ടിയറിൽ വന്ന സ്റ്റഡിയാണ്, ഗട്ട് കിഡ്നി ആക്സിസ്. അത് ഞാനത് ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ടോക്സിൻസിൽ വന്നതാണ്. ദ ഇമ്പാക്ട് ഓഫ് CKD ആൻഡ് യൂറോമിക് ടോക്സിൻസ് ആൻഡ് ഗട്ട് മൈക്രോബയോട്ട. ഇതൊക്കെ ഞാൻ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന കുടലിൽ സംഭവിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അത് മെക്കാനിസമാണ്. ഞാനിത് കൂടുതൽ അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്തില്ല. പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. എത്ര ആളുകളാണ് നമ്മൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്, എപ്പോ നോക്കിയാലും യൂറിനറി ഇൻഫെക്ഷൻ ആണ്. പോകുന്നു, യൂറിൻ കൾച്ചർ ചെയ്യുന്നു, നമ്മുടെ ബാക്ടീരിയ കണ്ടുപിടിക്കുന്നു, ആന്റിബയോട്ടിക് എടുക്കുന്നു, ഇത് എടുക്കുന്നു, കുറയുന്നു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ പരിപാടി. അതായത് ഈ മലദ്വാരത്തു നിന്ന് ഇത് യൂറിനറി ട്രാക്റ്റിലേക്ക് കീറുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പലതരം ബാക്ടീരിയസ് കീറുന്നതാണ്. അപ്പൊ നമ്മൾ എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? യൂറിനറി ട്രാക്റ്റിൽ വന്നേക്കുന്ന ഇൻഫെക്ഷനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, ഗട്ടിലുള്ള ബാക്ടീരിയകളെയാണ് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കേണ്ടത്. തൈറോയ്ഡ് ആൻഡ് ഗട്ട് കണക്ഷൻ, അതായത് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്ലൂട്ടൻ ആൻഡ് തൈറോയ്ഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, ഓൾ അബൌട്ട് തൈറോയ്ഡ് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്. ഇതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എങ്ങനെയാണ് വയറിന്റെ പ്രശ്നം കുറച്ച് കഴിയുമ്പോൾ തൈറോയ്ഡ് പ്രശ്നമായിട്ട് മാറുന്നത്. ലീക്കി ഗട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻറ്റസ്റ്റിന്റെ ഇന്നർ ലെയർ ലീക്ക് ആവുന്നതിന്റെ ഭാഗമായിട്ട്. അതേപോലെ ഗ്ലൂട്ടൻ, അതായത് കുടലിന്റെ ഡാമേജ് വന്നതിന് ശേഷം ഈ ഗ്ലൂട്ടൻ ഒന്നും പറ്റത്തില്ല, അത് വീണ്ടും സപ്ലൈ ചെയ്യുമ്പോഴത്തേന് കുടലിൽ ഡാമേജ് ആകും. ഈ സെയിം ഡാമേജ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിലെ ആന്റിബോഡി എന്താ പറയുക ആക്ടിവേറ്റ് ആവും, അത് കുടലിനെ ഡാമേജ് ചെയ്യും. ആ സെയിം റിസപ്റ്റർ തൈറോയിഡിനുണ്ട്, അവിടെയും ഡാമേജ്. അതേപോലെ തന്നെ കുടലിലെ നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ ന്യൂട്രീഷൻ ഒന്നും അബ്സോർപ്ഷൻ നടക്കില്ല. സിങ്ക്, സെലേനിയം, അയൺ, അയഡിൻ ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ നമ്മളെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഡെഫിഷ്യൻസി വരും എന്ന് പറഞ്ഞാൽ കുടലിലുള്ള ബാക്ടീരിയകൾ കറക്റ്റ് അല്ല. ഇതൊരു സ്റ്റഡിയാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. ജേർണൽ ഓഫ് മോളിക്കുലർ എൻഡോക്രൈനോളജിയിൽ ഇത് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഗട്ട് മൈക്രോബയോം ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ഓട്ടോ ഇമ്മ്യൂണിനെ കുറിച്ച് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗട്ട് മൈക്രോബ്സ് ഡ്രൈവ്സ് ഓട്ടോ ഇമ്മ്യൂണിറ്റി, ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ വന്നതാണ്. അതായത് ഓട്ടോ ഇമ്മ്യൂണിന്റെ ഭൂരിഭാഗ കാരണങ്ങളിൽ ഉള്ളത് ഗട്ട് മൈക്രോബാണ്, കുടലിലെ കണ്ടീഷനാണ്. അതേപോലെ ഹൈജൻ ഹൈപ്പോത്തിസിൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂണിന്റെ ഭൂരിഭാഗ സംഭവങ്ങളും നമ്മുടെയാണ്. ഇത് സോറിയാസിസ്, എത്ര ആളുകൾക്ക് സ്കിന്നിന് സോറിയാസിസുമായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ട്. അതായത് കുടലിലെ ഫംഗസ് ആണ്. അതായത് താരന് നമ്മുടെ തലയൊട്ടിന്ന് പൊളിഞ്ഞു വരുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് കണ്ടീഷൻ, മുടി കൊഴിച്ചില്, എക്സിമ കണ്ടീഷൻ, സോറിയാസിസ് കണ്ടീഷൻ, ഇതെല്ലാം സ്കിൻ റിലേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നതിനകത്ത് ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ അമിതമായിട്ടുള്ള വിരശല്യമായിട്ട് ബന്ധപ്പെട്ട് വരും. ഫംഗസ് ഗ്രോത്ത് വരും, ബാക്ടീരിയൽ ഗ്രോത്ത് വരും, ഈസ്റ്റ് ഗ്രോത്ത് വരും. ഇതെല്ലാം ഗ്രോത്തിന്റെ അനുസരിച്ചാണ് സ്കിന്നിൽ വരുന്നത്.
നമ്മൾ ഈ കുടൽ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ഈ സ്കിൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന എവിടെ മാറാനായി പ്രശ്നം? അതുകൊണ്ട് ഇതൊക്കെ ഞാനത് ജസ്റ്റ് നമ്മുടെ സാധാരണ ആളുകൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും ഡോക്ടർമാർക്ക് പറയേണ്ട ഒരു ക്ലാസ് ആണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ, ഇനി ഞാൻ ഇന്നത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്നുള്ളത് നമുക്ക് തോന്നും. അതേപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാദപ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന പ്രൊവിറ്റല്ല കോപ്രിയെ എന്ന് പറയുന്ന ബാക്ടീരിയയെ ഡാമേജ് ചെയ്യാനായിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആന്റിബോഡീസ് ജോയിന്റ്സിൽ വന്നിട്ട് ഡാമേജ് ഉണ്ടാക്കി അത് ജോയിന്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് അത് ആമവാദമായിട്ട് മാറുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഓൾറെഡി ഇതിനകത്തുള്ള കാര്യങ്ങളുള്ളതാണ്. ഈ പല്ലിന്റെ ഇൻഫെക്ഷൻ ഒക്കെ എങ്ങനെയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ സ്റ്റഡിയാണ്. നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ ഇതിന്റെ ലൈവില് നമുക്ക് പിന്നെ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ കാണാം. അന്നേരം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റഡി എല്ലാം നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പ്രൊവിറ്റല്ല കോപ്രി എന്ന് പറയുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ട് ബന്ധമുണ്ടെന്നുള്ളത് ജേർണൽ ഓഫ് ക്ലിനിക്കൽ മെഡിസിനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ എൻസൈക്ലോപീഡിയയിൽ പറയുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആൻഡ് പ്രൊവിറ്റല്ല കോപ്രി, ഈ ബാക്ടീരിയ തന്നെയാണ് കൂടുതലും ഇതുണ്ടാകുന്നത്. അതേപോലെ ആങ്കലോസിസ് സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം ഇട്ടതേ ഉള്ളൂ. ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കോളൈറ്റിസ് ആൻഡ് ബാക്ടീരിയൽ അറ്റാക്ക് ദ ഇൻറ്റെസ്റ്റിൻ വാൾ, അതായത് കുടലിലെ ഉള്ളിലുള്ള ഡാമേജ് ക്ലിയർ ആകാനായിട്ടാണ് നമുക്ക് അതിന്റെ ഡാമേജിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ക്രോൺസ്, അൾസറേറ്റീവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ, അതായത് നാഷണൽ സെന്റർ ഓഫ് ബയോടെക്നോളജി ഇൻഫർമേഷനിൽ വന്നേക്കുന്നതാണ്. അത് 1999 ഇപ്പോഴല്ല. അതേപോലെ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഇസ് എ കോസ് ഓഫ് ക്രോൺസ് ഡിസീസ്, അതായത് കുടലിലെ ഡാമേജ് ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന പാരാട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന മൈക്രോബാക്ടീരിയം പാരാട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ കാരണമാണെന്നുള്ളത് HHS പബ്ലിക് ആക്സസിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ ബാക്ടീരിയൽ ടോക്സിൻ ലിങ്ക് ടു ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, ഇതെല്ലാം കുടലിലേക്കുള്ളതാണ്. ഇതാണ് ലീക്കി ഗട്ട്. ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സമയത്തിന് പരിമിതി കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു 2 മിനിറ്റ് ഉള്ളത് കൊണ്ട് ഞാനത് ഇത് ചെയ്യുകയാണ്. അതായത് കുടലിലെ വണ്ണം കൂടിയ എലിയുടെ കുടലിൽ നിന്ന് ബാക്ടീരിയ എടുത്ത് വണ്ണം കുറഞ്ഞ എലിയിലേക്ക് ഇട്ടപ്പോൾ ആ വണ്ണം കുറഞ്ഞ എലിയും വല്ലാതെ വണ്ണം വെക്കാൻ തുടങ്ങി എന്നുള്ളൊരു സ്റ്റഡിയാണിത്. അപ്പം ആന്റിബയോട്ടിക്സ്, ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ടത്. നമ്മൾ തൊട്ടനും പിടിച്ചതിന് എല്ലാ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ ഈ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകൾ മൊത്തം ഈ ഡാമേജ് ആകുന്നത് ഈ ഒരു കണ്ടീഷനിലാണ്. അതുകൊണ്ട് ഈ പറയുന്ന വെറുതെ ഒരു ജലദോഷം വന്നു, വെറുതെ ഒരു പനി വന്നു എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ആന്റിബയോട്ടിക് എടുത്താൽ ഈ ഉള്ള കുടലിന്റെ ഹെൽത്തോടെ പോയി കിട്ടും. യൂറോപ്യൻ റെസ്പിറേറ്ററി ജേർണലിൽ ഒന്നാണ് ഏർലി ലൈഫ് ആന്റിബയോട്ടിക്സ് യൂസ് ആൻഡ് റിസ്ക് ഓഫ് ആസ്മ ആൻഡ് എക്സിമ, അതായത് സ്കിൻ ഡിസീസ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ ഏർലി ലൈഫ് എക്സ്പോഷർ ടു ആന്റിബയോട്ടിക്സ് റിസ്ക് ഓഫ് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് ഇൻ സ്വീഡൻ, അതൊരു സ്റ്റഡിയാണ്. കണ്ടോ? പ്രീനാറ്റൽ ആന്റിബയോട്ടിക്, അതായത് പ്രഗ്നൻസി സമയത്തുള്ള ഇത് എന്താ സംഭവിക്കുന്നത്, അലർജീസ് ഉണ്ടാക്കുന്നു ചെറിയ കുട്ടികളിൽ. ഇങ്ങനെ ആന്റിബയോട്ടിക് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരെ പോയിട്ട് ഒരു തവണ എടുക്കുന്ന പോലല്ല, പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വീണ്ടും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രശ്നമാണ്. അതേപോലെ സിസേറിയൻ സെക്ഷൻ, നമ്മൾ നോർമൽ ബർത്തിൽ നമ്മളെ വെജൈനൽ കനാലിലൂടെ ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണ്. പക്ഷെ സിസേറിയനിലൂടെ നമ്മളത് വരാത്തത് കൊണ്ട് അതിനിപ്പം വെജനൽ സീഡ്ലിംഗ് എന്നൊക്കെ പറഞ്ഞേച്ച് വെജനൽ ഇതിലെ ഫ്ലൂയിഡ് എടുത്തേച്ച് ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന ഒരു മെത്തഡൊക്കെ ഉണ്ട്. എന്നാലും നോർമൽ ഡെലിവറി തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. എഫക്ട് ഓഫ് ബ്രസ്റ്റ് ആൻഡ് ഫോർമൽ ഫീഡിങ്, അതായത് ശരിക്കും പറഞ്ഞ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ 90% ഉള്ളത് ഫാറ്റ് ആണ്. അതേപോലെ പ്രീബയോട്ടിക്സ് ആണ്, അതായത് നല്ല ബാക്ടീരിയകൾക്കുള്ള ഫുഡാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന കുട്ടികൾ കൊടുക്കുന്ന ഫോർമുല ഇതുണ്ടല്ലോ, ഇതിന് ബ്രസ്റ്റ് ഫുഡുകൾ, ബേബി ഫുഡുകൾ, അത് 90% ഗ്ലൂക്കോസ് ആണ്. അത് ബോഡി ചെന്നിട്ട് ഫാറ്റായി കൺവേർട്ട് ആയിട്ടാണ് കുട്ടികളൊക്കെ വണ്ണം വെക്കുന്നത്, വല്ലാതെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇതിനെന്താ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഇതിന്റെ സൊല്യൂഷനിൽ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഉണ്ട്, ഹെർബ്സ് ഉണ്ട്, ഡയറ്റ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ജോൺ മരീൻസിലുള്ള മെയിൻ പ്രോട്ടോകോൾ. ഇതിനകത്ത് പ്രോബയോട്ടിക്സിനെ കുറിച്ച് അടുത്ത സെഷനിൽ ഡോക്ടർ ഫെബിൻ പറയും എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതേപോലെ ഇതിനെക്കുറിച്ച് നമുക്ക് ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാം. ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, ഇതാണ് നമ്മൾ ഭൂരിഭാഗം കണ്ടീഷനിൽ നമ്മൾ ഗ്രെയിൻസിനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ, നമ്മുടെ ഗട്ട് ഹെൽത്ത് ഫുള്ളായിട്ട് പ്രോപ്പറായി അത് നല്ല രീതിയിൽ ഫംഗ്ഷനിങ് ആകും. നമ്മൾ ഗ്ലൂക്കോസ് കണ്ടന്റ് മധുരവും ഗ്ലൂട്ടനും ബേക്കറിയും ഒക്കെ സപ്ലൈ ചെയ്താൽ ഈ ബാഡ് ബാക്ടീരിയകൾക്കുള്ള മെയിൻ ഫുഡ് അതായത് കൊണ്ട് അത് വീണ്ടും അത് വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം മാറില്ല. ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ളൊരു നമ്മുടെ ഒരു ഫുഡാണ്. ഇതിനകത്ത് നോക്കി ഭൂരിഭാഗവും ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രോട്ടീനിന് കുറവാണ്, ഫാറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡയറ്റ് നമുക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്.
നമുക്കിപ്പോൾ എന്തായാലും ഹ്യൂമൻ സെൽസിന് വേണ്ടുന്ന ഫുഡ് നമ്മൾ ഓൾറെഡി അറിയാം, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ ഈ ഗട്ട് മൈക്രോബയോട്ട, അതായത് ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. നമ്മൾ അറിയേണ്ടത് എന്തുവാ? നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളെ രോഗമില്ലാതാക്കുന്നത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസിനെ നല്ല രീതിയിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കുന്നത്, നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിനെ ഗ്ലോ തരുന്നത്, നമ്മുടെ ആന്റി ഏജിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഗട്ട് മൈക്രോബ്സ് ആണ്. ഇതിന്റെ ഫുഡാണ് ഇത് ഫെനുഗ്രീക്ക്, നമ്മുടെ ഉലുവ, ഈ വഴുവഴുപ്പുള്ള എല്ലാ വെജിറ്റബിൾസും നല്ലതാണ്. നമ്മുടെ വെണ്ടയ്ക്ക, അതേപോലെ തന്നെ നമ്മുടെ വാഴച്ചുണ്ട്, എന്റെ ഫേവറേറ്റ് ആണ് വാഴച്ചുണ്ട്, വാഴക്കൂമ്പ് എന്ന് പറയും. അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, ഈ കസ്കസ് നമ്മുടെ ജ്യൂസിലൊക്കെ ഇട്ട് കഴിക്കുന്നത്. ഈ പറയുന്ന കർണാടക ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഈ ബസാള എന്നൊക്കെ പറയും, സ്പിനാച്ച്, അതാണ്. പിന്നെ ഏറ്റവും നല്ല ഒരെണ്ണമാണ് നമ്മുടെ ഈ പറയുന്ന അതിനെന്ന് പറഞ്ഞ ഫാഷൻ ഫ്രൂട്ട്. ഫാഷൻ ഫ്രൂട്ടിന്റെ അകത്തുള്ള വഴുവഴുപ്പുണ്ടല്ലോ, ജ്യൂസ് നല്ലതാണ്. അതേപോലെ അതിന്റെ തൊലി ഉണ്ടല്ലോ, അത് ഉണക്കി പൊടിച്ച് അത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല പ്രീബയോട്ടിക് ആണ്. പേരയ്ക്ക നല്ലതാണ്. ഇതൊക്കെ നല്ല നല്ല ഇതാണ്. അതായത് നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ ബെറ്റർ ഹാഫ് അവർക്കും ഉള്ള ഫുഡ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ആവശ്യത്തിന് മാത്രം ജീവിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ആശുപത്രി ജീവിക്കേണ്ടി വരും. അപ്പൊ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനിയുള്ള ഒത്തിരിയേറെ സെഷനുകൾ വരുന്നുണ്ട്, എല്ലാവർക്കും ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനുള്ള ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ യൂട്യൂബിൽ തരുന്നതായിരിക്കും. താങ്ക് യു ഡോക്ടർ ഫോർ ദ വണ്ടർഫുൾ സെഷൻ. നമുക്ക് ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേയേറെ പേഴ്സണൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഇതൊരു കോമൺ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇതിൽ നിന്നും കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, പ്രോബയോട്ടിക്സിനെ പറ്റിയും പ്രീബയോട്ടിക്സിനെ കുറിച്ചും പറഞ്ഞു. ഈ പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നമ്മളൊരു വിത്ത് പോലാണ്. നമ്മളിപ്പം വിത്ത് നമ്മളൊരു മണ്ണിൽ നടുകയാണ്. ഈ മണ്ണെന്ന് പറയുന്നത് പ്രീബയോട്ടിക് ആണ്. അതിനകത്ത് വളം വരുന്നുണ്ട്. അതായത് ഈ വിത്തിനെ പ്രോപ്പറായിട്ട് വളരാൻ ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് പ്രീബയോട്ടിക്. അതിന് വേണ്ടുന്ന ഒരു വളം ഇടുന്നെന്ന് പറയുന്നത് അതും പ്രീബയോട്ടിക് ആണ്. അതായത് ഒരു വിത്ത് നല്ല രീതിയിൽ ആകണമെന്നുണ്ടെങ്കിൽ മണ്ണ് വേണം, അതിന് വളം വേണം. ഈ മണ്ണും വളവുമാണ് പ്രീബയോട്ടിക്. വിത്ത് എന്ന് പറയുന്നതാണ് പ്രോബയോട്ടിക്. അതാണ് നല്ല ഹെൽത്തി ബാക്ടീരിയസ് ആണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. പ്രീബയോട്ടിക് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. അതായത് അതിനെയാണ് നമ്മൾ സോളിബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോളിബിൾ ഫൈബേഴ്സ് ആണ് നമ്മൾ ഇവിടെ മെയിൻ ട്രീറ്റ്മെന്റ് ആയിട്ട് പല കാര്യങ്ങൾക്കും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വയർ ട്രീറ്റ് ചെയ്യുമ്പം തലവേദന മാറുന്നത്, വയർ ട്രീറ്റ് ചെയ്യുമ്പം ഉറക്കം കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. അതുപോലെ ഡോക്ടറെ, നമ്മൾ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നത് പാല് നല്ലതാണ് എന്നാണ്. അപ്പം ഈ പാലും ഗട്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മിൽക്ക് കഴിക്കുന്നത് ഗട്ടിന് നല്ലതാണോ? അതായത് എല്ലാവർക്കും എന്നുള്ളതല്ല, എന്നാലും ഭൂരിഭാഗം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ഗട്ടിനെ ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഗട്ടിനെ ഡാമേജ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന ലാക്ടോസ് അല്ലെന്നുണ്ടെങ്കിൽ പാലിലുള്ള പലതരം കേസിന് അങ്ങനത്തെ പ്രോട്ടീൻസ് ഒക്കെ കുടലിലെ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഗ്രോത്ത് ഹോർമോൺ ആയിട്ട് വരുന്ന, അതായത് ഒരു പശു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഒരു പാലല്ലല്ലോ ഇത്. നമ്മൾ ഒത്തിരി ആളുകൾക്ക് വേണ്ടി എടുക്കുന്ന പാലിനകത്ത് കൂടുതലും ഗ്രോത്ത് ഹോർമോൺസ് പലതരം കാര്യങ്ങളുമാണ് ഉള്ളത്. ഇത് നമ്മുടെ കുടലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അതവിടെ ഇംബാലൻസ് ആവും, അവിടെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ആവും. അതുകൊണ്ടാണ് ഏറ്റവും നമ്മളെ ജോൺ മെറീസിലുള്ള എല്ലാ ക്ലിനിക്കുകളും എല്ലാ ഡോക്ടേഴ്സിനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം, അവർക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ അതൊന്നും നോക്കണ്ട, പാല് കട്ട്. കാരണം അത് അത്രയും ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചൊറിച്ചിലും മാറും, ഗ്യാസിന്റെ പ്രശ്നം കുറയും, പലതരം പ്രശ്നങ്ങൾ മാറും. അതല്ലാതെ കംപ്ലീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ പാലിന് ഒരിക്കലും നമ്മൾ പറയരുത്. അത് ചിലർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. ഓക്കെ ഡോക്ടർ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബയോട്ടിക്സ് കഴിച്ചാൽ ബ്ലോട്ടിംഗ്, ആസിഡിറ്റി എന്നിവയ്ക്ക് കുറവുണ്ടാകുമോ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ ഈ ചുമ്മാതെ ആന്റാസിഡ് കഴിച്ച് ഇപ്പൊ എല്ലാ ഭൂരിഭാഗം ആൾക്കാർക്ക് ഗ്യാസ് വരും എന്ന് പറഞ്ഞ ഉടനെ ഒരു ഗുളി കഴിക്കുക, അല്ലെങ്കിൽ സിറപ്പ് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ആണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ജെല്ലിസിലെ കാര്യങ്ങളോ അതൊക്കെ ഒരു ടെമ്പററി റിലീഫാണ്. കാരണം റൂട്ട് കോസ് തൊടുന്നേ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഗ്യാസ് പ്രശ്നങ്ങളുടെ ഈ പറയുന്ന ആന്റാസിഡ്സ് സിറപ്പുകൾ അതെല്ലാം മാറ്റി വെച്ചേച്ച് വെറും ഈ പറയുന്ന സ്പോർ ബേസ്ഡ് ഓർഗാനിസം, അതായത് അത് ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയകളുണ്ട്, പലതരം ബാക്ടീരിയകൾ. നമ്മൾ ഓരോന്നിനും ഓരോ ടൈപ്പ് ബാക്ടീരിയകളാണ് ആവശ്യം, പ്രീബയോട്ടിക് ആണ് ആവശ്യം. ഈ രണ്ട് കോമ്പിനേഷൻ ഇടുമ്പോഴത്തേനും ഗ്യാസിന്റെ പ്രശ്നം കുറയും. വെറുതെ ഗ്യാസിന്റെ ഗുളിക കഴിച്ച് സമയം കളയേണ്ട ആവശ്യം. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കുറച്ച് നാൾ എടുക്കേണ്ടത് ഗ്യാസിന്റെ ഗുളികയൊക്കെ. നമ്മൾ ഈ കാലങ്ങളായിട്ട് എടുക്കുന്നവരാണ്, അതൊക്കെ ഡാമേജ് കൂട്ടുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, ഇത് ടോപ്പിക്കിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട്. ചോദിച്ചിരിക്കുന്നത്, ഈ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട്, ഇതെങ്ങനെ സാധിക്കും? ഡോക്ടർ എവിടെയാണ് ഈ കാര്യങ്ങൾ പഠിച്ചത്? അത് ശരിയാ, അത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത്, ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലർക്കും പുതിയൊരു അറിവാണ്. കാരണം ഓൾറെഡി ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ അവർ പറയും ഞങ്ങൾ ഇതുവരെ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയും.
അതായത് ഇത് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്, ഞാൻ US-ലായിരുന്നു, അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫങ്ഷണൽ മെഡിസിൻ, ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്നുള്ള ഈ രണ്ട് മെഡിക്കൽ സിസ്റ്റമിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് നാച്ചുറോപ്പതിയിലുള്ള ഒരു സ്പെഷ്യലൈസേഷൻ എന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ ഡോക്ടേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതൊരു കോഴ്സ് പോലെ ആക്കി പഠിപ്പിക്കുന്ന പറയുന്നത് ഇന്റഗ്രേറ്റീവ് ഫങ്ഷണൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അതായത് ഇതിനകത്താണ് നമ്മൾ കൂടുതലായിട്ട് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എങ്ങനെയാണ്, സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അതേപോലെ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് റൂട്ട് കോസ് കണ്ടുപിടിക്കുക, പലതരം ഇൻവെസ്റ്റിഗേഷൻസ്, സ്റ്റൂൾ മാപ്പിംഗ്, ജീൻ ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, ഇതെല്ലാം ചെയ്തേച്ച് അത് കണ്ടുപിടിക്കുക. ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പലതരം മെഡിക്കൽ സിസ്റ്റമിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെ പല ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ PhD ഭാഗമായിട്ട് എന്റെ സ്റ്റഡീസിൽ ഭൂരിഭാഗം വരുന്ന കാര്യങ്ങൾ ഇതായതുകൊണ്ടാണ്. കാരണം ഇത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അത്ര പോപ്പുലർ അല്ല, ഇത് പുറത്തുള്ള ഒരു കാര്യമാണ്. അത് പണ്ട് പറഞ്ഞേക്കുന്ന കാര്യമാണ്, പക്ഷെ ഇതിനെ ഒരു സയന്റിഫിക് ആയിട്ട് ഇപ്പോഴാണ് ഇത് വരുന്നത്. ഇതിനെയാണ് പറയുന്നത് ഇന്റഗ്രേറ്റീവ് ഫങ്ഷണൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനകത്ത് കൂടുതൽ സ്റ്റഡീസ് ഉണ്ട്, ആവശ്യമുള്ളവർ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് അന്നേരം നോക്കാം. ഓക്കെ ഓക്കെ, സമയപരിമിതി കൊണ്ട് ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഡോക്ടർ പറഞ്ഞല്ലോ മലബന്ധം ഉണ്ടാകാൻ കാരണം ഗട്ടിലെ ബാക്ടീരിയകൾ കൊണ്ടാണ്, ബാക്ടീരിയകൾ കുറവുള്ളത് കൊണ്ടാണെന്ന്. അപ്പോ പ്രോബയോട്ടിക്സ് എടുത്താൽ ഈ പ്രശ്നം പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ? ബാക്ടീരിയകൾ കുറവ് എന്നുള്ളതല്ല നമ്മുടെ മെയിൻ ആയിട്ട് വേണ്ടത്. ഈ ബാക്ടീരിയകൾ എന്ന് പറയുന്നത് എല്ലാ ബാക്ടീരിയകളും അല്ല പ്രശ്നം. ഈ മെത്തനോജോണിക് ബാക്ടീരിയയുടെ അളവ് കൂടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് നമ്മൾ ഒരിക്കലും അതിനെ കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മൾ നല്ല ബാക്ടീരിയകളെ കൂട്ടുക. അവിടെ അതായത് വൻകുടലിലുള്ള ബാക്ടീരിയകളൊന്നും ചെറുകുടലിൽ വന്നിരിക്കാൻ പാടില്ല. pH ലെവൽ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴെന്നാ നല്ല ബാക്ടീരിയകളെ കൂട്ടുമ്പോഴാണ് ചീത്ത ബാക്ടീരിയകളുടെ അളവ് കുറഞ്ഞു വരുന്നത്. അതാ ഞാൻ ഓൾറെഡി പറഞ്ഞു, 85 ഒരു 15 എന്ന രീതിയിൽ ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ചീത്ത ബാക്ടീരിയയും വേണം, നല്ല ബാക്ടീരിയയും വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാവും, എത്ര അളവിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, എത്ര ദിവസത്തിൽ ഇതാകുന്നത്, ഇതിന്റെ ഭാഗമായിട്ട് ബ്ലോട്ടിംഗ് ഉണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ, എല്ലാം നോക്കുമ്പോഴാണ് നമുക്ക് അറിയാവുന്നത് ഓക്കെ നമ്മൾ ഈ രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടേ എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ. അതുകൊണ്ടാണ് പ്രോബയോട്ടിക് എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരും. കോൺസ്റ്റിപ്പേഷൻ കണ്ടീഷന് വേറെ പ്രോബയോട്ടിക് ആണ് കൊടുക്കുന്നത്, ഡയറിയ കണ്ടീഷന് വേറെ പ്രോബയോട്ടിക് കൊടുക്കുന്നത്. അല്ലാതെ ചുമ്മാതെ ഈ ഒരു എന്താ പറയാ നമ്മുടെ ഓൺലൈനിൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു പ്രോബയോട്ടിക് കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓട്ടിസം കണ്ടീഷനിൽ വേറെയാണ്, ഹൈപ്പർ ആക്റ്റീവ് കണ്ടീഷനിൽ വേറെയാണ്, ഓരോ കണ്ടീഷനിലും ഓരോ ടൈപ്പാണ്. അതേപോലെ നമ്മുടെ ഓരോ ഹെൽത്ത് കണ്ടീഷന്റെയും ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തെങ്കിൽ 100% നല്ല ചേഞ്ചസ് വരും. Okay, doctor. Thank you so much for the very informative and enlightening session. ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഡോക്ടർ ഒത്തിരിയേറെ നല്ല ഇൻഫർമേഷൻസ് ഞങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഇനി നമ്മുടെ സ്പീക്കേഴ്സ് വെയിറ്റിംഗ് ആണ്. അപ്പൊ താങ്ക് യു ഡോക്ടർ. Thank you very much. So coming to our next session, we have with us Doctor of Naturopathic Medicine and Functional Medicine Practitioner. He is the clinical advisor of Purify Nutrition and Atmandan Naturals, scientific advisor of Alpha Natural. He is the visiting consultant of Dr. Shah Clinic, Baroda and Nisarga Hospital. May I call upon Dr. Vishnu Sadish to proceed with our session. Hi. Thank you for that wonderful introduction, Dr. Marine. Yeah, thank you. Doctor. In the screen visible, ano? Yes, doctor. Okay, thank you. So, first of all, I thank John Marine Institution and special thanks to Dr. Manoj Johnson. ഇങ്ങനെ ഈ ഒരു ഗട്ട് അവയർനെസ്സിനെ കുറിച്ച് കേരളത്തിൽ ഫസ്റ്റ് ടൈം ഒരു കോൺഫറൻസ് നടത്തുന്നതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ജോൺ മരിയൻ ആൻഡ് ഡോക്ടർ മനോജ് ജോൺസൺ. So let me come to my topic. Okay, so 2500 വർഷം മുമ്പ് തന്നെ ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് കോട്ടാണ്, ഓൾ ദ ഡിസീസ് ബിഗിൻസ് ഫ്രം ദ ഗട്ട്. എല്ലാ അസുഖങ്ങളുടെയും ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ദഹനേന്ദ്ര വ്യവസ്ഥയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സുവോളജി സയന്റിസ്റ്റ്, ഒരു റഷ്യൻ സയന്റിസ്റ്റ് ഡോക്ടർ ഏലി, ഫാദർ ഓഫ് പ്രോബയോട്ടിക്സ് എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ ഏലി പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയ, ഗുഡ് ബാക്ടീരിയക്ക് ചീത്ത ബാക്ടീരിയനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്
അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, സ്കിൻ ഡിസീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വയറ്റിലുള്ള ചീത്ത ബാക്ടീരിയയുടെ കൗണ്ട് നല്ല ബാക്ടീരിയക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്. സോ ആദ്യം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ ഒരു ഗട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അബ്സോർപ്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ എലിമിനേഷൻ, അതായത് ദഹനത്തിനും അതുപോലെ തന്നെ എലിമിനേഷൻ, വിസർജനത്തിനും മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്യൂബ് ആയിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഗട്ടിനെ നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ അത് മാറി. 2500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരുപാട് ആസ്പെക്ട്സ് ഇപ്പൊ പ്രൂവ് ചെയ്തുകൊണ്ട് വരുവാണ്. എക്സ്പെഷ്യലി ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്ന ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി. നമ്മുടെ ഇമ്മ്യൂണിറ്റി 80% ഓഫ് ബോഡി ഇമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗട്ടിലാണ്. ഗട്ടിലെ ബാക്ടീരിയയാണ് ഈ ഇമ്മ്യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിൻ ഡിസീസ്, ഇപ്പോൾ സോറിയാസിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സീമ, അർട്ടിക്കേരിയ, ഇങ്ങനെയുള്ള പല സ്കിൻ ഡിസീസിനും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഗട്ടിലുണ്ടാകുന്ന ബാക്ടീരിയയുടെ ചേഞ്ചസ് ചെയ്യുന്നതാണ് ഉണ്ടാകുന്നത്. ഈവൻ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് പോലും ഗട്ട് ബാക്ടീരിയ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള പഠനങ്ങളാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിൽ നിന്ന് ലങ്സിലോട്ടൊരു റിലേഷൻ ഉണ്ട്. അതായത് ആസ്മ, ബ്രോങ്കൈറ്റിസ്, അങ്ങനെയുള്ള പല കണ്ടീഷൻസും ഗട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം നമ്മുടെ ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്യാം. ഈവൻ പ്രമേഹം, ഡയബറ്റീസിന് പോലും, അതായത് നമ്മുടെ വയറ്റിൽ നമ്മുടെ കുടലിൽ കണ്ടുവരുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അക്കോമെൻഷ്യം മുസിനിഫീലിയ എന്ന് പറയും. റീസെന്റ് ആയിട്ട് ഒരുപാട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാക്ടീരിയ, ഈ ഒരു ബാക്ടീരിയനെ കുറിച്ചാണ്, അക്കോമെൻഷ്യം മുസിനിഫീലിയ. ഈ ഒരു ബാക്ടീരിയയുടെ അളവ് നമ്മുടെ ഗട്ടിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് ഡയബറ്റീസ് ഉണ്ടാക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ്. അതായത് മെജോറിറ്റി ഓഫ് ഡയബറ്റീസും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴിയാണ് ഉണ്ടാകുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബാക്ടീരിയയാണ് ഈ അക്കോമെൻഷ്യം മുസിനിഫീലിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബാക്ടീരിയയുടെ ലോഡ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനുള്ള ചാൻസസ് വളരെയധികമായിട്ട് കണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ആമവാദം, നമ്മൾ എപ്പോഴും ജെനറ്റിക്സിനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഒരു ആമവാദം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ നമ്മുടെ ഗട്ടിൽ, എക്സ്പെഷ്യലി നമ്മുടെ ഒരു വൻകുടൽ ഏരിയയിൽ, കോളോൺ എന്ന് പറയുന്ന ഏരിയയിൽ പി കോപ്രി, പെർവെട്രല്ല കോപ്രി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അമിതമായി വളരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ടോക്സിൻസ്, അത് ക്രിയേറ്റ് ചെയ്യുന്ന ടോക്സിൻസ് ജോയിന്റിൽ അടിഞ്ഞു കൂടിയിട്ടാണ് നമ്മുടെ ബോഡി അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടാണ് ആമവാദം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് അത് ലീഡ് ചെയ്യുന്നുണ്ട്. ആമവാദത്തിന് ഒരുപാട് കോസസ് ഉണ്ട്. ഈവൻ വൈറസ് ആമവാദത്തിന് ഒരു കോസ് ആയിരിക്കാം. പക്ഷെ ഒരു 60 to 70% കോസ് എന്ന് പറയുന്നത് ഈ ഗട്ട് ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. സോ ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതായത് നമ്മുടെ ഈ ഗട്ട് അല്ലെങ്കിൽ കുടലിൽ ഉണ്ടാവുന്ന ബാക്ടീരിയയുടെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. സോ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള ചാൻസസ് കുറവാണ്. അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറയുമ്പോഴായിരിക്കും ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. സോ എന്തൊക്കെയാണ് IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിന്റെ സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം. സോ മെയിൻ ആയിട്ടും ഫീലിംഗ് ഓഫ് ഇൻകംപ്ലീറ്റ് ഇവാക്വേഷൻ, അതായത് നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാലും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് മലം ക്ലിയർ ആയിട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവുക. ഇതാണ് ഒരു വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റം ആണ് ഈ IBSന്റെ. അതുപോലെ തന്നെ എന്ത് കഴിച്ചാലും ഗ്യാസ് ആണ്. അത് ഏമ്പക്കമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കീഴ്വാഴയായിട്ടായിരിക്കും അത് ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ എപ്പോഴും വയറിങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥ, ബ്ലോട്ടഡ് ആയിരിക്കും വയർ എപ്പോഴും. പിന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളായി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോഴൊക്കെ മലത്തിൽ അതുപോലെ തന്നെ മ്യൂക്കസ്, കഫം പോലുള്ള പാർട്ടിക്കിൾസ് പോകാനുള്ള ഒരു ചാൻസും ഈ IBS എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, മെയിൻ ആയിട്ട് 3 തരത്തിലാണ്. ഒന്ന് ഡയറിയ ഡോമിനേറ്റഡ്, ഒന്ന് കോൺസ്റ്റിപ്പേഷൻ ഡോമിനേറ്റഡ്, ചിലപ്പോൾ അത് മിക്സഡ് ആയിരിക്കാം. ഒരാഴ്ച ഡയറിയ ആയിരിക്കും പേഷ്യന്റ് ഉണ്ടാകുന്നത്, പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതായത് ഡയറിയ എന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസം മിനിമം 3 ടൈമിൽ കൂടുതൽ ബാത്റൂം അറ്റൻഡ് ചെയ്യുക, മോഷൻസ് പോകുന്നതാണ് ഈ ഒരു ഡയറിയൽ പാറ്റേൺ എന്ന് പറയുന്നത്. അതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസി ആയിരിക്കും. കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ 1 വീക്ക്, ആഴ്ചയിൽ ലെസ് ദാൻ 3 മോഷൻസ് പെർ ഡേ ആണ് കോൺസ്റ്റിപ്പേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് പേഷ്യൻസിന് ജനറൽ ആയിട്ട് വരുന്നൊരവസ്ഥ. സോ ഇതൊക്കെയാണ് ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ IBS എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റമാറ്റിക്കലി കണ്ടുവരുന്ന പ്രോബ്ലം സിംറ്റംസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇതിന്റെ ഒരു കോസ്? അതായത് നമ്മൾ പേഷ്യൻസ് ഒരുപാട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻഡോസ്കോപ്പി ചെയ്യും,
അതുപോലെ തന്നെ കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കും. പക്ഷെ എല്ലാ ടെസ്റ്റും അവസാനം നോർമൽ ആയിട്ടായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. അങ്ങനെ നോർമൽ ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ജനറൽ ആയിട്ട് പറയുന്ന ഒരു ഫാക്ടറാണ് നിങ്ങൾക്ക് സ്ട്രെസ് ആണ്. നിങ്ങളുടെ സ്ട്രെസ് കൊണ്ടാണ് ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഈ IBS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ജനറലി അവസാനം എല്ലാവരും സ്ട്രെസ്സിനെ ബ്ലെയിം ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള റിസർച്ച് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞൊരു ഫാക്ടറാണ് SIBO, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്ന കണ്ടീഷനാണ് മെയിൻ ആയിട്ടും ഈ IBS എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. സോ എന്താണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്? അതായത് ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് നമ്മുടെ ഒരു ദഹനേന്ദ്ര വ്യവസ്ഥയുടെ ഒരു അനാറ്റമി എടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നമ്മുടെ സ്റ്റൊമക്കാണ്. അന്നനാളം നേരെ സ്റ്റൊമക്കിലോട്ടാണ് കണക്ട് ആവുന്നത്. അവിടുന്ന് ചെറുകുടൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ സ്റ്റൊമക്കില് ബാക്ടീരിയയുടെ അളവ് വളരെ കുറവാണ്. സാധാരണ ബാക്ടീരിയ സ്റ്റൊമക്കിൽ വളരെ റെയർ ആയിട്ടാണ് കണ്ടുവരുന്നത്. കാരണം സ്റ്റൊമക്കിന്റെ pH എന്ന് പറയുന്നത് അസിഡിക് ആണ്, ഹൈലി അസിഡിക് ആണ്. സോ അസിഡിക് ആയിട്ടുള്ള ഒരു pH ഒരിക്കലും ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. ഇനി നേരെ മറിച്ച് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിലോട്ട് വരുന്ന സമയത്ത് ചെറുകുടലിന്റെ pH എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 6 റേഞ്ചിലാണ് വരുന്നത്. അതായത് അസിഡിക് ആണ്, ബട്ട് സ്റ്റിൽ സ്ലൈറ്റ്ലി ടുവേർഡ്സ് ഒരു ആൽക്കലൈൻ ബോർഡറിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ട്. നമുക്കൊരു മോഡറേറ്റ് നമ്പർ ഓഫ് ബാക്ടീരിയ അവിടെ കണ്ടുവരുന്നുണ്ട്. സോ വയറില് വളരെ ലെസ് നമ്പർ ഓഫ് ബാക്ടീരിയ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡൈവേഴ്സിറ്റി ഓഫ് ബാക്ടീരിയ അവിടെയുണ്ട്. ഇനി വീണ്ടും താഴേക്ക് വരുമ്പോൾ നമ്മൾ കൊളോൺ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടൽ എന്ന് പറയുന്ന ഒരു പാർട്ടിലോട്ട് വരുമ്പോഴാണ് മാക്സിമം നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഉള്ള ഒരു പോർഷൻ ആണ് ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ കൊളോൺ എന്ന് പറയുന്നത്. സോ IBS എന്ന് പറയുന്ന ഒരു കണ്ടീഷന്റെ കോസ് എന്താണെന്ന് ഞാനിപ്പോൾ SIBO, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ IBS എന്ന് പറയുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത്. സോ എന്താണ് ഈ SIBO, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്? അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടലിൽ ഉണ്ടാവേണ്ട ബാക്ടീരിയ അത് ചില കാരണങ്ങൾ കൊണ്ട് വളർന്ന് നേരെ ചെറുകുടലിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ SIBO എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ട് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് റിസർച്ചസ് ഇതിൽ നടന്നിട്ടുണ്ട്. ഹൈലി പ്രൂവൺ ആയിട്ടുള്ള റിസർച്ചസ് ആണ് ചെയ്തിട്ടുള്ളത്. സോ ഇത് എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചില സമയത്ത് ഡയറിയ ആയിരിക്കാം, ചില സമയത്ത് അത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം, അത് മാറി മാറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ചിലവർക്ക് സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ ക്രാമ്പിങ്, ഇങ്ങനെ നമ്മൾ വയറിങ്ങനെ സ്ക്വീസ് ചെയ്യുന്ന പോലെ, പിടിച്ചു വലിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനുണ്ട്. ചില പിന്നെ ഗ്യാസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ത് ഭക്ഷണം കഴിച്ചാലും എക്സ്പെഷ്യലി കുറച്ച് കാർബോഹൈഡ്രേറ്റ്, അന്നജം കൂടിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാവുന്നത് ഇതിന്റെ ഒരു സിംറ്റം ആണ്. അതുപോലെ തന്നെ ചിലവർക്കെങ്കിലും ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. പക്ഷെ ഇത് ഗട്ടിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന സിംറ്റംസ് ആണ്. ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ IBS ഉണ്ടെങ്കിൽ ഇത് ഗട്ടിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ആണ് ഞാൻ ഇപ്പോൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ SIBO അല്ലെങ്കിൽ IBS ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഗട്ടിന് പുറത്തും പല കണ്ടീഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഹൈപ്പോതൈറോയിഡിസം, നമ്മൾ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് നമ്മുടെ തൈറോയ്ഡ് ആന്റിബോഡീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ANT-TPO ATG എന്ന് പറയുന്ന ആന്റിബോഡീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലവരിൽ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിന്റെ ഒരു വൺ ഓഫ് ദ കോസ് എന്ന് പറയുന്നത് ഈ ലീക്കി ഗട്ടാണ്. അല്ലെങ്കിൽ ഈ SIBO എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നവർക്കാണ് ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന അസുഖം, അത് ശരീരത്തിൽ എവിടെ തൊട്ട് കഴിഞ്ഞാലും വേദനയായിരിക്കും, ക്ഷീണമായിരിക്കും, ഒന്നും ഭയങ്കര ഒരു മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന കണ്ടീഷൻ. ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന കണ്ടീഷനും ഈ ഒരു SIBO, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഈവൻ നമ്മുടെ അർട്ടിക്കേരിയ എന്ന് പറയുന്നത്, അതായത് സ്കിന്നിൽ ഇങ്ങനെ ചുവന്ന് തടിച്ചിട്ടുള്ള റാഷസ് വരുന്ന ഒരു അവസ്ഥ, അതും ഈ ഒരു SIBO എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊണ്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ SIBO എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊണ്ടുണ്ടാവും. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? അതായത് നമ്മുടെ ഈ ചെറുകുടലിൽ ബാക്ടീരിയ വളരുന്ന സമയത്ത് ഇത് ചില കേസിലെങ്കിലും അവിടെ ലീക്കി ഗട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ ചെറുകുടൽ എപ്പോഴും ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. എപ്പോഴാണോ ഈ ഒരു ടൈറ്റ് പാക്കിംഗ് ലൂസ് ആയി പോകുന്നത്, അതായത് ആ ഒരു എപ്പിത്തീലിയം എന്ന് പറയും, ഇൻറ്റസ്റ്റൈൻ്റെ അകത്തുള്ള സ്ട്രക്ചർ, ചെറുകുടലിന്റെ അകത്തുള്ള സ്ട്രക്ചർ നമ്മൾ എപ്പിത്തീലിയം എന്ന് പറയും. ഈ എപ്പിത്തീലിയം എപ്പോഴാണോ ടൈറ്റ് ആയിട്ടുള്ള എപ്പിത്തീലിയം, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നത്, ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിൻസ് ഈ ഗ്യാപ്പിലൂടെ ബ്ലഡിന്റെ അകത്തോട്ട് കയറും.
ഈ ടോക്സിൻസ് എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്തിട്ട്, രക്തത്തിൽ സർക്കുലേറ്റ് ചെയ്തിട്ട് കോശങ്ങളുടെ അകത്ത് പോയിട്ട് മൈറ്റോകോൺട്രിയനെ വളരെയധികം, മൈറ്റോകോൺട്രിയയാണ് നമ്മുടെ ശരീരത്തിലെ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയയാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയനെ വളരെയധികം ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എനർജി പ്രൊഡക്ഷൻ കുറയും. അപ്പോഴാണ് നമുക്ക് സിവിയർ ആയിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഗ്യാസ് നമ്മുടെ നെർവിനെ, നമ്മുടെ നാഡി വ്യവസ്ഥയെ വളരെയധികം വീക്ക്നെസ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സഹിക്കാൻ പറ്റാത്ത പെയിൻ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയാണ് ഈ സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, കുടലിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ. പക്ഷെ നമുക്കത് ഫൈബ്രോമാൽജിയിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ റൊസൈസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു മുഖക്കുരു പോലെ കവളിന്റെ രണ്ട് സൈഡിലും ചുവന്ന് തടിച്ച് ഒരു മുഖക്കുരു പോലെ വരുന്ന ഒരു കണ്ടീഷൻ റൊസൈസിയ. ഒരുപാട് ഫീമെയിൽസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസാണ്. ഇതിന്റെയും ഒരു കോസ് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ആണ്. ചെറുകുടലിലുള്ള ബാക്ടീരിയ അമിതമായിട്ടുള്ള ചില കാറ്റഗറി ഓഫ് ബാക്ടീരിയ വളർന്നത് കൊണ്ടാണ് ഈ മുഖത്ത് റൊസൈസിയ അല്ലെങ്കിൽ ആക്നെ പോലുള്ള കണ്ടീഷൻസ് വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ ഒരാളുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ്? മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്സ്, കൂടുതലായിട്ടും എക്സസീവ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സിന്റെ യൂസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഡയറ്റിൽ കൂടുതലായിട്ട് പഞ്ചസാര അല്ലെങ്കിൽ അരിഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മുടെ എവല്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലോട്ട് ഇത്രയും ഹെവി ലോഡ് ഓഫ് ഷുഗർ വന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഡയറ്റിലുണ്ടായ ഒരു വേരിയേഷൻ ആണ് ഈ എക്സസ് ആയിട്ടുള്ള പഞ്ചസാര യൂസ് ചെയ്യുന്നു, ഫ്രൈഡ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ വരുന്നു. ആ ഒരു വേരിയേഷൻ കൊണ്ട് നമുക്ക് ഈ സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ്. അതുപോലെ തന്നെ നമുക്ക് ന്യൂറോപ്പത്തി, അതായത് ഈ സിവിയർ ആയിട്ട് ഡയബറ്റീസ് അല്ലെങ്കിൽ BP ഉള്ളവർക്ക് ഇൻറ്റസ്റ്റൈൻ വീക്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻറ്റസ്റ്റൈൻ സ്ക്വീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോകും. അപ്പം മൊബിലിറ്റി കുറയും, അതായത് ഡിമിനിഷ്ഡ് മൊബിലിറ്റി ഉണ്ടാവും നമ്മുടെ ഗട്ടിൽ. അതായത് ഈ വേസ്റ്റ് ഫുഡ് ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോവാതെ കെട്ടി നിൽക്കാൻ തുടങ്ങും. അതിൽ ഈ അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയ വളർന്ന് സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ് സ്റ്റൊമക് ആസിഡ്. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വയറ്റിൽ ആസിഡിന്റെ പ്രസൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കണ്ടീഷൻ, ഒരു ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഈ ഹൈപ്പോ അസിഡിറ്റി. അതായത് വയറിൽ ആസിഡിന്റെ ലെവൽ വളരെയധികം കുറഞ്ഞു പോവുക. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചിലപ്പോൾ ചെറിയ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ഫംഗസിന്റെ പ്രസൻസ് ഉണ്ടാവും. ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ ഈ നമ്മുടെ സ്റ്റൊമക് ആസിഡിന്റെ പ്രസൻസിൽ ചത്തുപോകും. ഇനി സ്റ്റൊമക് ആസിഡ് ഇല്ലെങ്കിൽ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് നേരെ ചെറുകുടലിലോട്ട് കടന്നിട്ട് അവിടെ നിന്ന് അമിതമായിട്ട് വളരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഇതും ലോ സ്റ്റൊമക് ആസിഡ് നമുക്ക് സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യാൻ അത് IBS ഉണ്ടാക്കാം. സോ അതായത് ചെറുകുടലിൽ വളരേണ്ട ബാക്ടീരിയ, വൻകുടലിൽ വളരേണ്ട ബാക്ടീരിയ കയറി ചെറുകുടൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനെയാണ് സിബോ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, അന്നജം അധികമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണം നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വളർന്നിട്ടുള്ള ഈ ബാക്ടീരിയ ഈ ഫുഡിനെ ഫെർമെന്റ് ചെയ്ത് കഴിയുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നത്. അതാണ് ഈ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് സിവിയർ ആയിട്ട് ഗ്യാസ്, ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഏമ്പൊക്കെ ഉണ്ടെന്ന് പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യുന്നത്. സോ ആ ഒരു സിബോ എന്ന് പറയുന്ന കണ്ടീഷനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ IBSന് ഒരു പെർമനന്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പല തരത്തിലുള്ള ബാക്ടീരിയ അവിടെ വളരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ ക്രിയേറ്റിംഗ് ബാക്ടീരിയ, ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ വളരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഹൈഡ്രജൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണ് അവിടെ വളർന്നിട്ടുള്ളെങ്കിൽ പേഷ്യൻസിന് മിക്കവാറും ഉണ്ടാകുന്നത് ഡയേറിയ ആയിരിക്കും. അതായത് ഹൈഡ്രജൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണ് നമ്മുടെ ചെറുകുടലിൽ അമിതമായിട്ട് വളർന്നിട്ടുള്ളതെങ്കിൽ അത് ഡയേറിയയിലോട്ടാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് ഇനി മീഥെയിൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് അവിടെ വളർന്നിട്ടുള്ളെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷനിലേക്കായിരിക്കും മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് അവിടെ വളർന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡയേറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ IBS എന്ന് പറയുന്ന അസുഖത്തിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സെറോട്ടോണിൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഇതൊരു ഹാപ്പി ഹോർമോൺ എന്നാണ് ഈ സെറോട്ടോണിൻ അറിയപ്പെടുന്നത്. ഈ സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗട്ടിലാണ്. 90% ഓഫ് ദ സെറോട്ടോണിനും നമ്മുടെ ഗട്ടിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ചില കണ്ടീഷനിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിൽ സെറോട്ടോണിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞു പോകും. ഈ സെറോട്ടോണിന്റെ ഒരു ആക്ഷൻ ആണ്
പെരിസ്റ്റാൾസിസ് ഇൻഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കുടലിലുള്ള ചലനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ആക്ടിവേറ്റ് പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ ചലനങ്ങൾ ഉണ്ടായാൽ മാത്രമേ വേസ്റ്റ് കെട്ടിക്കിടക്കാതെ ക്ലിയർ ആയി പോകത്തുള്ളൂ. അപ്പോൾ ഈ സെറോട്ടോണിൻ കുറയുന്നതിനനുസരിച്ചിട്ട് ഈ പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ ഈ ചലനങ്ങൾ കുറയുകയും പേഷ്യൻസിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചില കണ്ടീഷനിൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ സെറോട്ടോണിൻ കുടലിൽ ഉണ്ടാവും, ഉണ്ടാവും, പക്ഷെ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെ ഈ സെറോട്ടോണിൻ ഇവിടെ കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട് കുടലിൽ. അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാവും, എക്സസീവ് പെരിസ്റ്റാൾസിസ് ആക്ടിവേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഡയറിയയിലോട്ട് ലീഡ് ചെയ്യും. ഇങ്ങനെയാണ് ചില കണ്ടീഷനിൽ ഡയറിയ, ചില കണ്ടീഷനിൽ കോൺസ്റ്റിപ്പേഷൻ എന്നൊരു ആസ്പെക്റ്റിൽ മാറി മാറി വരുന്നത്. അതുപോലെ തന്നെ ഈ സെറോട്ടോണിൻ ബ്രെയിനിലോട്ട് എത്തിയില്ലെങ്കിൽ നമുക്ക് അത് ഹാപ്പി ഹോർമോൺ ആണ്, ഗട്ടിൽ അത് ഉൽപ്പാദിപ്പിച്ച് ബ്രെയിനിലേക്ക് എത്തിയില്ലെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ ഡിപ്രഷൻ പോലെയുള്ള ഒരു ഇഷ്യൂലോട്ട് ലീഡ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ്, ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാന്നുള്ള ആസ്പെക്റ്റിലാണ്, അതാണ് ലാസ്റ്റ് ആസ്പെക്ട്. സോ എന്താണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ? സോ മെയിൻ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 5R അപ്രോച്ച് ആണ് ഈ ഒരു IBS ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ 5R? സോ ആദ്യത്തെ R സ്റ്റാൻഡ് ചെയ്യുന്നത് റിമൂവ്. നമ്മൾ റിമൂവ് ചെയ്യണം. എന്താണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ഗട്ടിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗട്ടിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ പാല് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ, മൈദ, അമിതമായിട്ടുള്ള പഞ്ചസാര ഇങ്ങനെയുള്ള ഐറ്റംസ് IBS ഉള്ള പേഷ്യൻസിനോട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറയുന്നത്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒരു 2 to 3 വീക്സിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. കാരണം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഓൾറെഡി ബാക്ടീരിയ അമിതമായി വളർന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ അന്നജം കഴിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഈ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡ്രാസ്റ്റിക് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒരു 2 to 3 വീക്സ് എങ്കിലും അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഇനാക്കുലേറ്റ് ചെയ്യണം. നല്ല ബാക്ടീരിയനെ നമ്മളവിടെ റീഇനാക്കുലേറ്റ് ചെയ്യണം. സോ നല്ല ബാക്ടീരിയ, IBSന് നമ്മൾ സ്പെസിഫിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് നമ്മൾ സോയിൽ ബേസ്ഡ് ബാക്ടീരിയ, SBU, ബാസിലസ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഹൈലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ സ്പീഷീസ് ആണ്. IBSന് വളരെയധികം റിസൾട്ട് ഉള്ള ഒരു ബാക്ടീരിയൽ സ്പീഷീസ് ആണ് ഈ SBO സ്പീഷീസ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ ഈ SBO പ്രോബയോട്ടിക്സിൽ ഇൻടേക്ക് ഹൈലി നമുക്ക് IBS കുറയ്ക്കാൻ പറ്റുന്നുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യണം, റീപ്ലേസ് ചെയ്യണം, റിപ്പയർ ചെയ്യണം. എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള ഡാമേജസ് നമ്മൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് നമുക്ക് റിപ്പയർ ചെയ്യുക? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ആയുർവേദ അല്ലെങ്കിൽ നാച്ചുറോപ്പതിക് മെഡിസിൻസ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ ഇപ്പോൾ ബെർബറൈൻ, മരമഞ്ഞൾ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. അത് ആന്റി ഫംഗൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ആന്റി ബാക്ടീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ സപ്ലിമെന്റ്സ് ഫോമിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ സിബോ, ഇവിടെ അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയനെ നമുക്ക് പതുക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ നീമിന്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ സിബോയ്ക്ക് ഹൈലി പ്രൂവൺ ആയിട്ടൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. എന്താണ് റീപ്ലേസ് ചെയ്യുന്നത്? ആസിഡും എൻസൈംസും നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അതും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, ആസിഡ് കുറഞ്ഞിട്ടുള്ളവർക്ക് IBS അല്ലെങ്കിൽ സിബോ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ സ്റ്റൊമക്കിൽ ആസിഡ് ബൂസ്റ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ചില ഫുഡ് ഐറ്റംസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ലാസ്റ്റ്, റീബാലൻസ് യുവർ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ഒരു ബാഡ് ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്, എസ്പെഷ്യലി ആ ഒരു ബാഡ് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടാണ് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. സോ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഇറിറ്റബിൾ ബowel സിൻഡ്രോം അല്ലെങ്കിൽ സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഹിപ്പോക്രാറ്റസിന്റെ ഒരു കോട്ടിൽ നിന്നായിരുന്നു. അതേപോലെ സോ ലെറ്റ് ഫുഡ് ബി ദ മെഡിസിൻ. നമുക്ക് ഫുഡ് തന്നെ മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ, എസ്പെഷ്യലി ഓട്ടോ ഇമ്മ്യൂൺ, ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് പെർമനന്റ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. So that's all about the presentation. Thank you, Doctor. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഡോക്ടർ, മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോട് കൂടിയുള്ള ഭക്ഷണക്രമവും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അസുഖങ്ങൾ മാറിക്കിട്ടുന്നു. ഒരു പരിധി വരെ ചില അസുഖങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഈ ഒരു മെഡിറ്റേഷൻ യോഗ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ കോർട്ടിസോൾ വളരെയധികം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിൽ ഭയങ്കര ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ ഈ മെഡിറ്റേഷൻ യോഗ ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ മെഡിറ്റേഷൻ യോഗ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു റിവേഴ്സൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന നിർബന്ധമില്ല. പക്ഷെ അത് നല്ലൊരു അപ്രോച്ചാണ്. ഒരു ലൈഫ് സ്റ്റൈൽ ഫുഡ് മോഡിഫിക്കേഷൻ വിത്ത് ഒരു മെഡിറ്റേഷൻ യോഗയുടെ ഒരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ച് ഡെഫിനറ്റ്ലി നമുക്ക്
യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. യെസ്. Okay, doctor. Next question, how to fix SIBO? സോ അതാണ് ഞാൻ ആ 5 അപ്രോച്ച് പറഞ്ഞത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗട്ടിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫുഡ് അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. പിന്നെ സിബോ ആ ബാക്ടീരിയനെ റിമൂവ് ചെയ്യാനുള്ള ഹെർബൽ സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. ആ ഹെർബൽ സപ്ലിമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞു നമുക്ക് ബെർബറൈൻ പോലുള്ള സപ്ലിമെന്റ്സ് ഹൈലി എഫക്റ്റീവ് ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് ആ ഒരു ബാക്ടീരിയൽ ഇറാഡിക്കേഷൻ നടത്തുക. അതേപോലെ തന്നെ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പ്രോബയോട്ടിക്, എല്ലാ പ്രോബയോട്ടിക് ഒരിക്കലും ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യില്ല. സോയിൽ ബേസ്ഡ് പ്രോബയോട്ടിക് പോലുള്ള ബാസിലസ് ഗ്രൂപ്പ്സ് സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് എടുക്കുക. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടൽ ആയിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ നമുക്ക് സിബോനെ ഡെഫിനറ്റ്ലി ഫിക്സ് ചെയ്യാൻ പറ്റും. Okay, doctor. SIBO മാത്രമാണോ IBSന്റെ ഒരു കാരണം? Only SIBO is the cause of IBS. അല്ല, ഡെഫിനറ്റ്ലി അല്ല. പക്ഷെ നമുക്കൊരു 70% ഓഫ് കേസസും നമുക്ക് സിബോ ആണെന്നുള്ള ഒരു കൺക്ലൂഷനിലോട്ട് പറയാം. ഈവൻ ഞാൻ പറഞ്ഞില്ല, ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ഒരു IBS പോലെ മിമിക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ഇനിയിപ്പോൾ അവിടെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് തന്നെ വരണം എന്നില്ല, ഫംഗസിന്റെ ഓവർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ഫംഗസ് ഓവർ ഗ്രോത്ത് ഉണ്ടെങ്കിലും അത് ഈ ഒരു IBS പോലുള്ള ഇതിലോട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ചില സമയത്ത് പാരസൈറ്റ്, ഈ വേംസും ഇതേപോലെ തന്നെ IBS പോലുള്ള പ്രശ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഒരു 60-70% യെസ് സിബോ ആണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ H. പൈലോറി ഇൻഫെക്ഷൻ നമുക്ക് ആന്റിബയോട്ടിക്സ് കൂടാതെ ക്യൂർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ സാധിക്കും? അത് H. പൈലോറിയുടെ ഇന്റൻസിറ്റി, H. പൈലോറിയുള്ള ലൊക്കേഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് കേസസ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അതിന് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ തന്നെ ഒരു നാച്ചുറൽ ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ജോൺ മരിയനിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. അതായത് ഹെർബ്സ്, പ്രോബയോട്ടിക്സ്, പിന്നെ ഒരു ഡയറ്ററി കൺട്രോൾ. ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ആന്റിബയോട്ടിക്സ് മാത്രമല്ല, നമുക്ക് നാച്ചുറലി പ്രൂവൺ ആയിട്ടുള്ള ഹെർബ്സും ഉണ്ട് H. പൈലോറിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ ഇപ്പോൾ ബ്ലാക്ക് ക്യുമിൻ, DGL, അങ്ങനെയൊക്കെയുള്ള ഹെർബ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് H. പൈലോറിയുടെ ലോഡ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ നിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലസ് പ്രോബയോട്ടിക്സ്, സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പ്രോബയോട്ടിക്സും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആന്റിബയോട്ടിക് തെറാപ്പി പോലെ തന്നെ ഒരു നാച്ചുറൽ തെറാപ്പി നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സീലിയാക് ഡിസീസ് എങ്ങനെ മാനേജ് ചെയ്യാം? ഓക്കെ, സോ അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റിങ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു 1 വേർഡിൽ ആൻസർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നത് SBO പ്രോബയോട്ടിക് യൂസ് ചെയ്യുന്നത് സീലിയാക് ഡിസീസിന് ഹൈലി എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ സീലിയാക് ഡിസീസിന്റെ തന്നെ ചില സ്പെസിഫിക് ടെസ്റ്റിങ്സ് ഉണ്ട്. ആ ടെസ്റ്റിങ്സിനനുസരിച്ചിട്ടാണ് എനിക്ക് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ പറയാൻ പറ്റുള്ളൂ. അതിനൊരു ജനറൽ ട്രീറ്റ്മെന്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് SBO ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്ത് നല്ലൊരു റിസൾട്ടാണ് സീലിയാക് ഡിസീസ്. ഓക്കെ ഡോക്ടർ, ഇനിയും ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇനിയും സ്പീക്കേഴ്സ് വെയിറ്റിംഗ് ആണ്. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഐ തിങ്ക് ഇറ്റ്സ് എ നീഡ് ഫോർ ആൻ അവർ. അതായത് IBS എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ ഒത്തിരി ആൾക്കാർ സഫർ ചെയ്യുന്നതാണ്. പലർക്കും ഈ പറഞ്ഞ പോലെ IBSന്റെ ഡയറിയ ഡോമിനേറ്റഡ് IBS ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഡോമിനേറ്റഡ് IBS ഉണ്ട്. ഇത് പലർക്കും അറിയില്ല. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. താങ്ക് യു ഡോക്ടർ വിഷ്ണു സതീഷ് ഫോർ ദ വെരി ഇൻസൈറ്റ്ഫുൾ പ്രസന്റേഷൻ അബൌട്ട് IBS. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. So we now move on to our third session by a well-known clinical practitioner in the field of naturopathy and yoga. He holds degrees in BNYS and MSc Physiology and a fellowship in nutritional and environmental medicine, a certified ozone therapy practitioner and a functional medicine health coach. His focus is on educating the patients and give solutions to the root cause of gut-related issues and autoimmune diseases. We are delighted to have with us Dr. Fabin Roney, Chief Consultant of John Marian's Wellness Clinic, Ernakulam. Dr. Fabin, the floor is open to you. Thank you, ma'am. Thank you for a warm welcome. And I always, first of all, I'd like to thank John Marian's for organizing such a beautiful webinar. And let me start with my presentation. So, is it visible? Yes, doctor. So, I'll be talking about natural probiotics. Natural ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബയോട്ടിക്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്.
ഇപ്പം എന്താണ് പ്രോബയോട്ടിക്സ് എന്ന് വരെ ഉണ്ടായിരുന്ന ഡോക്ടർ മനോജ് സോൺസറും അതുപോലെ തന്നെ ഡോക്ടർ വിഷ്ണു സതീഷും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ചില ബാക്ടീരിയാസിനെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതിന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പാലിനെ പുളിപ്പിച്ച് തൈരും മോരും ഒക്കെ ആക്കാനായിട്ട് സഹായിക്കുന്ന ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയാസ് ആണ്. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് അലോവേര ഹണി ഓർ ജാഗരി പ്രോബയോട്ടിക് എന്ന് പറയുന്നതും പ്രോബയോട്ടിക് ആണ്. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ചില പേഷ്യൻസിന് നമ്മുടെ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് എങ്ങനെ വീട്ടിൽ അവർക്ക് ഈ ഒരു നാച്ചുറൽ ആയിട്ട് പ്രോബയോട്ടിക് എപ്പോഴും നമുക്ക് സപ്ലിമെന്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു രീതിയല്ല. അപ്പോൾ അവർക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഉള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈക്വൽ എമൗണ്ടിൽ അലോവേരയും ഹണി അല്ലെങ്കിൽ ജാഗരി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബയോട്ടിക് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4-5 അലോവേരയുടെ തണ്ടെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിന്റെ ലെങ്ത് വൈസ് അതിനെ കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലുള്ള ജെല്ല് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒരു ബൗളിൽ കളക്ട് ചെയ്യുക. നമ്മൾ എത്രയാണോ കളക്ട് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നമ്മൾ ഒരു 500 ഗ്രാംസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സെയിം ഈക്വൽ എമൗണ്ടിൽ തന്നെ ജാഗരി അല്ലെങ്കിൽ ഹണി മറ്റൊരു ബൗളിൽ എടുക്കുക. ഈ ജാഗരിയും ഹണിയും വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിനുള്ളിൽ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 4 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ഇതിന്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ 7 ദിവസം വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു അലോവേര ഹണി അല്ലെങ്കിൽ അലോവേര ജാഗരി പ്രോബയോട്ടിക് ഉണ്ടാവുന്നത്. ഈ 7 ദിവസം വെക്കുമ്പോൾ നമ്മൾ ഡെയിലി ഇത് തുറന്നതിന് ശേഷം നമ്മൾ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നമുക്ക് 8ാമത്തെ ദിവസം മുതൽ ഈ ഒരു പ്രോബയോട്ടിക് ഇതിൽ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് നാച്ചുറൽ പ്രോബയോട്ടിക്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 8ാമത്തെ ദിവസം നമുക്കിത് കൺസ്യൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 2 ടീസ്പൂൺ മിക്സർ എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജ്യൂസിന്റെ കൂടെയോ ഫ്രൂട്ട്സിന്റെ കൂടെയൊക്കെ നമുക്ക് 2 നേരം ദിവസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ അടുത്തത് സോർക്രോട്ട് എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക് ആണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ക്യാബേജ്, ഒരു ഗ്രീൻ ക്യാബേജ് എടുത്ത് അതിന്റെ ഉള്ളിലുള്ള ആ ഒരു തണ്ടിന്റെ പോർഷൻ റിമൂവ് ചെയ്തിട്ടുള്ള പുറത്തുള്ള ചീത്ത ലീഫൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ വളരെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഒരു ടീസ്പൂൺ റോക്ക് സോൾട്ടോ ആവശ്യമുള്ളവർക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അജ്വൈൻ അല്ലെങ്കിൽ അയമോദകമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുമായിട്ട് ഫ്ലേവറുമായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ ഒരു ജ്യൂസ് പുറത്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ വന്നതിന് ശേഷം നമ്മളിതൊരു ജാറിൽ സ്റ്റോർ ചെയ്യുക. ആ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഈ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഫ്ലൂയിഡ് എല്ലാം അതിൽ തന്നെ ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം നല്ലൊരു ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു ജാറ് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം നമുക്ക് അത് റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഒരു ചരടോ വെച്ചിട്ട് അത് കെട്ടി വെക്കുക. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ ഈ വരുന്ന ലിക്വിഡ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഇതിന് ഈ ക്യാബേജിൽ നിന്നുള്ള ലിക്വിഡ് റിലീസ് ചെയ്തിട്ട് ഈ ജാറ് ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരു കപ്പ് വെള്ളം കൂടെ അഡീഷണൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്ത് വീണ്ടും ഒരു ടീസ്പൂൺ സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിലേക്ക് ആയിരിക്കണം. എന്തെങ്കിലും പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളത് വീണ്ടും ടൈ ചെയ്ത് കട്ട് വെക്കാനായിട്ട്. നമുക്കിത് 3 ദിവസം മുതൽ 10 ദിവസം വരെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫെർമെന്റ് ആവും. അതിന്റെ ആ ഒരു പുളിപ്പ് അനുസരിച്ചിട്ട് നമുക്ക് 3ാമത്തെ ദിവസം മുതൽ ഉപയോഗിക്കാം. നമുക്ക് കൂടുതൽ പുളിപ്പോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസം നമുക്ക് ഫെർമെന്റ് ചെയ്യാം. ഇതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഫെർമെന്റേഷൻ പ്രോസസ്സിന്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര നാൾ വേണേലും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് 2ാമത്തെ ഒരു പ്രോബയോട്ടിക്. 3ാമത് ഒരു പൈനാപ്പിൾ ടെപ്പാഷ് എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക് ആണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പൈനാപ്പിൾ എടുത്ത് അതിന്റെ ഹെഡ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വളരെ വൃത്തിയായിട്ട് നന്നായിട്ട് കഴുകുക, നല്ല സ്ട്രോങ് ആയിട്ട് കഴുകുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ സ്കിന്നോട് കൂടി തന്നെ നമ്മൾ ആ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുക. ആ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് ജാറിൽ വെള്ളം വെച്ചിട്ട് അത് സോക്ക് ചെയ്യുക. അതിലേക്ക് കുറച്ച് 2-3 സിനമൺ സ്റ്റിക്സ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 250 ഗ്രാം ജാഗരി അല്ലെങ്കിൽ ശർക്കര പൊടി ഇട്ട് വെക്കുക.
ഇതിനുശേഷം ഈ ഗ്ലാസ് ജാർ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിനു ശേഷം ഒരു ക്ലോത്ത് കവർ ചെയ്ത് അടച്ചു വെക്കുക. 7 ദിവസം നമുക്കത് ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം മുതൽ അതിലുള്ള ആ ഒരു ജ്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പിക്കിൾസ് ആണ്. പിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാറുള്ള അച്ചാറുകളെല്ലാം നല്ല പ്രോബയോട്ടിക്സ് കണ്ടന്റ് ഒക്കെ ഉള്ള സാധനങ്ങളാണ്. ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ജാർ എടുത്തതിന് ശേഷം അതിനകത്തൊരു 3-4 ക്യൂക്കംബേഴ്സും അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്, അതുപോലെ തന്നെ ക്ലോവ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതിനകത്ത് 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ മസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുക. 1 ഇഞ്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിക്കുക. 1 ലിറ്ററിന് 10 ഗ്രാം എന്ന കണക്കിന് നമ്മൾ ഉപ്പിട്ടിട്ട് ശേഷം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തുണി വെച്ച് കവർ ചെയ്ത് നമുക്ക് 7 ദിവസത്തേക്ക് ഫെർമെന്റ് ചെയ്യാം. അപ്പം ഈ ഫെർമെന്റ് ചെയ്യുന്നതിൽ കുക്കുമ്പറിന്റെ കൂടെ നമുക്ക് ക്യാരറ്റോ, ബീറ്റ്റൂട്ടോ, റാഡിഷോ, കോളിഫ്ലവറോ, ഇനി അതുപോലെ തന്നെ തുളസിയോ നെല്ലിക്കയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അത് ആക്കിയെടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പിക്കിൾസിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഗുഡ് ബാക്ടീരിയാസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് സ്ഥിരം ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. അതിനകത്ത് ഫംഗസോ മറ്റുള്ള കാര്യങ്ങളോ വരാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഫെർമെന്റ് ചെയ്തതിന് ശേഷം എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഒരു ദിവസം 15 മുതൽ 20 ഗ്രാം വരെയൊക്കെ നമുക്ക് മീൽസിന്റെ കൂടെ കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് ഫെർമെന്റഡ് ഓനിയൻസ് ആണ്. ഓനിയൻസ് ഫെർമെന്റ് ചെയ്യാനായിട്ട് ആദ്യം ഇത് വളരെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് 2 ടീസ്പൂൺ സാൾട്ടിന്റെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് ശേഷം ജാറ് വളരെ ക്ലോസ് ആയിട്ട് എയർ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു കവറോ എന്തെങ്കിലും വെക്കാം. അതിനുശേഷം ഇത് 7 ദിവസത്തേക്ക് ഫെർമെന്റ് ചെയ്യാം. 7th ഡേ മുതൽ നമുക്കത് യൂസ് ചെയ്ത് തുടങ്ങാം. ഈ സിമിലർ മെത്തേഡിൽ തന്നെ നമുക്ക് ബീറ്റ്റൂട്ട്സ് കട്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ്റൂട്ട്സിന്റെ ഇതിൽ നിന്നുള്ള ഒരു പ്രോബയോട്ടിക് ഉണ്ടാക്കാം. അതിന് ബീറ്റ് ക്വാസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് ആണ്. അപ്പൊ ഈ പ്രോബയോട്ടിക്സ് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ചില ആളുകൾക്ക് വയറിന് ചില ബുദ്ധിമുട്ടുണ്ടാവും, അൾസർ ഉള്ള കണ്ടീഷൻസ് ഉണ്ടാവും, ഇറോസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്യാസ്ട്രിക് കണ്ടീഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് അത് കഴിക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് അവരുടെ ഗട്ട് കറക്റ്റ് ആക്കി ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അൾസർ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ വേഴ്സൺ ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻസിലും അതുപോലെ തന്നെ നേരത്തെ ഡോക്ടർ വിഷ്ണു പറഞ്ഞിട്ടുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് കണ്ടീഷൻസിലൊക്കെ നമ്മളത് കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതുകൊണ്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ഡേ ഫുള്ള് നമ്മുടെ എനർജി ലെവൽസ് വളരെയധികം ഇംപ്രവൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഭക്ഷണത്തിലുള്ള വിവിധ തരത്തിലുള്ള ന്യൂട്രിയൻസ് പ്രോപ്പർ ആയിട്ട് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ നല്ല ബാക്ടീരിയാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യത്തിന്റെ എമൗണ്ട് കൂടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പാരത്തോർമോൺ ഹോർമോൺസിന്റെ ലെവൽസ് കൂടാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രീത്ത് ഉണ്ടാകാനായിട്ട്, ചില ആളുകൾക്ക് ഈ വായ്നാറ്റം പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പല്ലിനൊക്കെയുള്ള ചെറിയ കേടുകൾ ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡിയിലുള്ള ഓവറോൾ ഇൻഫ്ലമേഷൻസ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില ആളുകൾക്ക് റെഗുലർ ആയിട്ട് കോൾഡ്, ഫ്ലൂ അങ്ങനെയുള്ള കാര്യങ്ങൾ, അലർജി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു പരിധി വരെ നമ്മുടെ ബോഡിനെ ഡീടോക്സ് ചെയ്യാനും വെയിറ്റ് ലോസിലൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ബോഡിയിൽ കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ള ചെറിയ രീതിയിലുള്ള ട്യൂമർ ആക്ടിവിറ്റീസ് ഒരിക്കലും ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് ആയിട്ടല്ല പറയുന്നത്, ക്യാൻസർ വന്നിട്ടുള്ള ശേഷമുള്ള കണ്ടീഷൻസിലോ അല്ലെങ്കിൽ അതിന് വരാതിരിക്കാനൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള കണ്ടീഷൻസിനെ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് പ്രഷറിനെ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡൈജസ്റ്റീവ് പവർ ഒരുപാട് ഇമ്പ്രൂവ് ആവും. ചില ഈ IBS പോലുള്ള ചില കണ്ടീഷൻസ്, ലീക്കി ഗട്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബവൽ മൂവ്മെന്റ്സ് ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില കണ്ടീഷൻസിലൊക്കെ അപ് ടു സം എക്സ്റ്റെൻസ് ലാക്ടോസ് ഇൻടോളറൻസും ഗ്ലൂട്ടൻ ഇൻടോളറൻസും ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ H. pylori ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൾസേഴ്സ് ഒക്കെ ഉണ്ട്, H. pylori റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് H. pylori ട്രീറ്റ് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ പ്രോബയോട്ടിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും റിക്കവർ ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വയറിൽ ഉണ്ടാവാറുള്ള
അബ്ഡോമിനൽ ക്രാംസും ഗ്യാസസും ഒക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലേഡീസിൽ വജൈനൽ ഇൻഫെക്ഷൻസും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും ഒക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലിവർ ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രോബയോട്ടിക്സിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഈ രീതിയിലുള്ള പ്രോബയോട്ടിക്സ് ഒക്കെ വീട്ടിലുണ്ടാക്കി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈ പ്രോബയോട്ടിക്സ് കഴിക്കുന്നതിനൊപ്പം തന്നെ നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബയോട്ടിക്സ് കൂടുതൽ നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ആവാനും നമ്മുടെ വയറിലുള്ള ബാക്ടീരിയാസിന്റെ വെറൈറ്റീസ് ഒരുപാട് ഇംപ്രവൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വയറിൽ ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് പ്രോബയോട്ടിക്സ് ഉള്ളപ്പോഴാണ് നമ്മൾ കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പം എല്ലാവരും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബയോട്ടിക്സ് മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. താങ്ക് യു ഡോക്ടർ ഫെബിൻ. ഇത്രയേറെ വെറൈറ്റീസ് ഓഫ് പ്രോബയോട്ടിക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നതിനും വലിയ ചെലവുകളൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും എങ്ങനെ പ്രോബയോട്ടിക്സ് ഉണ്ടാക്കാമെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും വിശദമായി നമുക്ക് മനസ്സിലാക്കി തന്ന ഡോക്ടർ ഫെബിന് നന്ദി അറിയിച്ചുകൊണ്ട് ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് സെഷൻ. Let me introduce our speaker. He is MBBS and MS in General Surgery. He is the Integrative Gastroenterology and Functional Medicine Practitioner. Doctor is the Director of Anugraha Arka Integrated Medicine Private Limited and Arka Healthcare Private Limited. A certified functional medicine practitioner and in social platforms, he is well known as the gut health doctor. He is a consultant for general surgery, minimal invasive surgery, and functional and integrative medicine, AV Hospital, Bangalore. Gastroenterology, minimal invasive surgery, and functional and integrative medicine, Arka Anugraha Hospital, Bangalore, and integrative and functional medicine, Wellbeing Integrated Health Center, Bangalore. As doctor is from out of Kerala, നമ്മുടെ ഈ ഒരു സെഷൻ ഇംഗ്ലീഷിലായിരിക്കും. So kindly cooperate. Participants, please cooperate with us. We are honored to have you with us, Dr. Gaurang Ramesh. May I kindly request you to proceed with your presentation. Thank you so much, Dr. Marian, for the wonderful introduction. Thank you, Doctor. Yes, Doctor, you are audible. Thank you so much. So I think it was wonderful presentations so far. All of you have got a wonderful picture about the importance of microbiome, the gut-brain axis, and also so many recipes which are so difficult to find easily on the internet, but it was very well shared so far. So I think I'll talk about how I got into this and why the normal healthcare system is not talking about the connection between the microbiome and the gut health. I'll just share my screen now. Is my screen visible? Yeah. So I Yes, Doctor, your screen is visible. Thank you so much. So once during my training in surgical gastroenterologist, I was working in one of the busy departments in our state in Bangalore Medical College. So during that time, I would see so many patients. We would do with IBD and IBS, and IBD patients, especially even after surgery, would come back with problems. So I knew that we were missing something in the normal care. But as doctors, we always think whatever we have studied, that's the only thing which is existing. So we would, console the patient that, this is all we can do and send the patient back. So I was seeing this pattern, multiple patients in multiple diseases, especially IBS, IBD. And then I got interested in microbiome. Once I found the link between
the microbiome and IBS, I started training in, I started doing courses in functional medicine from the Institute of Functional Medicine in US. And that's how I transitioned my practice to looking at the root cause of IBS and IBD and GRD instead of just looking at the diagnosis and treatment. Now, what's happening in our healthcare system is we are stuck with a diagnosis. And once we reach the diagnosis, we will immediately start linking one particular diagnosis to one tablet or a medicine. And we want to just start, we want to stay at that place. So, for example, the biggest problem we have in India, the diabetes, if you see, once we reach the diagnosis of diabetes, we are only concerned about lowering the diabetes or blood sugar with medicines. In our regular healthcare system, we are not doing anything to find out why the patient has diabetes and how do we reverse diabetes through diet, lifestyle, nutrition, and stress. So, how the problem with chronic disease is the load of diseases till now what we had were all infectious diseases. So if you see even in Kerala, the statistics of 1960s, 1970s, 80s, maximum people would die with infectious diseases. So our mentality in healthcare system is if a single cause is causing a single disease and we need to treat that disease with a single medicine. But now the chronic disease is completely different. We have so many causes, so many environmental and dietary and lifestyle reasons leading to chronic diseases. So in today's world, once we diagnose something, that should be our starting point of inquiry. Okay, if this person has IBS, so that's when we should start inquiring, okay, why does this person have IBS? So if I'll just give you an example of functional medicine in IBS itself. Of course, since 1.5 hours, you've gone through a lot of detailed explanation, mechanisms, and biochemistry of how everything is interconnected. But I'll just give you a brief outline of why we should change our perspective. So we term everything where we cannot understand. When we do an endoscope, when we do a colonoscope, or we do some blood tests, and we are not able to find anything structurally wrong with your gut, or we are not able to come to a conclusion, or we are not able to tell, okay, this particular organism is causing this particular disease, then we call it IBS. IBS means it's just, the definition is only based out of symptoms. So when you call it IBS, it's not giving us any meaning or any information on why you have IBS or what is causing IBS. So even if you look at the regular treatment of from the gastroenterology associations, it's predominantly based on symptoms. You have pain, we give you antispasmodic. You have constipation, we'll give you laxative and fiber. You have diarrhea, we'll give you antidiarrheal and probiotics. But really understanding why, and all this is based on just symptom control or suppressing the symptoms. So that is why in today's seminar, all the doctors we are trying to give you awareness on why it is important to read the root cause rather than just, suppressing the symptoms. So for that, we need to understand the key functions of the gut. So these functional gut disorders, or what we call in the broader spectrum of IBS, when we understand these broad functions of the gut, we'll be able to understand how we can personalize your treatment and exactly treat the root cause and reverse your disease. The first thing, we always have to start from the top and go down. You all know about our digestive system. It starts from the mouth. You have the salivary amylase
acting as the first digestive enzyme. So we need to make sure that the digestion and absorption is happening properly. Your stomach acid in the stomach is one of the most important digestive enzyme, which triggers the pancreatic enzymes to get secreted, the liver enzymes to get secreted, bile to get out of the gallbladder. For all of these other enzymes to get stimulated and secreted, our stomach acid is the most important trigger. So that is why we need to optimize the digestion and create a good environment for the microbiome to flourish. Once the digestion is optimized, the pH of your intestines are normalized. And then you also have the bigger molecules like the gluten or the casein or the harder proteins digested properly so that it doesn't disturb the microbiome further down. And only when we create this environment for the microbiome to flourish, then the probiotics what we are consuming gets inoculated there and forms an ecosystem there. If we are only concentrating on probiotics or eating fermented food without optimizing the digestion, then our results with the probiotics may not be ideal. The next thing we need to look at is the intestinal permeability. So if you look at our intestines and if you spread the surface area of the intestines across, it's almost as big as half of the tennis court. So that is how much of a surface area we have, and that is how much the environmental molecules, antigens are exposed to our gut. So if our intestinal lining is affected, then again, the molecules which are not supposed to gets absorbed and starts affecting our immune system. So that is why we need to give enough nutrients to optimize the intestinal mucosa. And then, of course, you have heard in the last 1.5 hours of how important the gut microbiota is, how important the gut diversity of the gut microbiome is. And then we need to look at the inflammation. If at all there is systemic inflammation contributing to the gut, or the toxins in the gut are getting into the circulation and contributing to the systemic inflammation. And finally, we need to focus on the nervous system. All the doctors before me have spoken a lot about the importance of gut-brain axis, the vagus nerve, and practicing relaxation techniques to optimize the nervous system. So finally, I would just like to bring some awareness about the microbiome again. So the microbiome is like the second genome. So actually, if you look at the number of genes we have in the microbiome, it is much, much more than the human genes we have. So when that number of microbiome genes are present in the intestines, it definitely has an impact on our metabolism, on our immune system, and on our genetic manifestation and impression also. So what affects these microbiome? So a lot of things can affect the microbiome. What we need to understand is we are not functionally separate from the organisms that live around us. And in terms of the philosophical concept, all the religions believe this, but microbiome has helped us understand this philosophical concept in terms of science. And we are the manifestation of the total environment in which we live. And microbiome is the reflection of that, because the environment can completely modify the microbiome inside our gut. And so you should look at the microbiome as an intersection between the nutrition, the environmental health, and the lifestyle we do. So we've always thought till now in our science that microbiome is only
helpful for digestion, or it's just present and we never understood the importance. And today we understand it's not just for digestion, that it's important for a lot of other functions. In our first lecture, you all heard about how important it is for the metabolic functions, the structural functions, the protective functions, and its interaction with the immune system. So the gut microbiome can either shape a healthy immune response or predispose one to the disease, because 70% of our immune cells are in the enteric circulation, that is the blood vessels and the lymphatics around the gut. So when the microbiome is continuously influencing what is happening in that lymphatics, in that circulation. So whether you have a good immune response to disease and immune resilience can be decided by the microbiome. And we are actually what the microbiome eats, and vice versa too. So within 24 hours, your microbiome can change its composition based on what you're eating. So that is how important the microbiome is. And the imbalance, we have to really understand that it's not like a typical infection. What we are looking at microbiome in this IBS situation is the shift in the microbiome, which causes a drastic imbalance between the beneficial bacteria and the pathogenic bacteria. So in a typical infection, when you have gastroenteritis after eating outside or after traveling, you can check your stools and one of the Klebsiella or E. coli will come out positive. But in IBS, that is not the case, because it's not a single microbe which is influencing the problem in the gut microbiota, but the shift in the healthy ecosystem in the microbiome. So it's not much about just the microbe, but it's about the effect the microbe is having on the body and the relationship between the body and the microbe. So it is definitely not a classical infection. So there are three things which can happen. There is loss of beneficial organisms, there is excessive growth of potentially harmful organisms, or there is loss of overall microbial diversity. And that is why we have been asking you to eat more variety of vegetables and give importance to the fiber and the vegetable intake. So the more variety of phytonutrients we consume, the more microbial diversity we develop. So all these things can impact dysbiosis. You have heard about diet and stress and infections till now. And also other chronic diseases and the toxins in the environment can also affect dysbiosis. You know, you have food which has a lot of pesticides, and pesticides are filled with molecules which are supposed to kill the microbes in the farm. But when those pesticides are residue is present in the food, then that can affect the microbiome in our body also. So the same effect what it is having on the farm can happen in our microbiome. Okay, and this dysbiosis can alter the intestinal permeability, which causes food allergies, malnutrition, and the toxins inside the bacteria can get into the systemic circulation, and that causes burden of immune response, burden of antigens into our immune system, and that causes systemic diseases. So I would like to remind you about the 5 R's which we follow when we are trying to treat the root cause of the gut dysfunction or the IBS, which is removing what is causing the problem, replacing the digestive enzymes and which are deficient, re-inoculating with the good bacteria which is less, repairing the digestive lining or the intestinal lining, and finally we need to practice the relaxation techniques and exercise our vagus nerve to balance our whole nervous system.
So with this, I would like to conclude my talk, and yeah, I would like to take up if there is any other questions now. Thank you, Doctor, for the beautiful session. We have few questions from our participants. The first question is, how can we differentiate between problems caused by intestinal bacteria and worms through symptoms? So when we say microbiome, there are different things now. It's parasites, like you mentioned, worms are there. And other than parasites, you not just have bacteria, but also you have protozoans, and you have yeast, and you have viruses, and you have bacteria. Of course, the large chunk is the bacteria, but you have all these other variety of organisms. So we can only broadly understand and differentiate based on symptoms. We cannot, many times the symptoms of small intestinal bacterial overgrowth, fungal overgrowth can intersect. And with respect to the parasites, many times it can cause problems with the mast cells and the histamines. So when we do CBC, we see eosinophils raised when there are parasite issues, or the absolute eosinophil count will be raised when there are parasite issues. And parasites also are known more to cause constipation more than diarrhea. When it comes to the bacteria, there are again variety of bacteria. There are methanogenic bacteria and bacteria which releases endotoxins faster than the other bacteria. So depending on that, it may vary between constipation and diarrhea. And sometimes even food intolerances, that you develop bloating and burping, and you're selectively with some certain carbohydrates, can also be because of bacterial overgrowth. So it's difficult to make it simple. We need to take a detailed history, and that's why we spend half an hour to 45 minutes with every initial consultation to understand what are the different symptoms which may be leading to different dysfunctions, and then they arrive at a conclusion of whether it's bacteria or yeast or parasite. And based on that, we can decide the test. Okay, doctor. And the second question is, generally, after consuming curd, it seemed to aggravate flu, allergy, sinusitis. Why is it so? Consuming what? Consuming curd. Curd. Okay. So curd can have, broadly, it can be three issues. One is the curd itself. There are two problems with the current milk we are getting. One is it's again filled with a lot of hormones, and what the cow is eating is also having a lot of pesticides. So on that aspect, on long term, it creates a little bit of issues in the gut. Second is the casein. So not lactose, you immediately get symptoms if you're not able to digest lactose. But with casein, you develop some systemic effects also, because casein is a difficult molecule to digest. If your stomach acid is less, if your digestive enzymes are less, then the casein is not properly digested. That can lead to intestinal lining inflammation, and it can lead to leaky gut, and that can lead to immune system response, and that can lead to symptoms. And the next issue with milk and curd is the yeast. So when you have yeast overgrowth in the gut, and your histamines and the mast cells are overactive in the gut, then the curd can stimulate more yeast production, or it can give messages to the gut and the immune system mimicking the yeast molecule. So that can stimulate histamine reaction in the mast cells and give you allergic reactions. Okay, So doctor. again, we need to go a little deeper and understand based on the history whether it is the protein causing the problem, or is it the yeast and the histamine and the mast cells causing the problem. So it depends on the patients, right? Patients, yeah. Yes. Okay, doctor. And the last question is, if the gut problem is corrected, can we see progress in behavioral patterns of the child with autism? Yeah, definitely. That's 100%. We are seeing a lot of results with autistic kids.
Of course, autism also is a multifactorial disease. The environmental factors play a role. The 3G and the 4G connections are playing a role, and the screen exposure is playing a role. All of that also is important, but the gut itself, we see a lot of results when we treat the parasite infections, we correct the microbiome, we reduce the SIBO, and we also help the diversity of the gut bacteria improve. So when we do these things, we have seen very remarkable results. And now there is enough literature also in the scientific journals published talking about the gut and the autism link. Okay, doctor. And doctor, there are many more questions, but we have limited time. But I have noticed it's very kind and sweet of you, doctor, as you have already answered few questions in the chat box even for the personal questions. Anyway, thank you, Dr. Gauram Ramesh, for assertive and very informative answers to all the queries that our participants have, and also for the eye-opening session about IBS and gut microbiomes. Thank you. So next, we move on to our last session. A renowned doctor with compassion, a neuropsychology researcher, a stress management coach, TEDx speaker, also an adjunct faculty in numerous premier business schools, a renowned author, columnist, CEO and founder of Dr. Ushi's Wisdom Works. Let me invite our speaker, Professor Dr. Ushi Mohandas. Ma'am? Yes, Dr. Marianne, thank you so much. I hope I'm audible. Am I looking good? Of course, ma'am. Right. So we both are wearing maroon as well. To all the people who are here, big namaskaram. Thank you so much for having me. ഞാൻ മലയാളം അധികം സംസാരിക്കാറില്ല. ഞാൻ നാട്ടിൽ ഇതുവരെ വന്നിട്ടും താമസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് കഴിയുന്ന മലയാളത്തിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. And I will mix it with English. Thank you to the doctors who have had me over. Dr. Manoj, thank you so much. I've been interacting with Tejas. Thank you so much. And Dr. Praveen Joseph, I don't know in the referee, but yes, I'm very much over here. ഇപ്പൊ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ ആകെ കേട്ടിരിക്കുന്ന മറിയാൻ, I request you to be on video, okay? I want to see you. എനിക്ക് ആൾക്കാരോട് സംസാരിച്ചിട്ടുള്ള ശീലമാണ്. അപ്പൊ ഞാൻ ഓൺലൈൻ ആരെയും കാണാണ്ട് ഇങ്ങനെ ബോറടിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. So I want you to understand that I'm always a live speaker. അപ്പൊ ഞാൻ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഗട്ട് അങ്ങനെ, ഗട്ടിങ്ങനെ, ഗട്ടിങ്ങനെ, ഗട്ടങ്ങനെ, ഗട്ടിങ്ങനെ. ഗട്ടിനെ കുറ്റം പറയലായിരുന്നു ഈ സെഷൻ മുഴുവന്. Where I come from, it's a very different thing, and I want all of you to understand. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ ഗട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും കാണും. ഈ മൈക്രോബയോം ഇത് അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പഠിച്ചു, കുറെ സ്റ്റഡീസ് കണ്ടു, കുറെ പേര് കേട്ടു. അത് കഴിഞ്ഞു 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾ അത് മറക്കും. പക്ഷെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ ആക്ച്വലി പറ്റില്ല. എന്ന് വെച്ചാൽ ദിസ് വെരി കോമൺ, ഇറ്റ്സ് വെരി സിമ്പിൾ, ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഞാനൊരു മെഡിക്കൽ ലാംഗ്വേജ് തീരെയും സംസാരിക്കാൻ പോകുന്നില്ല. 40 കൊല്ലമായിട്ട് ഡോക്ടറായിട്ട് പഠിച്ച കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വന്ന് വിളമ്പാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ട്രൂത്ത് ആണ്. അത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചില മേ ബി സം ഫാക്ട്സ് ആൻഡ് മേ ബി സം ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ദയചെയ്ത് എനിക്ക് IBS ഉണ്ട് അത് മാറുമോ എന്ന് ചോദിക്കരുത്. എനിക്ക് ഗ്യാസ് ആണ് അത് മാറുമോ എന്ന് ചോദിക്കരുത്. എനിക്ക് ലൂസ് മോഷൻ ഉണ്ട് അത് മാറുമോ, അതെങ്ങനെ മാറ്റിയെടുക്കുക? അത് ഒരു സ്വിച്ച് ഒന്നും അല്ല, ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്താൽ അത് മാറാനും സ്വിച്ച് ഓഫ് ചെയ്താൽ അത് പോവാനും വരാനും ഒന്നും. ഇറ്റ്സ് എ വെരി ലോങ് ഡ്രോൺ പ്രോസസ്. ഇറ്റ്സ് എ പ്രോസസ് ഡ്രിവൻ ട്രീറ്റ്മെന്റ്. ഇറ്റ് ഇസ് നോട്ട് സംതിങ് വേർ നമ്മൾ ജസ്റ്റ് ഇന്ന് ചോറ് കഴിക്കൽ നിർത്തി ചപ്പാത്തി തിന്നാൻ തുടങ്ങി അപ്പൊ എല്ലാം മാറി, അല്ലെങ്കിൽ ഇന്ന് മുതൽക്ക് എല്ലാം റോ സാലഡ് 3 നേരം തിന്നാൻ തുടങ്ങി, അത് കാരണം എന്റെ ഗട്ടിന് എന്നെ ഭയങ്കര ഇഷ്ടമായി പോയി, എനിക്കും ഭയങ്കര സ്നേഹമാണ്, എല്ലാം ശരിയായി, അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ ഗൂഗിൾ ഡോക്ടേഴ്സ് ആണ്. ഞാനിപ്പോ പറയുന്ന സകല കാര്യം നിങ്ങൾ പോയിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കും.
നമ്മുടെ അടുത്ത് വരുന്ന സകല പേഷ്യന്റും ഗൂഗിൾ ഡോക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും. നാരങ്ങ പിഴിഞ്ഞ് രാവിലെ കുടിക്കണം, ഇഞ്ചി വെള്ളം ചൂടായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ വെള്ളുള്ളി ചതച്ച് തിന്നണം. ഇങ്ങനത്തെ നിറയെ ഡോക്ടർമാർ കാരണമാണ് നമുക്ക് വരുന്ന പ്രോബ്ലം മുഴുവന്. അപ്പൊ ദയചെയ്ത് ഇത് മനസ്സിലാക്കുക. The gut is connected to the brain and the brain is connected to the gut. It's called a bi-directional connection. നമുക്ക് ഗട്ടിന് വല്ല അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗട്ടിനെ ഫൈൻ ട്യൂൺ ചെയ്യാം. നമ്മുടെ ബ്രെയിൻ അല്ല, നമ്മുടെ മൈൻഡിന് വല്ല അസുഖമുണ്ട്, അസ്വസ്ഥത, നമുക്ക് സന്തോഷം കുറവ്, അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ശരി പോരാ, ഡിപ്രഷൻ ആണെന്ന് പറയുന്നു ഡോക്ടർ. മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് നമുക്കത് ശരിയാവില്ല. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു കൻ യൂസ് യുവർ മൈൻഡ് ടു ടേക്ക് കെയർ ഓഫ് ദ ഗട്ട്, യു കൻ യൂസ് യുവർ ഗട്ട് ടു ടേക്ക് കെയർ ഓഫ് ദ മൈൻഡ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ് ആൻഡ് two-way switch ആണ്. ഇറ്റ്സ് ഓൾസോ ഗോട്ട് a motor or an electric connection. നമ്മൾ ആ ഇലക്ട്രിക് കണക്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്ട്, കണ്ട സ്വിച്ച് ഒന്നും ഓൺ ചെയ്യാണ്ട്, ഒരു വലിയ മെർസിഡീസ് കാർ വാങ്ങിയിട്ട് നമ്മൾ ഷെഡിൽ പാർക്ക് ചെയ്ത് വെച്ച് ആൾക്കാർക്ക് മാത്രം ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ കാർ അവിടെ വെച്ചാൽ 1 മാസത്തിനുള്ള കാർ വർക്ക് ചെയ്യേണ്ടാവും. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് ബിക്കംസ് മൂഡി. നമുക്ക് സന്തോഷം വരും, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും, വിശപ്പ് വരും, അല്ലെങ്കിൽ ഭയങ്കര അധികം സന്തോഷം. ഏത് സമയവും സന്തോഷം കൊണ്ട് ചാടി കളിച്ചുകൊണ്ട് കുറെ ആൾക്കാരുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ദി ആർ നോർമൽ. ഇന്നത്തെ കാലത്തെ ഏറ്റവും കോമൺ ഡിസോർഡർ മൈൻഡിന്റെ ബൈപോളർ ആണ്. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ജോയ്, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ. അപ്പൊ ഇതൊക്കെ ഈ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആവുന്ന എന്താ വെച്ചാൽ ബിക്കോസ് യുവർ ഇലക്ട്രിക് കണക്ഷൻ ഇസ് നോട്ട് ഫൈൻ. ഈ ഇലക്ട്രിക് കണക്ഷൻ, ഈ ബൈ ഡയറക്ഷണൽ കണക്ഷൻ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് വി ക്യാൻ കീപ് ഇറ്റ് അലൈവ്. മോസ്റ്റ് ഓഫ് അസ് ആർ റൈറ്റ് ഹാൻഡേഴ്സ്. നമ്മൾ റൈറ്റ് ഹാൻഡ് ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇത് ഗട്ടായിട്ട് ഒരു കണക്ഷനും ഇല്ല, ബട്ട് ഇറ്റ് ഗോസ് ത്രൂ ദ ഗട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എവ്രി വൺ ഇസ് എ റൈറ്റ് ഹാൻഡർ. നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി തീരെ യൂസ് ചെയ്യില്ല. നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇതിന്റെ ഒക്കെ ലീനിയൻസ് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ടാണ് എവ്രി വൺ സേസ് ലൈ ഡൗൺ ടേണിംഗ് ടു യുവർ ലെഫ്റ്റ് സൈഡ്. ബിക്കോസ് അങ്ങനെ നമ്മൾ അനാറ്റമിക്കലി അങ്ങനെ കിടന്നാൽ all the organs will align itself into its rightful somatic space. So what am I suggesting? First thing, please നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് ഡെയിലി എക്സ്ട്രാ യൂസ് ചെയ്യാൻ പഠിക്കണം. എങ്ങനെ? ഒരു A4 സൈസ് ഷീറ്റിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സ്ക്രിബിൾ ചെയ്യാൻ പഠിക്കൂ, കുത്തി കുറിക്കുക. ജസ്റ്റ് ഡു സംതിങ് വിത്ത് ദ ലെഫ്റ്റ് ഹാൻഡ്. സെക്കൻഡ് തിങ്, ഭർത്താവിനെയോ ഭാര്യ അടിക്കുകയാണെങ്കിൽ യൂസ് ദ ലെഫ്റ്റ് ഹാൻഡ്. എന്താ വെച്ചാൽ അതിന് പവർ തീരെ പോരാ. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിനുള്ള പവർ ഉള്ളൂ. നമ്മൾ ബൈക്ക് കഴുകുക, അല്ലെങ്കിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കുക, എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമുക്ക് തീർക്കണം. അത് നമ്മൾ ഡെയിലി നമ്മളിങ്ങനെ ആ ക്വെഞ്ചിങ് അല്ലെങ്കിൽ സ്ക്വിഷിങ് എക്സസൈസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 minutes 3 times a day ചെയ്ത് കഴിഞ്ഞാൽ you can have beautiful functioning of the central nervous system and something called the ENS, enteric nervous system. You have a very big connection of nervous system inside your intestines. നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത് കുറെ സാധനങ്ങൾ, കുറെ അവയവങ്ങൾ ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ വയറെന്ന് പറയും, ചിലർ കുടല് എന്ന് പറയും, വെൽക്കുടല്, ചെറിയ കുടല്, ഇങ്ങനത്തെ കുറെ പേരുകളൊക്കെ ഉണ്ട്. ബട്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ വെരി ബിഗ് സിസ്റ്റം. ഒരു വലിയ മോട്ടറാണ് അത്. ആ മോട്ടറിനെ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വി കനോട്ട് ഹാവ് ദ കണക്ഷൻസ്. ആ മോട്ടർ ഓടണമെങ്കിൽ യു നീഡ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ലെങ്കിൽ ആ മോട്ടർ ഓടില്ല. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ബ്രെയിൻ ഇസ് ദ വൺ ദാറ്റ് റൺസ് ദ ഗട്ട്. അപ്പൊ നമ്മുടെ ബ്രെയിന് എല്ലാ സിഗ്നലും നമ്മുടെ ഗട്ടിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നത്. കുറെ 80% ഓഫ് ദ സിഗ്നൽ നമ്മുടെ ഗട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ സിഗ്നൽ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിന് ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി നോൺ ഡോമിനന്റ് ആയ കാരണം ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ നമ്മുടെ തീരെയും ഫങ്ഷൻ ചെയ്യാണ്ടായി പോകും. ഒരു 40-50 years ആകുമ്പോഴേക്കും അത് തീരെയും ഫങ്ഷൻ നിന്ന് പോകും. A for apple, B for ball, C for cat. ഇത് ഒരു കുട്ടിയെ നമ്മൾ കുത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചോദിച്ചാൽ മതി, അത്രേ അവർ പറയും. A for aeroplane ഇതുവരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ. എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചത് അങ്ങനെ കക്കും കുട്ടികൾ. ദ സെയിം വേ വി ആർ ഓൾ ക്രീച്ചേഴ്സ് ഓഫ് റൂട്ടീൻ. രാവ് പകല് നമ്മൾ എന്ത് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നമ്മുടെ റൂട്ടീൻ. ഓരോരുത്തരുടെ റൂട്ടീനും വ്യത്യാസമുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്
കുറച്ചും കൂടിയും ഒരു 10 minutes ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രിക് നെർവസ് സിസ്റ്റം സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് തന്നെ it will start behaving itself. Second thing is you need enough exercise. നമ്മള് ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ഒരു പ്രസവമല്ലാത്ത എല്ലാം ഇന്റർനെറ്റിൽ പറ്റും. എവറിത്തിങ്, മാരേജ്, ലവ്, കല്യാണം, ശാപ്പാട്, everybody is on Instagram, everybody is on Facebook, everybody is on all forms of internet. ഒരു മനുഷ്യനായിട്ടുള്ള കണക്ഷൻ തീരെ വിട്ടുപോയി ഇന്നത്തെ കാലത്ത്. Everybody is living in a nuclear family. Everybody is living alone. Even if you're sitting in the house, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ textually massage ചെയ്തുകൊണ്ടിരിക്കുക, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക, and nobody feels comfortable because you're just sharing messages. So we need to understand that a human connection needs to be kept alive through exercise. Exercise എന്ന് പറഞ്ഞാൽ ജിമ്മ് പോണ്ട ആവശ്യമില്ല. You don't have to go and work out in some place where നമുക്ക് ക്ഷീണോ കണിക്കണ്ട മേലുവേദനയും കയ്യും കാലും വേദന അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. You can do something very simple. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കളരിയാണ്. So I understand very well every വെട്ടും തടവും. എൻ്റെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ വല്ലവരെയും തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവർ ചത്തു വീഴും. So this is exactly the strength that you need to develop. Strength എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അട്ടഹസിച്ച് കഥകളി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ വിരൽ മതി. കറക്റ്റ് ആയിട്ടുള്ള മർമ്മസ്ഥാനത്ത് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ആ വലിയ ചക്കമരുത്ത ബോഡി അവിടെ ജസ്റ്റ് കൊഴിഞ്ഞു വീഴും. And that is exactly what you need to understand, that we are all wired. Wiring നമ്മൾ നേരാവണ്ണം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ സ്വിച്ചസ് നമ്മൾ നേരാവണ്ണം നോക്കിക്കഴിഞ്ഞാൽ, the gut will act according to the brain will act according to the gut. നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് മാത്രമല്ല ദേഷ്യം പിടിച്ച അസിഡിറ്റി വരും. നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കൂടും. നമുക്ക് എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ആണ്. നമുക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ your adrenaline starts pumping. Most of the chemicals, മനുഷ്യൻ എന്ന് പറഞ്ഞാല് വെറും കെമിക്കൽസും വാട്ടറും. ഇന്നത്തെ കാലത്ത് ആരും അനങ്ങുന്നില്ല. നോ എക്സസൈസ്. സെക്കൻഡ്, നോ ഇനഫ് സ്ലീപ്പ്. എല്ലാവരും 2-3 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത്. ഞാൻ കൂമനാണ്, ഞാൻ അങ്ങനെയാണ്, എൻ്റെ ലൈഫ് 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എനിക്ക് മറ്റതാണ് ഇതാണ്, ഞാൻ ഐ എം എ ക്രീച്ചർ ഹു ക്യാൻ സ്ലീപ് 2 hours and then manage 22 hours. ഇതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. But you need a minimum of 7 hours of deep sleep. And deep sleep എന്ന് പറഞ്ഞാൽ you need to understand what is REM sleep, NREM sleep എന്നൊക്കെ. അതൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. കൂർക്കം വലിക്കുന്ന രീതിയിലുള്ള ഉറക്കം വേണം. And which means that you should be dead to the world. ഒരു മനുഷ്യൻ വന്ന് നമ്മളെ തൊട്ട വരെ നമുക്ക് അറിയരുത്. അങ്ങനത്തെ ഡീപ് സ്ലീപ്പ്, അങ്ങനത്തെ സ്ലീപ്പ് ഇക്കാലത്തില്ല. ആ സ്ലീപ്പ്, ബിക്കോസ് ഓഫ് ദാറ്റ് സ്ലീപ്പ് യു വിൽ ഗെറ്റ് ഹീലിംഗ്. നമ്മുടെ ഗട്ടിന് ഹീലിംഗ് ടൈം ഇല്ല. നമ്മൾ ഏത് സമയവും വല്ലതും ചവച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. പണ്ടത്തെ കാലത്ത് രാവിലെ ഒരിക്കല്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരിക്കൽ, അല്ലെങ്കിൽ രാത്രി ഒരിക്കലായിരുന്നു മീൽ ടൈം. പക്ഷെ ഇപ്പൊ എല്ലാവരും എല്ലാ മണിക്കൂറും വല്ലതും എടുത്ത് തിന്നും. ആരോ പറഞ്ഞു നട്ട് നല്ലതാണ്, സീഡ് നല്ലതാണ്. എല്ലാ മണിക്കൂറും 10 നട്ട് 10 സീഡ്, ഓരോരോ ഡബ്ബൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ആൽമണ്ടും വാൾനട്ടും കാഷ്യൂ നട്ടും ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന. പ്ലീസ് ബി കെയർഫുൾ. യു കനോട്ട് കീപ് ഈറ്റിംഗ് ത്രൂ ഔട്ട് ദ ഡേ. യു കനോട്ട് ലിവ് ടു ഈറ്റ്, യു ഹാവ് ടു ഈറ്റ് ടു ലിവ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. പണ്ട് കാലത്ത് അത്രേ അവർ കഴിച്ചിരുന്നുള്ളൂ. അവരുടെ മാനുവൽ ലേബർ യൂസ് ടു ബി മോർ. വി ഡോണ്ട് ഹാവ് എനി ലേബർ. നമ്മൾ ഈ ഒരു യന്ത്രത്തിന്റെ പിന്നിൽ ഇങ്ങനെ ഇരുന്ന് കൈകൊണ്ട് ഇങ്ങനെ കൊട്ടല്ലാണ്ട് most of the people are not doing any manual labor. Physical labor is a must. For that, the best exercise is a 20 to 30 minute crisp walk. If you can do that, your alignment becomes better. Your entire body functions become better. ഞാൻ പറഞ്ഞ motor, it will be in alignment. Switches എല്ലാം run ചെയ്യും. Electrical circuit മുഴുവൻ run ചെയ്യും. You will have a great time understanding the balance between the brain and the gut. ചിലവർക്ക് ദേഷ്യം പിടിച്ചാൽ ഭക്ഷണം കഴിക്കണം, ഉടനെ ചായ കുടിക്കണം, സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ ഒരു സ്മോൾ അടിക്കണം. ഇതൊക്കെ വരുന്നത് ഇറ്റ്സ് കമ്മിങ് ഫ്രം യുവർ ബ്രെയിൻ. ദീസ് ആർ നത്തിങ് ബട്ട് ഇമ്പൾസസ്. നമ്മളൊരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യും, ഒരു ഇമ്പൾസും റെസ്പോൺസും. ഇതൊക്കെ വരുന്നത് ഫ്രോം ദ ഗട്ട്. ദ ഗട്ട് ഇസ് ദ ഇനിഷ്യേറ്റർ. അപ്പൊ നമ്മൾ ഈ സ്റ്റിമുലസ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ലെങ്കിൽ യു വിൽ എൻഡ് അപ്പ് ഡൂയിങ് തിങ്സ് വിച്ച് ആർ നോട്ട് നെസസറി. നമ്മൾ കഴിക്കുന്ന അത്ര ഭക്ഷണം നമുക്ക് ആവശ്യമില്ല ഇന്നത്തെ കാലത്ത്. ബട്ട് നോബഡി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ്. ഒരു പറ ചോറാണ് ആൾക്കാർ തിന്നുന്നത്. ഇത്രയൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതാ ഹെൽത്ത് മോശമായി, മെലിഞ്ഞു, തടി കൂടി, മറ്റത് തടി കുറഞ്ഞു. സോ എവറി ഡേ പീപ്പിൾ ആർ കംപ്ലൈനിങ്.
പ്രസവിച്ചു കഴിഞ്ഞാൽ തടി കൂടും. സോ പ്രസവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തടി കൂടും, ബിക്കോസ് യു നീഡ് ഇറ്റ്. ആ ഒരു ഫാറ്റ് കണ്ടന്റ് ഉണ്ടെങ്കിലേ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സിക്രീറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പീപ്പിൾ സ്റ്റാർട്ട് ടോക്കിംഗ് എനിത്തിങ്. ഇന്നത്തെ കാലത്ത് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എക്സസൈസ്, ഇനഫ് സ്ലീപ്പ് ആൻഡ് ദ ലാസ്റ്റ് വൺ, ഈറ്റ് ഹെൽത്തി. നമ്മുടെ വായ്ക്കകത്ത് നമ്മൾ വെക്കുന്ന സാധനങ്ങളെല്ലാം, anything starting from 1 drop of water to maybe a small teaspoon of sugar is going to affect you. അപ്പൊ നമ്മൾ പറയുന്ന ഒരു വലിയ വാക്കുണ്ട്, അത് ഞാനൊരു സ്പിരിച്വൽ ആളായോണ്ട് പറയാണ്, എത്ര ആൾക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇറ്റ്സ് കോൾഡ് അവബോധം. You need to be aware. You need to understand everything that you're putting inside on that tongue. Don't just look somewhere and start eating your food. Don't just start looking somewhere and eating your fruit. You need to be fully conscious of what you're eating. നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻസൈം കപ്പാസിറ്റി കൂടും. ഉടനെ നമ്മുടെ മൈക്രോബ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് they will be happy. You will not have the wrong levels of acid, because of which a lot of microbes will die. There are only certain microbes which can survive in that environment. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആയിക്കോട്ടെ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആയിക്കോട്ടെ, അതിൻ്റെതായ റെസിഡൻസ് ഉണ്ട്, അതിൻ്റെതായ കോളനീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്നതിന്റെ മുമ്പ് you have to understand what we put here is very important. ബാക്കി സാധനങ്ങൾ ഗട്ട് ഏറ്റെടുക്കും. And have faith in your gut. It will help you. If you help it, it will also help you. The most important thing that you have to remember, നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം ഡെയിലി. വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ 1.5 to 2 liters, 8 ഗ്ലാസ് മിനിമം വെള്ളം കുടിക്കണം. എല്ലാവരുടെയും സ്വഭാവമാണ് ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുക. ഇത് 100 പ്രാവശ്യം എല്ലാവരും പറഞ്ഞിട്ട് ആരും കേൾക്കില്ല. I want you to understand, ദാഹിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ബിഫോർ ഈറ്റിംഗ് കുറച്ച് വെള്ളം കുടിച്ചോളൂ. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു 20 to 30 minutes നമ്മൾ കഴിച്ച ഉടനെ യു കനോട്ട് ഹാവ് എനി വാട്ടർ. നമ്മൾ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു 15 minute ഗ്യാപ്പ് കൊടുത്തിട്ട് ഫ്രൂട്ട് കഴിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട്. ഭക്ഷണത്തിന്റെ കൂടെ ഫ്രൂട്ട് അങ്ങോട്ട് കഴിക്കാൻ പാടില്ല, ബിക്കോസ് എല്ലാത്തിന്റെയും കൺസിസ്റ്റൻസി, ഡൈജസ്റ്റീവ് ടൈം ഇതൊക്കെ വേറെയാണ്. You must keep it in your mind, because I'm talking purely natural things. നമുക്ക് തീരെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. And this is nothing complicated. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എക്സസൈസ്, അറ്റ്ലീസ്റ്റ് 30 minutes of walk, keep the left side of your body intact, use the left hand, use the left leg. ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ use your left leg. If you want a piece of paper, ആ പേപ്പർ എടുത്തിട്ട് just you keep writing on that piece of paper. If you want anything, കാർ കഴുകുക, ഇസ്ത്രി ഇടുക, എന്ത് വേണേലും ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഈ ലെഫ്റ്റ് ബോഡി യൂസ് ചെയ്തിട്ട് കുറച്ചൊരു 10 to 15 minutes എവറി ഡേ ഇപ്പൊ മുതൽക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം തോന്നും. ഈ ഗ്യാസ് വരുന്ന ക്വസ്റ്റ്യൻ അതോടുകൂടെ മാറും. And that's exactly what I'm saying. ഇതിന് മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല. മരുന്നൊക്കെ ലാസ്റ്റ് റിസോർട്ടാണ്. ഈ അനാവശ്യ സ്കാൻ, അനാവശ്യ USG, അനാവശ്യ MRI, അനാവശ്യ കാറ്റ് മാറ്റ്, എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, കണ്ട ദ്വാരങ്ങളിലൊക്കെ കൊണ്ട് സ്കോപ്പ് കയറ്റലാണ് പണി. And then finally just do this test, that test, this test, that test. It is not necessary. Unnecessary diagnostics is not necessary. നമ്മൾ ശരിക്കും അവബോധത്തിൽ നമുക്ക് മനസ്സിലാവും. ചിലവര് സങ്കടം വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് ഭക്ഷണം കഴിക്കും. ചിലവര് സങ്കടം വന്നു കഴിഞ്ഞാൽ തീരെ ഭക്ഷണം തൊടില്ല. So everything of the gut is different from person to person. എന്റെ ഗട്ട് വേറെയാണ്, ഡോക്ടർ മെറിയാന്റെ ഗട്ട് വേറെയാണ്, ഇതുവരെ സംസാരിച്ച ആൾക്കാരുടെ ഒക്കെ ഗട്ട് വേറെയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഗട്ട് തീരെ മാറും, ബിക്കോസ് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരിക്കും. ഓക്കെ, സോ I'm just joking. ചിലവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര പ്രേമവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. ആ സ്ഥിതിയിലും അതേ സെറോട്ടോണിൻ ജാസ്തി സിക്രീറ്റ് ചെയ്യും. So you must be very careful, because serotonin is one of the primary culprits of depression. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ട്, ഭയങ്കരമായിട്ട് കുഴപ്പങ്ങളുണ്ട്, ഭയങ്കരമായിട്ട് മൂഡ്, അഗ്രഷൻ, സ്കൂളിൽ കംപ്ലൈന്റ്, അല്ലെങ്കിൽ ക്ലാസ് പോകാൻ ഇഷ്ടമല്ല, വീട്ടിൽ അടി എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ സെറോട്ടോണിൻ ഇസ് ദ കൾപ്രിറ്റ്. എന്താ വെച്ചാല് 95%, almost 95% of the serotonin is produced from the stomach, from the gut. Okay, you need to understand this. So what is serotonin? It is a happy chemical. So if you want to be happy, you must learn to increase, moderate the production of serotonin. Amridon jasti ayale veshana. So you must be very careful, because
serotonin kuti, it becomes a big problem tomorrow because your reward system starts triggering unnecessarily. Oh, a sweet കഴിച്ചാൽ മാറും, എനിക്ക് ചോക്ലേറ്റ് കഴിക്കണം, എനിക്ക് മറ്റത് കഴിക്കണം, എനിക്ക് ഇന്നൊരു പായസം കുടിക്കാൻ ഒരു തോന്നല്. ഈ തോന്നൽ എന്ന് പറയുന്നത് it's called cravings. Everything in the gut controls emotion, controls need, controls desire, controls craving. സൂക്ഷിക്കണം. എന്നുവെച്ചാൽ if you don't watch out for what you're feeling, നമ്മൾ അവസാനം പോയിട്ട് കണ്ണി കണ്ടതൊക്കെ എടുത്ത് തിന്നും. And that signal is not a correct signal. ആ സിഗ്നലിംഗ് സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ please eat healthy. What is eat healthy? ഇപ്പൊ 100,000 സാധനങ്ങൾ ഇപ്പൊ ഇതുവരെ പറയുന്നത് കേട്ടു, കുറെ സ്റ്റഡീസ് നമ്മൾ കണ്ടു, കുറെ പിക്ചേഴ്സ് നമ്മൾ കണ്ടു, കുറെ പവർ പോയിന്റ് കണ്ടു. എന്റെ പവർ പോയിന്റ് ഇവിടെയാ. So I'm sharing what is experience, and that's what I'm trying to share with you. The most important function of the gut and the mind is good memory. നമ്മുടെ മെമ്മറിയെ ബാധിക്കുന്നത് primarily what you eat. നമ്മളെ മെമ്മറി സ്ട്രോങ് ആക്കണമെങ്കിൽ ഇറ്റ് ഇസ് എ ലോട്ട് ഓഫ് വാട്ട് യു ഈറ്റ്. നമ്മൾ വേണ്ട മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്, മിനറൽസ്, വിറ്റമിൻസ്, ഇങ്ങനെ ചെറിയ ചെറിയ പദാർത്ഥങ്ങളുണ്ട്. ചെറിയ ചെറിയ ഒരു രാസവസ്തു എന്നൊക്കെ പറയുന്ന പോലെ കെമിക്കൽസ്, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ജാസ്തി ഉണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യുക. ഇത് നമ്മൾ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ ഗട്ട് ബ്രെയിൻ കണക്ഷൻ മെല്ലെ അത് സ്വിച്ച് ഓഫ് ആയി പോകും. അത് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കൺട്രോളും ഇല്ലാണ്ട് യു സ്റ്റാർട്ട് പുട്ടിങ് ഓൺ വെയിറ്റ്. നമുക്ക് ഉറക്കം വരില്ല, ദേഷ്യം വരും, കണ്ട ഭക്ഷണം മുഴുവൻ എടുത്ത് തിന്നും, എല്ലാരെയും നമ്മൾ കുറ്റം പറയും, എല്ലാവരുമായിട്ട് അടികൂടും, ഉറക്കം തീരെയും വരില്ല, നമ്മുടെ സ്കിന്ന് ആകെ ഡാമേജ്ഡ് ആയി പോകും. വയസ്സായാലും വേണ്ടില്ല, ബട്ട് യു വിൽ സ്റ്റാർട്ട് ലൂസിങ് എവറിത്തിങ് ദാറ്റ് യു ആർ സപ്പോസ് ടു ബി നോട്ട് ലൂസിങ് ടു ഏർലി. തലമുടി കൊഴിച്ചില്, താരൻ, ഇതൊക്കെ കോമൺ കംപ്ലൈന്റ് ആണ് എല്ലാവരുടെയും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സം പീപ്പിൾ കം ടു മീ ആൻഡ് സേ ദാറ്റ് എനിക്ക് രാത്രി 9 മണിക്കൂർ ഉറങ്ങിയിട്ടും രാവിലെ എണീച്ചിട്ട് ഐ എം ഫീലിംഗ് ടയേർഡ്. And that is because your chemical balance is not correct. നമ്മുടെ entire endocrine systemത്തിന്റെ ഫംഗ്ഷൻ, നമ്മുടെ എല്ലാ endocrine ഫംഗ്ഷന്റെയും സ്വിച്ചസ് ഉണ്ട് നമ്മുടെ ഗട്ടില്. നമ്മുടെ ഗട്ടിന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ പോകുമ്പോഴാണ് നമ്മൾ ഓരോ വേണ്ടപ്പെട്ട ഹോർമോൺസ് സിക്രീറ്റ് ചെയ്യുന്ന ബോഡി. So you must understand, eat healthy എന്ന് പറഞ്ഞാല് there are some things I'm going to share with you today. അത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 കാര്യം ഓർമ്മ ഉണ്ടെങ്കിൽ you can do it. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് ഈറ്റ് ഹെൽത്തി. ഈറ്റ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഈറ്റ് മെമ്മറി ബൂസ്റ്റിംഗ് ഫുഡ്. മെമ്മറി ബൂസ്റ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പ്ലീസ് റിമെമ്പർ ദിസ്. ഫസ്റ്റ് തിങ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. എല്ലാ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് you can start having. You have something called lutein in that. And lutein and the folate which is there in the green leafy vegetables is going to be very helpful to your brain. So there is the connection between the gut and the brain. Please include green leafy vegetables. Palak, cheera, chona jeera, anything that you want. Methida ela, any ela that you are comfortable with. Adana ഞാൻ പറഞ്ഞ അവബോധം. ഞാൻ ചീര തിന്നിട്ട് എനിക്ക് ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ please don't eat it. Change it to another ela. And you need to understand which ela suits you and which ela does not suit you. And for that, you need to be conscious, you need to be aware, and you need to check and see every day which green leafy vegetable is good for you. That's daily thinnanonnilla. Aachayil 2 to 3 days is a maximum that you can try giving your body that, so that you will start benefiting. The next thing is something called fatty fish. All fat is not bad. You need to please remember there's something called fatty fish. നമ്മുടെ എണ്ണുള്ള മത്സ്യം, നമ്മുടെ എണ്ണുള്ള മീൻ, നമ്മുടെ മത്തി, അയില, അല്ലെങ്കിൽ സാമൺ, ട്യൂണ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ പ്ലീസ് ബൈ ഇറ്റ്. അല്ലെങ്കിൽ നമ്മുടെ മത്തി അയിലയും ധാരാളമാണ്. If you can please just have 3 times a week, if you are a non-vegetarian, you can have fatty fish. You get your omega-3 from that. And omega-3 is a must for gut health. അത് നമുക്ക് നാച്ചുറൽ ഫുഡ്സിന് ഈടായിട്ട് ഒന്നും കിട്ടുന്നില്ല. യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് an omega-3 and you have to also substitute protein and selenium. So green leafy vegetables, you need to have fatty fish. The third and the most important thing, eggs. Eggs which are natural eggs, natural farmed eggs, not hormonal eggs, not those eggs of those chicken which are fed in farms. You got to be very careful.
If you can have an egg a day, maybe 2 eggs a day also, there's absolutely no problem. Eggs have a lot of choline and B12. A choline and B12 അത്യാവശ്യമാണ് നമ്മുടെ gut healthന്. You must start replenishing something with a protein, with also something which has minerals. Choline, ഇപ്പൊ ഞാൻ ലൂട്ടിൻ എന്ന് പറഞ്ഞ മാതിരി choline, ഓർമ്മ ഉണ്ടെങ്കിൽ ഓർമ്മ, മുട്ടാന്ന് ഓർമ്മ വെച്ചാൽ മതി. If you can have it, fine. If you are allergic, please don't have it. Allergy എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറിറ്റേറ്റിംഗ് സൗണ്ട്സ് വരും, നമുക്ക് വയറുവേദന വരും, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കക്കൂസ് പോകണമെന്ന് തോന്നും, അല്ലെങ്കിൽ നമുക്ക് ആകപ്പാടെ ഒരു തലവേദനിക്കുന്ന മാതിരി, അല്ലെങ്കിൽ ഒരു തീരെ സുഖമില്ലായ്മ വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു ഐറ്റം നമ്മൾ തിന്നരുത്. അതിന് ഐ റെക്കമെൻഡ്, എന്റെ പേഷ്യൻസ് വരുമ്പോൾ ഐ റെക്കമെൻഡ് ഒരു ജേർണൽ, ഒരു ചെറിയൊരു ബുക്കിൽ എഴുതി വെക്കുക നമ്മൾ എന്തൊക്കെയാ കഴിക്കുന്നത്, നമുക്ക് എങ്ങനെയൊക്കെയാ തോന്നുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേക്ക് എ സ്മോൾ നോട്ട്. ആ നോട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് റിപ്പീറ്റഡ്ലി. ഒരു പ്രാവശ്യം വല്ല ഡിസ്കംഫർട്ടും വന്നു എന്ന് വിചാരിച്ചിട്ട് ഡോണ്ട് സേ നോ. If it's going to repeat itself 2 or 3 times in the week, you can actually make a note of it. So what did I say? The first thing that I said is green leafy vegetables. The second thing that I said is eggs. Third thing which I said is fatty fish. And the very, very important thing, നിങ്ങൾ കുറച്ചൊരു വില കൂടിയ സാധനമാണ്, എക്സ്പെൻസീവ് ആണ്, but it has its own benefits. You must have some berries. Berries are really, really good antioxidants. Antioxidants are, berries are full of antioxidants, full of vitamins, full of minerals. Blackberry, blueberry, raspberry, any berry vanengile, if you can buy, fine. If you can't buy, it's okay. You can always substitute with the naturally available fruits. But please ensure that some berries go into your diet. And that also in the raw form. That is in the fresh form. If you can buy it, fine. If you cannot buy it, substitute with other fruits, which I'm going to tell you about. The next one in the healthy categories, nuts and seeds. Nuts എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് almonds and walnut. Walnut expensive ആണ്, പിന്നെ almond പറ്റുകയാണെങ്കിൽ almond. Cashew nut is also absolutely okay. But if you have issues with kidneys, if you have issues with other organs, you must be careful with cashew. There is a limit. Cashew nut നല്ലതാണെന്ന് പറഞ്ഞിട്ടേ ഒരു 100 gram cashew nut daily തിന്നരുത്. Okay? You got to be very careful. It's just 4 to 5, not more than that. And എല്ലാം അതെ കണക്ക് വെച്ചിട്ട് നമുക്ക് തിന്നാൻ പാടും. Moderation is key. ഒന്നും ഈ ലോകത്തിൽ മോശമാണെന്ന് ഞാൻ പറയില്ല. ഒരു ഹാംബർഗർ വേറെ വേണമെങ്കിൽ തിന്നാം, ബട്ട് അത് ഡെയിലി 3 പ്രാവശ്യം തിന്നരുത്, ഡെയിലി 1 പ്രാവശ്യവും തിന്നരുത്, ആഴ്ചയിൽ ഒരിക്കലും തിന്നാം. And that means that your body is capable of handling it. Nothing in this world is bad. Everything is good. It's just that you got to eat it in moderation. You cannot eat it 3 times a day every day. അതാണ് എല്ലാവരും പറയുന്നത്, ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ പറയുന്ന സാധനങ്ങളാണ്. അത് പഠിച്ചാലേ നിങ്ങൾക്കും അത് പഠിയും. Please remember the last thing ഞാൻ പറഞ്ഞത്, why? Flax seed, chia seed, കുറെ seeds ഉണ്ട്, pumpkin seed, watermelon seeds, sunflower seed. Seed is not very expensive, but still chia seed അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ഒക്കെ കുറേശ്ശെ വില പിടിച്ച സാധനങ്ങളാണ്. പക്ഷെ ആ വില പിടിച്ച സാധനം കൊണ്ട് യു വിൽ നോട്ട് ഹാവ് എനി ഡാമേജ്, യു വിൽ ഓൺലി ഹാവ് എൻ അഡ്വാൻറ്റേജ്. പറ്റുകയാണെങ്കിൽ വാങ്ങി കഴിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മത്തന്റെ കുരു, സാധാരണ സൺഫ്ലവർ സീഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു 2 ടീസ്പൂൺ 1 ടീസ്പൂൺ പറ്റുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാധനത്തിൽ ജസ്റ്റ് അത് മിക്സ് ചെയ്ത് അങ്ങനെ കഴിച്ചാൽ മതി, റോ ആയിട്ട്. അത് കുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഉപ്പേരി ആയിക്കോട്ടെ, നമ്മുടെ മെഴുക്കുവരട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പൊരിയലോ നമ്മുടെ തോരനോ എന്തായാലും അതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുക. There's something called white lentil. അതിന് ഭയങ്കര ന്യൂട്രീഷണൽ എഫക്ട്സ് ആണ്, ഭയങ്കര എഫക്ട്സ് ഓൺ ദ ഗട്ട് ആണ്. അത് പറ്റുകയാണെങ്കിൽ വെൻ യു ആർ മേക്കിംഗ് ഓലൻ ഓർ യു ആർ മേക്കിംഗ് പുട്ടും പയറും ഓർ യു ആർ മേക്കിംഗ് എനിത്തിങ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചില കാര്യങ്ങൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പാടില്ല എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് എവ്രിബഡീസ് ടേസ്റ്റ് ഇസ് ഡിഫറെന്റ്. ഒരാൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് അത് ഇഷ്ടമല്ല. ഒരേ വീട്ടിൽ 5 ആൾക്ക് 5 സാധനമായിരിക്കും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവുന്ന അനിഷ്ടം ഉണ്ടാവുന്ന. So you need to remember this. So the very important thing is nuts and seeds. Appo please remember oily fish, green leafy vegetables, eggs, nuts and seeds. The last one I want to put for you before I want to go on and move on and share some more things. Besides small things that you can do, is first thing and the last thing is dark chocolate. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ചോക്ലേറ്റ് തിന്നണേന് ഒരു കുഴപ്പമില്ല.
പക്ഷെ 70% and above 80% and above കിട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ട് കയ്പുണ്ടാവും. കുഴപ്പമില്ല, കയ്പുള്ള സാധനങ്ങളൊക്കെ ബോഡിക്ക് അസലാണ്. സോ റിമെമ്പർ ദിസ്. ടേസ്റ്റ് അത്രയ്ക്ക് ഗുണം പോരാന്ന് പറഞ്ഞാൽ യു ക്യാൻ മേക്ക് ഇറ്റ് ടേസ്റ്റി. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം. ഇവിടെ വീട്ടിൽ നമ്മളെ എത്ര സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ വരെ ആരോ എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന്. അപ്പോ എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞതാണ്, കേക്ക് ബേക്ക് ചെയ്യാം, കുക്കീസ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ. നിങ്ങൾ അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ a happy stomach is a happy person, and a happy person is a very happy stomach. So like I said, ഇവിടെ നമുക്ക് ഹാപ്പി ആക്കണമെങ്കിൽ ഇത് സ്റ്റാർട്ട് യൂസിങ്, and if you want to be happy here, start using your stomach. അപ്പൊ നമ്മൾ റൈറ്റ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ഉടനെ മാറും. And that's why it's called food equals mood, and mood equals food. നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു ബിരിയാണി സ്ഥിരം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ബിരിയാണി, നമ്മുടെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ചില ഫ്രൈഡ് ചിക്കൻ, ഫ്രൈഡ് മട്ടൺ, ഫ്രൈഡ് ബീഫ്, ഇങ്ങനത്തെ നോൺ വെജിറ്റേറിയൻ നമ്മൾ 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ your mood cannot be good, because the chemicals and the byproducts of what you're eating is going to influence the production of certain happy chemicals. Other dopamine, endorphin, oxytocin, okay, and serotonin. So you have dopamine. Dopamine is basically reward. So you need to understand a lot of things about chemicals. നിങ്ങൾക്ക് അതിന്റെ പേരൊന്നും മനസ്സിലാക്കണ്ട. You just understand. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തത് തെറ്റായി, സ്വിച്ച് ഓൺ ചെയ്തത് ശരിയായി. ഇത് രണ്ടും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഡാർക്ക് ചോക്ലേറ്റിൽ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് കോൾഡ് ഫ്ലേവനോയിഡ്. അതിന്റെ ഒന്നും പേര് ഓർമ്മ വെക്കേണ്ടെന്ന് ഒരു കാര്യമില്ല. ഒരു കഷ്ണം ഡാർക്ക് ചോക്ലേറ്റ് ഡെയിലി തിന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ഡു യു എ ലോട്ട് ഓഫ് ഗുഡ്. ഒരു കഷ്ണം, ഒരു സ്ലാബ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല. സോ ഇതാണ് എല്ലാരും ഒന്നുമില്ലെങ്കിൽ ആശാന്റെ നെഞ്ഞത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇഫ് യു ഈറ്റ് 1 piece ഇറ്റ്സ് ഓക്കെ, യു കനോട്ട് ഈറ്റ് ദ ഹോൾ സ്ലാബ്. അത് എപ്പോഴും മനസ്സിൽ വെക്കുക. ഹോൾ ഗ്രെയിൻസ്, കേണതും റിഫൈൻ ചെയ്യാത്ത ഗ്രെയിൻസ് കഴിക്കാൻ നോക്കുക. അരിയാണെങ്കിൽ ചുവപ്പരി, ചുവന്നരി, പുഴുങ്ങലരി, അല്ലാണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ റിഫൈൻഡ് വൈറ്റ് റൈസ് അല്ലാണ്ട് നമുക്ക് കഴിയുന്നതും റിഫൈൻ ചെയ്യാത്ത നാച്ചുറൽ ആയിട്ട് കഴിയുന്നതും എങ്ങനെ അത് വരുന്നു അതേ തൗടോടുകൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി റിയലി ഗുഡ്. അതല്ലാണ്ട് ഹോൾ ഗ്രെയിൻസ്, മില്ലറ്റ്സ് ഉണ്ട്, സോർഗം ഉണ്ട്, ഓട്ട് മീൽ ഉണ്ട്, ബാർലി, all these are fantastic for you. Carbohydrate തീരെ എലിമിനേറ്റ് ചെയ്ത് കളയല്ലേ പ്ലീസ്. എല്ലാവരും കീറ്റോ ഡയറ്റ്, കീറ്റോ ഡയറ്റ്, കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞ് നടക്കാണ്. കീറ്റോ ഡയറ്റ് ചില മെഡിക്കൽ കണ്ടീഷൻസിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്, ലൈക്ക് ഇൻ എപ്പിലെപ്സി, ലൈക്ക് ഇൻ മെനി അതർ കേസസ്, ഓട്ടിസം. അപ്പൊ ചെറുതായിട്ട് നമ്മളൊരു ലിമിറ്റഡ് ടൈമിന് നടത്തുന്നല്ലാണ്ട് പ്ലീസ് ട്രൈ ആൻഡ് സ്റ്റിക്ക് ടു ഓൾ ഗ്രൂപ്പ്സ് ഓഫ് ഫുഡ്സ്. കാർബോഹൈഡ്രേറ്റ്സ് വേണം, പ്രോട്ടീൻസ് വേണം, ഫാറ്റ്സ്, ഗുഡ് ഫാറ്റ്സ് വേണം. അപ്പൊ അവക്കാഡോ മാത്രമൊന്നുമില്ല, നമ്മുടെ സാധാരണ നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കുടിച്ചു കഴിഞ്ഞാൽ, നല്ല ശുദ്ധമായിട്ടുള്ള പശുവിന്റെ നെയ്യ് ഉണ്ടെങ്കിൽ യു കെൻ ജസ്റ്റ് ഹാവ് 1/2 ടീസ്പൂൺ. ഇറ്റ്സ് എ നൈസ് ലൂബ്രിക്കന്റ്. നമ്മളെ GI ഇൻഡെക്സ് ഒക്കെ അത് കുറച്ച്, നമ്മളെ ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഒക്കെ അത് കുറച്ച് തരും. സോ പ്ലീസ് റിമെമ്പർ, ഗീ ഈസ് എ ഫാന്റാസ്റ്റിക് തിങ്. പ്ലീസ് റിമെമ്പർ, ഈ ഹാർട്ടിനുള്ള എണ്ണ, ലങ്ങിനുള്ള എണ്ണ, കിഡ്നിക്കുള്ള എണ്ണ എന്നൊക്കെ പറഞ്ഞ അഡ്വർടൈസിങ് കണ്ടിട്ട് എണ്ണ വാങ്ങിക്കല്ലേ പ്ലീസ്. ഏതെങ്കിലും ഒരു ഒറ്റ സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയ എണ്ണയാണ് വാങ്ങിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഗ്രൗണ്ട് നട്ട് ഓയിൽ, കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ, ഏതെങ്കിലും ഒരു ഒറ്റ ഫോം എണ്ണ ഉണ്ടെങ്കിൽ, അല്ലാണ്ട് ഈ മിക്സ് ചെയ്ത എണ്ണകളൊന്നും വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ്. അതൊന്നും നമ്മൾ വി ഡോണ്ട് നീഡ് ടു ബോദർ. യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ എ സിമ്പിൾ 1 element oil which is like groundnut oil or which is like coconut oil, and you can also cook in ghee. There's absolutely no problem. ഇതൊക്കെ മനുഷ്യർ പറഞ്ഞുണ്ടാക്കുന്ന, ഒരാള് ഗീ എന്ന് പറഞ്ഞാൽ മറ്റാള് ഗീ വിഷമെന്ന് പറയും. അവസാനം ആരെ വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. So please understand this, that you need to have whole grains. Tea and coffee in a limited quantity, caffeine is good. In a limited quantity. In fact, there is research which is done that black coffee, കട്ടൻ കാപ്പി ലിവറിന് ഭയങ്കര നല്ലതാണെന്ന് റിസർച്ച് ഉണ്ട്, ഇഷ്ടംമാതിരി റിസർച്ച് ഉണ്ട്. അതൊന്നും കാണിച്ചു തരേണ്ടൊന്നും ആവശ്യമില്ല, നിങ്ങൾക്കും ആക്സസ് ചെയ്യാം ഗൂഗിളിൽ. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചായയും കാപ്പിയും മോഡറേഷനിൽ 1 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് ഇഫ് യു ആർ ഗോയിങ് ടു ഹാവ്, ഇറ്റ് ക്യാൻ ഹാവ് എ ഫാന്റാസ്റ്റിക് ആന്റി ഓക്സിഡന്റ് എഫക്ട്. Caffeine has beneficial effects in limited quantity. So you need to understand this. വേറെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് മഞ്ഞൾ, ടേമറിക്.
ഞാൻ ഫുഡിനെ പറ്റി പറഞ്ഞു തരാണ്, ബിക്കോസ് നിങ്ങൾക്ക് അതൊക്കെ വീട്ടിൽ പോയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് എക്സ്പെരിമെന്റ് ചെയ്യാം. ഇത് ജാസ്തി കഴിച്ചുകൊണ്ട് ആരും ഇതുവരെ മരിച്ചു പോയിട്ടൊന്നുമില്ല. So there is no toxicity. Only thing is you should keep understanding your body to understand, is it good for me or is it not good for me? ആരോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് പോയിട്ട് ചെയ്യണം. അത് അങ്ങനെയല്ല. You have to understand, is it good for me or is it not good for me? എന്റെ ദേഹത്തിന് അത് ചിലപ്പോ നന്നായി എന്ന് വരില്ല. അപ്പൊ അത് please don't touch it. Because we have a signal between the stomach and the brain. Our switch, when it becomes on, you have to understand it. When the switch becomes off, you have to understand this is not for me. പാൽ എല്ലാവർക്കും നല്ലതല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ അത് തെറ്റാണ്. Only those who are lactose intolerant, it's not good. And that's why you should test it. എല്ലാ കാര്യം നമ്മൾ യെസ് ആൻഡ് നോ എന്ന് പറയുന്നതിന് മുമ്പേ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് അവനവനും മുമ്പിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് പറ്റൂ. ആൻഡ് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ്, ഞാൻ പറഞ്ഞ മാതിരി ഇൻക്രീസ്ഡ് അവയർനെസ്, നമ്മളത് കഴിക്കുമ്പോൾ അത് അനുഭവിച്ച് ഓരോരോ സ്റ്റെപ്പായിട്ട് അത് അനുഭവിച്ചിട്ട് അപ്പോഴേ നമുക്കത് മനസ്സിലാവൂ. ഇസ് ദിസ് ഗുഡ് ഫോർ മീ ഓർ ഇസ് ദിസ് നോട്ട് ഗുഡ് ഫോർ മീ? ഇമീഡിയറ്റ്ലി ഗുഡ് ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ എഫക്ട്. So that's why I said you just write it down, because you will forget it. It's very important to understand turmeric. നമ്മൾ ടേമറിക് വീട്ടിൽ യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, അത് നമ്മൾ ടീസ്പൂൺ കണക്കിനല്ല, നമ്മൾ 1 കിലോ തിന്നാലും നമുക്ക് അതിന്റെ എഫക്ട് കിട്ടില്ല. സോ പ്ലീസ് സ്റ്റോപ്പ് യൂസിങ് ടേമറിക്. 1 ടീസ്പൂൺ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി എല്ലാവരും കുടിക്കുക, പാലിൽ കടക്കി ടേമറിക് മിൽക്ക് ഷേക്ക്, എന്തൊക്കെയാ ഉണ്ടാക്കുന്നതെന്ന് കോഫി ഷോപ്പിൽ. ഓൾ ഓഫ് ദാറ്റ് ഹാസ് ആബ്സല്യൂട്ട്ലി നോ എഫക്ട്. നാനോ കർക്യൂമിൻ, ടേമറിക്കിലുള്ള സാധനത്തിന്റെ പേരാണ് കർക്യൂമിൻ. നാനോ കർക്യൂമിൻ കിട്ടുകയാണെങ്കിൽ യു ക്യാൻ യൂസ് നാനോ കർക്യൂമിൻ ഇൻ സംതിങ് ദാറ്റ് യു ആർ ഹാവിംഗ്. നമ്മുടെ ചപ്പാത്തി ആയിക്കോട്ടെ, നമ്മുടെ മിൽക്ക് ഷേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പായസം ആയിക്കോട്ടെ, എന്തിൽ വേണമെങ്കിലും യു ക്യാൻ ജസ്റ്റ് പുട്ട് a pinch of nano curcumin and have it maybe once or twice a day, especially when you have a problem. നമ്മൾ എന്ത് സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിലും every 15 to 20 days ഒരു ബ്രേക്ക് എടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മാസം മുഴുവൻ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഗെറ്റ്സ് ഹാബിറ്റുവേറ്റഡ്. അപ്പോൾ it will start not responding anymore. The same with prebiotic, probiotic. Please, അത് നല്ലതാന്ന് കേട്ടോണ്ട് അതിങ്ങനെ സ്ഥിരം ഇങ്ങനെ മിണിങ്ങിരിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡൗൺ സൈഡ്. അത് നമ്മൾ ഒരാഴ്ചയല്ല 10 ദിവസം കഴിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത 10 ദിവസം ഒന്നും കഴിക്കരുത്. സോ നമ്മുടെ ബോഡി എനിത്തിങ് നമ്മൾ ഗെറ്റ് യൂസ് ടു ആയാൽ യു വിൽ സ്റ്റാർട്ട് ഹാവിങ് പ്രോബ്ലംസ്. ബിക്കോസ് അതിന്റെ എഫക്റ്റ്, അതിന്റെ ആ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് കുറയും. So you need to understand this. Nano curcumin, you can get it. You can get it anywhere. Over the counter, you can freely buy it from anybody. I'm sure some of the doctors here also have access to sources. So you can just get yourself nano curcumin. Please, namada kitchen masala turmeric kondo oru upayogo illa. Please don't use it. If you want bioavailable curcumin to help you, you'll have to have almost 500 grams to 1 kilo. Even then you won't get the effect. So please don't have that. That's a different product. And the last product, just to it's a very good antioxidant. Nare phytoestrogens, isoflavones, phytoestrogen naturally occurring estrogens, especially in women. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സാധനമാണ് soy products, soybean milk, soya bean. Some people are against it. ഒരു കോൺട്രവേഴ്ഷ്യൽ ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ റിസർച്ച് പഠിച്ചിടത്തോളം, കേട്ടോടത്തോളം, അനുഭവിച്ചിടത്തോളം soy products are really good. So please don't forget soy products. Now, once you understand, eating healthy is important, exercising is important, enough sleep is important. These are all what we call triggers. Trigger, that is your switch. If you have bad sleep, your gut malfunctions. If you have bad sleep, your brain malfunctions. The gut and the brain are connected. If the gut and brain are connected, there is zero communication. നമ്മൾ ഒരു ജിയോന്റെ സിം കാർഡ് ഒരു എയർടെലിന്റെ കണക്ഷൻ ഇട്ടിട്ട് കാര്യമില്ല. So there's going to be no communication between the gut and the stomach. Be very careful. You can use the mind to correct the gut. You can use the gut to correct the mind. അതുകൊണ്ടാണ് today there is a branch called nutritional psychiatry. Nutritional psychiatry എന്ന് പറഞ്ഞാൽ ഒരു വട്ടം എന്നൊക്കെ പറയുന്ന ഈ മാക്സിമം കുതിരവട്ടത്ത് പോയി കൊണ്ടിടുന്ന അങ്ങനത്തെ പേഷ്യൻസിന് വരെ യു ക്യാൻ ആക്ച്വലി സെറ്റ് ദം റൈറ്റ് വിത്ത് ഡയറ്റ്.
You can set them right with supplements. You can set them right with certain things that people can eat. That means the gut is totally responsible for your mental state. Totally. And this is what you should understand. And the experience, and to practice in Alana, and the Sagala patients, mental patients, and the Korea patients, mental problems. The first question, what do you eat? And when they tell me what they eat, what is causing depression? What is causing the problem? What is causing the mood change? Food is mood. And at the end of the day, you need to understand that when you're eating is also very important. When are you eating it? Are you eating something in the morning, like chocolate early in the morning? Like, for example, very heavy protein late at night. This much of carbohydrate before you sleep. So it's really important to understand. Adum very, very important. You must understand the timing at which you're going to have your meal. And that meal should be preferably. Breakfast intermittent fasting, fasting, fasting. I recommend a certain amount of hour gap between 2 meals, but you must have a minimum of 2 meals a day, minimum. And you can have 1 snack. If you can have that much, and please include all components of food during the week. For example, acidic food, alkaline food, raw food, cooked food. Taste and then you tell me what is suiting you, what is not suiting you. You can make a small plan and then you can start helping your gut. When I say helping your gut, there are many ways of helping your gut. But the easiest way, and what you're eating, what you're exercising, and the left side of your body becoming active, because the right side of the brain becomes active. Right parietal lobe connections in the right side, which is very, very critical to the connection with the enteric nervous system. It's called ENS, enteric nervous system. Wire and nervous system. That's why they say the gut is the second brain. The second heart is your calf. That is your second heart. So you need to keep your second brain good and your second heart also good. There are specific exercises for the calf, and you must keep your calf active. If you don't keep your calf active, your heart will not be sufficiently pumping the right quantity at the right time. Now, the gut affects not only the brain, it affects your heart. It affects your immunity. It affects your lungs. Every form of allergy is originating in the gut. In today's world, Bangalore allergy, including me. And all my favorite vegetables are allergy. Or test you will get a small percentage of result. It's not 100% correct. But you have to get and understand that when I eat this, what is happening to me? When I eat this raw, what is happening to me? And raw. Raw juice, raw salad, raw fruit, raw this. Unless a doctor prescribes a raw diet, please don't have it. Raw is very difficult for the gut to digest. But keep it in mind, semi-cooked, steamed. You can have. But please try avoiding totally raw things. It's really not comfortable for the body. It takes double the amount of effort for the gut, unless and until a doctor is supervising what is going inside raw. Do not watch YouTube and do everything on YouTube. Pagadi Gorpangal Verinada, Google doctors, WhatsApp university degrees, and YouTube doctors. Doctors are not the YouTube physicians. അവർക്ക് honorary degree കിട്ടിയിട്ടുണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ. അവർ വന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ എന്ത് വേണമെങ്കിൽ പറയും. അത് കഴിഞ്ഞാൽ പറയും മറ്റേ ഇവര് പറഞ്ഞതാണ്, മറ്റേ ഹാപ്പി ഗുരു പറഞ്ഞതാണ്, സാഡ് ഗുരു പറഞ്ഞതാണ്. കണ്ട ഗുരുമാരും ഇപ്പൊ വന്ന് എല്ലാം പറയുന്നുണ്ട്, വെളുത്തുള്ളി തിന്നണം, ഉള്ളി തിന്നണം, മറ്റേ ഇത് ചെയ്യണം, ഇത് മോര് കാച്ചണം. ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അമ്മമ്മയും നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ മുത്തശ്ശന്മാരും ഒക്കെ തിന്നേരുന്ന സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ റീവൈൻഡ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ you will be able to manage your gut fantastic. The gut is a very intelligent organ. You will be able to handle the gut. You will be able to handle your brain. Like I said, our food substances, marakade, keep it in your mind. At least 2 സാധനങ്ങൾ ഈ ആഴ്ച മുതൽക്ക് തുടങ്ങണം. Like I said, your sleep,
Like I said, use your left body. Like I said, a 30-minute exercise. And like I said, you can use your mind to get your gut to feel good. Use your gut to make your mind feel good. നിങ്ങൾക്ക് എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. I'm more than happy to answer. Thank you so much for the opportunity, all of you, for listening to me. And of course, ഞാൻ ആൾക്കാരെ ബോറടിപ്പിക്കണം വിചാരിച്ചിട്ട് വന്നതാണ് കുറെ സയന്റിഫിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറയാൻ. പക്ഷെ ഞാൻ ഈ ഗട്ടിനെ എല്ലാവരും കൂടി കുറ്റം പറയുന്നത് കേട്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. എന്ന് വെച്ചാല് ആ പാവം ഗട്ട്, എനിക്ക് ഗട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറിത്തിങ് ഈസ് സിമ്പിൾ ഇൻ ലൈഫ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് തന്നെ ശരിയാവും. Okay, ma'am. As we are running out of time, let me conclude the session. Thank you, Dr. Ushi Mohandas, for the very insightful session on brain and gut connection. So let me conclude the session. Are there any questions? I don't see them. There are many, 91 questions, I think. Ma'am, actually, നമ്മുടെ allot ചെയ്ത time കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ വെബിനാർ കൺക്ലൂഡ് ചെയ്യുവാണ്. Thank you, ma'am. Oh, good. It's more compliments. Thank you very much. Thank you. I enjoyed this session the most. Very nice. Thank you. Thank you. So let me conclude our webinar. ഈ വെബിനാറിലൂടെ നമുക്ക് മനസ്സിലായി ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് കുടലിലുള്ള സൂക്ഷ്മാണുക്കൾ എത്രത്തോളം നിർണായകമെന്ന്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അതിന്റെ ക്രമക്കേടുകളും കുടലുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. വയറിലെ നല്ല ബാക്ടീരിയകളെ പരിപോഷിപ്പിക്കാൻ നമുക്ക് ശക്തിയുണ്ട്. അതിനായി കുടലിലെ സൂക്ഷ്മാണുക്കൾക്ക് വളരാൻ സാഹചര്യമൊരുക്കാൻ പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. അതിനാൽ ഓരോ തവണ ആഹാരം കഴിക്കുമ്പോഴും കുടലിൽ ജീവിക്കുന്ന സമ്പന്നവും വൈവിധ്യപൂർണവുമായ മൈക്രോ ഓർഗാനിസംസിനെ കൂടി അനുയോജ്യമായ ഭക്ഷണമാണോ അതെന്ന് ഓർക്കുക. അതായത് നമ്മുടെ കുടലിലെ സൂക്ഷ്മാണുക്കളുടെ വൈവിധ്യം നിലനിർത്താൻ ശ്രമിക്കുക. ഇതാണ് ആരോഗ്യകരമായ യാത്ര ആരംഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഈ വെബിനാറിൽ പാനലിസ്റ്റുകളായി എത്തിയിരുന്ന ഡോക്ടർ മനോജ് ജോൺസണും ഡോക്ടർ വിഷ്ണു സതീഷ്, ഡോക്ടർ ഫെബിൻ റോണി, ഡോക്ടർ ഗൗരൻ രമേശ്, ഡോക്ടർ ഉഷി മോഹൻദാസ് എല്ലാവർക്കും ജോൺ മരിയൻസിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ഈ വെബിനാർ ഓർഗനൈസ് ചെയ്യാൻ എല്ലാവിധ സപ്പോർട്ടും ഗൈഡൻസും തന്ന ഡോക്ടർ പ്രവീൺ ജേക്കബ് ആൻഡ് ദ ഗ്യാസ്ട്രോ ഗട്ട് എക്സ്പെർട്ട് ടീമിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഡോക്ടർ മരിയൻ ജോർജ് സൈനിങ് ഓഫ്. താങ്ക് യു.